ദിവസവും ദൈവം നമ്മളെ സൂക്ഷിക്കുന്നു. ഓരോ ദിവസവും ദൈവത്തിന്റെ കരത്തിന്റെ കീഴെ ദൈവം നമ്മളെ അത്ഭുതമാക്കി മാറ്റുന്നു. ഇന്നും അത്ഭുതങ്ങൾ നടക്കും. ഇന്നും കർത്താവിന്റെ പ്രവൃത്തികളെ നമ്മുടെ ജീവിതത്തിൽ അത്ഭുതമായി തന്നെ നമ്മൾ കാണും. ഏതൊക്കെ വിഷയങ്ങൾ വന്നാലും നിങ്ങൾ പറഞ്ഞോണം, ഞാൻ ആ വിഷയത്തിന്റെ മേൽ അത്ഭുതം കണ്ടിരിക്കും. എൻ്റെ കഴിവല്ല, എൻ്റെ പ്രാപ്തിയല്ല, എനിക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന ഒരു കർത്താവ് എൻ്റെ കൂടെ ഉള്ളത് കൊണ്ടാണ് എനിക്കിതൊക്കെയും ഇത്രയും കോൺഫിഡൻസോടെ പറയാൻ പറ്റുന്നത്. അതുകൊണ്ട് ധൈര്യത്തോടെ പറഞ്ഞോണം, കർത്താവ് എൻ്റെ കൂടെ ഉള്ളത് കൊണ്ട് ഞാൻ ദൈവത്തിന്റെ പ്രവൃത്തി കാണും. എൻ്റെ കൂടെ പറഞ്ഞ കർത്താവ് എൻ്റെ കൂടെ ഉള്ളത് കൊണ്ട് ഞാൻ ദൈവത്തിന്റെ പ്രവൃത്തി കാണുമെന്ന് പറയാം. ആമേൻ, ആമേൻ. അപ്പൊ കർത്താവ് നമ്മുടെ കൂടെയുണ്ട്. കർത്താവ് നമ്മുടെ കൂടെ ഉള്ളത് കൊണ്ട് കർത്താവിന്റെ പ്രവൃത്തികളെ നമ്മൾ കാണുവാൻ ഇടയായിത്തീരും. ഓരോ ദിവസവും കർത്താവിൽ ബലപ്പെടുക. എന്നിട്ട് കർത്താവ് ഒരു സ്റ്റെല്ല എന്ന് പറയുന്ന ഒരു സഹോദരിക്ക് വേണ്ടി തുടക്കത്തിലെ പ്രാർത്ഥിക്കുവാൻ പരിശുദ്ധാത്മാവിന് നിർബന്ധം തരുവാണ്. സ്റ്റെല്ല എന്നാണ് പേര്. സ്റ്റെല്ല എന്ന് പറയുന്ന ഒരു സഹോദരിയുമായിട്ട് ബന്ധപ്പെട്ട് നമ്മുടെ സൂമിലുണ്ടോ? ഓക്കെ സിസ്റ്ററെ, യേശുവിന്റെ നാമത്തിൽ കർത്താവ്, സിസ്റ്ററിന്റെ കർത്താവ് പറഞ്ഞു, കുടുംബത്തിന്റെ അകത്തും കുടുംബജീവിതത്തിന്റെ അകത്തും കർത്താവ് വലിയൊരു കാര്യം ചെയ്യാൻ പോവാണ്. സമാധാനത്തിന്റെ സ്വസ്ഥതയുടെ ഒരു അന്തരീക്ഷം കുടുംബത്തിൽ തുറക്കാൻ വേണ്ടി പോവാണ്. എന്നോട് ദൈവാത്മാവ് പറയുന്നു, ഈ വരും ദിവസങ്ങളിൽ ഒരു 32 ദിവസത്തെ കണക്കിനോട് കർത്താവ് പറയുന്നു. ഈ ദിവസങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ പ്രധാനപ്പെട്ട സമയമാണ്. കർത്താവിന്റെ പ്രവൃത്തികൾ ജീവിതത്തിൽ കയറി വരുന്ന വർഷമാണ്, കയറി വരുന്ന സമയമാണ്. അത് യേശുവിന്റെ നാമത്തിൽ ആമേൻ പറഞ്ഞതിനെ ഏറ്റെടുത്തോണം. അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു യേശുവിന്റെ നാമത്തിൽ തന്നെ. അതോടൊപ്പം തന്നെ കർത്താവ് എന്നെ കാണിക്കുന്ന ഒരു സോജി എന്ന് പറയുന്നൊരു പേര് ദൈവാത്മാവിനെ കാണിക്കുക. സോജി എന്നാണ് പറയുന്നത്. അങ്ങനെ ഒരു പേര്, സോജി എന്നൊരു പേര്. കർത്താവ് ഇന്ന് അങ്ങനെ ഒരു വ്യക്തിയെ ദൈവം സ്പർശിക്കാൻ വേണ്ടി പോവാണ്. സോജിക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാൻ കർത്താവിന് നിർബന്ധം തരികയാണ്. കർത്താവ് ആ മകളെയും ദൈവം സ്പർശിക്കുകയാണ് യേശുവിന്റെ നാമത്തിൽ. സോജി എന്നൊരു പേര്, സോജി, സോജി, സോജീനെ ഞങ്ങൾ അനുഗ്രഹിക്കുന്നു യേശുവിന്റെ നാമത്തിൽ എന്ന് ബ്ലസ് ചെയ്യുന്ന കർത്താവ്. ദൈവാത്മാവ് സകലതും അനുഗ്രഹമാക്കി മാറ്റുന്നല്ലോ യേശുവിന്റെ നാമത്തിൽ തന്നെ. ആമേൻ. നമുക്ക് പ്രാർത്ഥനയോടെ തന്നെ കർത്താവിന്റെ തിരുസന്നിധിയിൽ മുന്നോട്ട് പോകാം. ഇന്നലെ കേട്ട വചനങ്ങൾ ആരെങ്കിലും ഒന്ന് ഓർക്കുന്നുണ്ടോ? ആർക്കെങ്കിലും ഓർമ്മയുണ്ടോ? ഇന്നലെ കേട്ട വചന ഭാഗം ഓർമ്മയുള്ള ആരെങ്കിലും ഉണ്ടോ? ഇന്നലെ നമ്മൾ ഏത് കാര്യമാണ് പറഞ്ഞു വന്നത്? ഓർമ്മ കിട്ടുന്നുണ്ട്? ഇതെന്ത് ഒരു പുതിയ ഉപദേശം. അവൻ അധികാരത്തോട് മറ്റാത്മാക്കളോട് കൽപ്പിക്കുന്നു, അവ അവനെ അനുസരിക്കുകയും ചെയ്യുന്നു. ആമേൻ. അപ്പൊ ഇന്നലെ നമ്മൾ കേട്ടത് ഒരു അതിശയം അവിടെ ഉണ്ടായി. യഹൂദന്മാരുടെ ഇടയിൽ അതുവരെ എൻ്റെ കർത്താവെ, പിശാചിന്റെ പിടിയിൽ നിന്ന് എന്നെ രക്ഷിക്കണമേ, എൻ്റെ കർത്താവെ എന്നെ സഹായിക്കണേ എന്ന് പറഞ്ഞ് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്നവരുടെ ഇടയിൽ അവർ ഇതുവരെ കാണാത്തൊരു പുതിയ ഉപദേശം, ഒരു പുതിയ ഉപദേശം അവർ കാണുകയാണ്. യേശു അധികാരത്തോടെ കൽപ്പിക്കുന്നു, പിശാച് കണ്ണും പൂട്ടി അത് അനുസരിക്കുന്നു, ആ നിമിഷം തന്നെ വിട്ടുപോകുന്നു. എന്നാൽ പുതിയ നിയമവിശ്വാസിയോട് കർത്താവ് പറയുകയാണ്, ഇനി അതിശയിപ്പിക്കുന്ന ഈ അധികാരം നമുക്ക് കൈമാറിയിട്ടുണ്ട്. അപ്പൊ ഇന്നലെ നിങ്ങളോട് ഞാൻ പറഞ്ഞു, ഈ അധികാരം നമുക്കുണ്ടെന്നും ഈ അധികാരത്തിലാണ് നമ്മൾ നിൽക്കുന്നതെന്നും ഈ അധികാരത്തിലാണ് നമ്മൾ പ്രാർത്ഥിക്കേണ്ടത്. ഇന്ന് നമ്മൾ കേൾക്കാൻ പോകുന്നത്, പല ആൾക്കാർക്കും ഒരു സംശയമുണ്ട്, ബ്രദറെ ഞാൻ വചനം പറഞ്ഞ് പ്രാർത്ഥിക്കുന്നുണ്ട്, ഈ വചനം എൻ്റെ ജീവിതത്തിൽ പ്രവർത്തിക്കാൻ തുടങ്ങുന്നു എന്ന് എങ്ങനെയാണ് എനിക്കൊന്ന് അറിയാൻ പറ്റുന്നത്? നിങ്ങൾക്കൊരു കാഴ്ചപ്പാടിൽ ബഹളം വെക്കാതെ വചനം പറയുമ്പോൾ എങ്ങനെയായിരിക്കും ദൈവവചനം എന്നിൽ? ഇപ്പം നിങ്ങളൊരു മരുന്ന് കഴിച്ചാൽ, ഇപ്പം നമുക്ക് നല്ല പെയിൻ ഉള്ള സമയത്ത് ഒരു മരുന്ന് കഴിച്ചാൽ ഡോക്ടർമാർ പറയും, ഒരു പാരസിറ്റമോൾ ആയിക്കോട്ടെ, ഏതെങ്കിലും ഒരു പെയിൻ കില്ലർ എന്തും ആയിക്കോട്ടെ, ഇത് തന്നു കഴിയുമ്പോൾ നമുക്ക് വേദന കുറയുന്നതനുസരിച്ച് നമുക്കറിയാൻ പറ്റും ആ മരുന്ന് പ്രവർത്തിക്കാൻ തുടങ്ങി. അങ്ങനെയെങ്കിൽ കർത്താവായ യേശു പറഞ്ഞു, ഞാൻ നല്ല വൈദ്യൻ, യേശുക്രിസ്തുവാകുന്ന നല്ല വൈദ്യന്റെ വചനമാണ് മരുന്ന്. ഈ വചനം നിങ്ങളിൽ പ്രവർത്തിക്കുവാൻ ആരംഭിക്കുന്നു എന്ന് എങ്ങനെ നമുക്ക് അറിയാൻ പറ്റും? ആർക്കെങ്കിലും ഒന്ന് പറയാൻ പറ്റൂ, എങ്ങനെ അറിയാൻ പറ്റും? ഞാൻ മ്യൂട്ട് മാറ്റിയിട്ടുണ്ട്, പറയാം. നിങ്ങൾക്ക് ആർക്കെങ്കിലും അറിയാവോ എങ്ങനെ അറിയാൻ പറ്റും? ആർക്കെങ്കിലും അറിയാവോ എങ്ങനെയാണ് നമുക്ക് മനസ്സിൽ സമാധാനം വരും, ആശ്വാസം വരും, കോൺഫിഡൻസ്, വേദനയിൽ മാറ്റം തുടങ്ങും, സന്തോഷം ഉണ്ടാകും, വിശ്വാസത്താൽ. ആമേൻ. ഇനി ഞാൻ പറയാം, ശ്രദ്ധിച്ചോണം. പറഞ്ഞതിൻ്റെ അകത്തൊക്കെ ഉത്തരങ്ങളുണ്ട്. പക്ഷേ ഫസ്റ്റ് ഉത്തരം ഇതാണ്. നമ്മൾ വചനം പറയുന്ന സമയത്ത്, നമ്മളൊരു വചനത്തിൻ്റെ അടുക്കിലേക്ക് ആദ്യം വരുമ്പോൾ തന്നെ ഒരു സ്വസ്ഥതയും ഇല്ലാതെയാണ് നമ്മൾ വചനം പറയാൻ. ഇപ്പോൾ നിങ്ങൾ എന്തുകൊണ്ടാണ് പലപ്പോഴും
നിങ്ങളുടെ വിഷയങ്ങൾ ഒരു പ്രാർത്ഥനാ വിഷയമായിട്ട് മാറുന്നതിൻ്റെ കാരണം നിങ്ങളെക്കൊണ്ട് ആ വിഷയം കൈകാര്യം ചെയ്യുവാൻ കഴിയാത്ത ഒരവസ്ഥ വരുന്നത് കൊണ്ടാണ്. ഇപ്പം ഞാൻ എന്നെക്കൊണ്ട് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം ഞാനത് പ്രാർത്ഥിക്കത്തില്ല. ഇപ്പം ഞാൻ നിങ്ങളോട് പറയുക, സഹോദരി ഒരു ഗ്ലാസ് വെള്ളം എടുത്തുകൊണ്ട് എനിക്ക് താ എന്ന് പറഞ്ഞാൽ നിങ്ങൾ പറയും, എൻ്റെ കർത്താവ് എനിക്ക് ആ ഒരു ഗ്ലാസ് വെള്ളം എടുക്കാനുള്ള ശക്തി തരണേ. നമ്മൾ പ്രാർത്ഥിക്കത്തില്ല. നിങ്ങൾക്കത് ഈസി ആയിട്ട് എന്ത് ചെയ്യാൻ പറ്റും? ഒരു ഗ്ലാസ് വെള്ളം എടുത്തുകൊണ്ട് അടുക്കളയിൽ നിന്ന് കൊണ്ടുതരാൻ പറ്റും. പക്ഷെ അതേ സ്ഥാനത്ത് ഞാൻ വലിയൊരു കാര്യമാണ് പറയുന്നതെങ്കിൽ അത് നിങ്ങൾക്ക് കഴിയാത്തത് കൊണ്ട് നിങ്ങൾക്കതൊരു വിഷയമാണ്, അതൊരു പ്രശ്നമാണ്, അതൊരു ദുഃഖമാണ്. അപ്പോൾ എന്ത് ചെയ്യും? അതൊരു പ്രാർത്ഥന വിഷയമായി മാറും. അപ്പോൾ ഒരു വിഷയം നമ്മുടെ മനസ്സിലോട്ട് വരുമ്പോൾ തന്നെ, നമ്മുടെ ജീവിതത്തിലോട്ട് വരുമ്പോൾ തന്നെ അതിനോടൊപ്പം ചില കാര്യങ്ങൾ കൂടെ കയറി വരും. ഞാൻ ഇന്നാൾ പറഞ്ഞായിരുന്നു, അസമാധാനക്കേട്, സ്വസ്ഥതയില്ലാത്ത അവസ്ഥ, ഭാരം, പ്രയാസം, ഭയം, ഇതെല്ലാം ഒരു പ്രശ്നം വരുന്നതിൻ്റെ കൂടെ തന്നെ അതിൻ്റെ അകത്തുള്ള ഈ കൂടെയുള്ള സകല കാര്യങ്ങളും കയറി വരും. ഇത് വന്നു കഴിയുമ്പോൾ നമ്മൾ വളരെ അസ്വസ്ഥതപ്പെടും. അപ്പം നമ്മളിങ്ങനെ ഓരോ പ്രയർ ഗ്രൂപ്പിലൊക്കെ വിളിച്ചു പറയും, അല്ലെ കിട്ടുന്നിടത്തെല്ലാം പ്രാർത്ഥനയ്ക്ക് പോവും. അപ്പോൾ അവിടെ ചെന്ന് കഴിയുമ്പോൾ വചനമെല്ലാം കേട്ട് അല്ലെങ്കിൽ പ്രാർത്ഥിച്ചതിന് ശേഷം നമ്മുടെ മനസ്സിലുണ്ടാകുന്ന ആദ്യത്തെ ഫീലിങ്സ് ആണ് സ്വസ്ഥത. എത്ര പേര് വചനം കേൾക്കുമ്പോൾ നിങ്ങളുടെ അകത്തൊരു സ്വസ്ഥത അനുഭവിക്കുന്നുണ്ട്? അവർ മാത്രമേ ആമേൻ പറഞ്ഞു. ആമേൻ. ഹല്ലേലൂയ. അപ്പൊ നിങ്ങൾക്ക് എല്ലാവരും അനുഭവിക്കുന്നുണ്ട് ഒരു ദൈവിക സ്വസ്ഥത. അപ്പൊ ഈ ദൈവിക സ്വസ്ഥതയ്ക്ക് പറയുന്ന പേരാണ് ദൈവവചനം നിങ്ങളിൽ പ്രവർത്തിക്കുവാൻ ആരംഭിക്കുന്നു. കർത്താവിൻ്റെ വചനം നിങ്ങളുടെ അകത്തോട്ട് ആദ്യം കയറുമ്പോൾ തന്നെ ഇതാദ്യം ചെയ്യുന്നത് നിങ്ങളുടെ വേദനകളുടെ മേൽ ആദ്യം പ്രവർത്തിക്കും. നമ്മൾക്ക് വചനത്തിൽ നിന്ന് കേൾക്കാം. ഞാൻ തുടക്കത്തിൽ ഒരു സാക്ഷി നിങ്ങളെ ഒന്ന് കേൾപ്പിക്കാം, അല്ലെങ്കിൽ ഞാൻ ആ കാര്യം വിട്ടുപോകും. കഴിഞ്ഞ ദിവസം ഒരു സഹോദരി, യൂട്യൂബിൽ കേൾക്കുന്ന സഹോദരിയാണ്. ആ സഹോദരി പറഞ്ഞൊരു സാക്ഷ്യം ഞാൻ നിങ്ങളെ ഒന്ന് യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ നിന്നത് കേൾപ്പിക്കാം. നിങ്ങൾക്കത് കേൾക്കാൻ പറ്റുന്നു എന്ന് ഞാൻ വിശ്വസിക്കുകയാണ്. ഓഡിയോ ക്ലിയർ ആണെങ്കിൽ ആ സാക്ഷ്യം ഒന്ന് കേൾക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ നിങ്ങളുണ്ടെന്ന് പറഞ്ഞാൽ മതി. ഞാനിപ്പോൾ അത് ഓൺ ആക്കിയിട്ടില്ല. ഇപ്പോൾ അത് കേൾക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ ഒന്ന് പറഞ്ഞോണം. ഞാനിപ്പോൾ ജസ്റ്റ് പ്ലേ ചെയ്യാം. കേൾക്കാൻ പറ്റുന്നുണ്ടോ? ഓക്കെ. ആ സഹോദരി പറഞ്ഞൊരു സാക്ഷ്യമാണ്. തുടക്കത്തിൽ ഞാൻ ഈ സാക്ഷ്യം പറയുന്നതിൻ്റെ കാരണം നിങ്ങളെ ഒന്ന് ഈ ഒരു ദൈവ സന്ദേശം ഇന്ന് കുറച്ച് മുമ്പേ ഒരു സാക്ഷ്യം കൂടെ വന്നിട്ടുണ്ടായിരുന്നു. ഞാൻ ഇപ്പോൾ അത് ഓപ്പൺ ചെയ്തപ്പോഴാണ് അത് കണ്ടത്. അപ്പോൾ അതും കൂടെ നമുക്ക് നാളെ നിങ്ങളെ ഞാൻ കേൾപ്പിക്കാം. ഞാൻ യൂട്യൂബിൽ ബ്രദറിൻ്റെ പ്രാർത്ഥന ടൈം പ്രയറിൽ ലൈവായിട്ടൊന്നും എനിക്ക് പങ്കെടുക്കാൻ സാധിച്ചിട്ടില്ല. ഞാൻ ഇപ്പം കുറേ ഒരു 5-6 മാസത്തോളമായി ഇങ്ങനെ പ്രയർ കേൾക്കുമായിരുന്നു. ലൈവായിട്ടൊന്നും സംബന്ധിക്കാൻ പറ്റാത്തൊരു സാഹചര്യമാണ് എനിക്ക്. എങ്കിലും ഞാൻ സമയം കിട്ടുമ്പോഴൊക്കെ ഈ പ്രാർത്ഥന കേൾക്കാറുണ്ട്. അങ്ങനെ എനിക്ക് കഴിഞ്ഞ ദിവസങ്ങളിൽ എൻ്റെ ജീവിതത്തിൽ ഒരു വലിയൊരു അത്ഭുതം നടന്നു. നട്ടെല്ലിന് അകൽച്ചയുള്ള ഒരാളാണ്. ബ്രദർ പ്രാർത്ഥിച്ച് രോഗമുള്ള സ്ഥാനത്ത് കൈവച്ച് പ്രാർത്ഥിക്കാൻ പറഞ്ഞപ്പോൾ ഞാനും കൈവച്ച് പ്രാർത്ഥിച്ചു. എനിക്ക് പൂർണ്ണ വിടുതൽ കിട്ടി. ഇത് കിടക്കാനൊക്കെ വലിയ ബുദ്ധിമുട്ടായിരുന്നു. സൗഖ്യം തന്ന ദൈവത്തിന് നന്ദി പറയുന്നു. ആമേൻ. എത്ര പേരാ സാക്ഷ്യം കേട്ടവർ മാത്രം ആമേൻ പറഞ്ഞേ. യൂട്യൂബിൽ കാണുന്ന ഒരു സഹോദരിയാണ്. ആ സഹോദരി സാക്ഷ്യം അയച്ചതെന്നാണ്. സഹോദരി നട്ടലിന് അകൽച്ചയുള്ളൊരു സഹോദരിയായിരുന്നു. കിടക്കാനൊന്നും ഭയങ്കര ബുദ്ധിമുട്ടുള്ളൊരു സഹോദരിയായിരുന്നു. എന്നാൽ നമ്മൾ ഒരുമിച്ച് പ്രാർത്ഥിക്കുന്ന ആ സമയത്ത് ആ സഹോദരി കൈവച്ച് സ്വന്തമായിട്ട് കൈയെടുത്തവിടെ വെച്ചു. ഒരുമിച്ച് നമ്മൾ കർത്താവിൻ്റെ നാമത്തിൽ പ്രാർത്ഥിക്കുന്ന ലാസ്റ്റ് ടൈമിലെ പ്രാർത്ഥനയിൽ കൈവച്ചു. യേശു സൗഖ്യമാക്കി. കർത്താവിൻ്റെ അത്ഭുതകരമായ സൗഖ്യം ആ ശരീരത്തിൻ്റെ മേലുണ്ടായി. ഇപ്പോൾ സൗകര്യം പറഞ്ഞതുപോലെ തന്നെ നട്ടലിൻ്റെ അകൽച്ചകൾ മാറി. നമുക്കറിയാം അതൊക്കെ വന്നു കഴിഞ്ഞാൽ പിന്നെ അതൊന്നും റീപ്ലേസ് ചെയ്യാൻ പറ്റുന്ന നല്ലത്. എൻ്റെ ഒരു കേൾവി, ഞാൻ കേട്ടതൊക്കെ അങ്ങനെയാണ്. അത് ട്രീറ്റ്മെൻറ്റ് കൊണ്ടൊന്നും മാറ്റാൻ പറ്റത്തില്ലെന്നാണ് എൻ്റെ ഒരു കേൾവി. ഇനി എൻ്റെ അറിവ് ചിലപ്പോൾ തെറ്റായിരിക്കാം, അല്ലെങ്കിൽ ശരിയായിരിക്കാം. ഞാൻ കേട്ടിരിക്കുന്നത് അങ്ങനെയാണ്. അതൊന്നും തിരിച്ചാക്കാൻ പറ്റത്തില്ലെന്നാണ്. പക്ഷേ കർത്താവിൻ്റെ കൃപയാൽ ദൈവം സൗഖ്യമാക്കി. പ്രിയമക്കൾക്ക് അത് സ്വസ്ഥമായിട്ട് കിടക്കാനും ഒക്കെ ഇരിക്കാനും ഒക്കെ പറ്റുന്നുണ്ട്. ദൈവം പൂർണ്ണ സൗഖ്യം പ്രിയമക്ക് കൊടുത്തു. കർത്താവിൻ്റെ നാമം മഹത്വപ്പെടട്ടെ. എന്തിനാണ് ഞാൻ ഈ സാക്ഷ്യം പറയുന്നത് ചോദിച്ചു കഴിഞ്ഞാൽ, കർത്താവിൻ്റെ കൃപയാൽ നിങ്ങളുടെ പ്രാർത്ഥന, നിങ്ങൾ പറയുന്ന വചനം നമ്മുടെ സാഹചര്യങ്ങളെ മാറ്റും.
ഇതേപോലെ ഒത്തിരി ആൾക്കാർ യൂട്യൂബിൽ ദൈവം ചെയ്ത അത്ഭുതകരമായ സാക്ഷ്യങ്ങൾ ലഭിച്ചവരുണ്ട്. ഞാൻ ഈ പ്രയർ റിക്വസ്റ്റുകൾ ഇങ്ങനെ നോക്കി വരുന്ന സമയത്ത് ഏറ്റവും താഴെയായിരുന്നു ഈ സാക്ഷ്യങ്ങൾ കിടക്കുന്നത്. ഒത്തിരി നേരത്തെ കുറച്ച് നാളും അയച്ചു കിടന്ന സാക്ഷ്യമാണ്. അങ്ങനെ കുറേ സാക്ഷ്യങ്ങൾ കിടപ്പുണ്ടായിരുന്നു. അതൊക്കെ നമുക്ക് അടുത്ത ദിവസങ്ങളിലേക്ക് ആക്കാം. പിന്നെ യൂട്യൂബിൽ കാണുന്നതോട് ഞാൻ പറയുന്നു, നിങ്ങൾ നേരിട്ട് വന്ന് സൂമിൽ സാക്ഷ്യം പറയുന്നതാണ്. ചിലപ്പോൾ സാഹചര്യം കൊണ്ട് നിങ്ങൾക്ക് പറ്റത്തില്ലായിരിക്കാം. ഞാൻ നിർബന്ധിക്കുകയാണ്. കാര്യം നിങ്ങൾ നേരിട്ട് പറയുമ്പോൾ ഞങ്ങളുടെ വിശ്വാസം വർദ്ധിക്കുവാൻ ഇടയായിത്തീരും. ഒരു സാക്ഷി മറ്റൊരു സാക്ഷി ഉളവാക്കും. ആമേൻ. ഇനി നമുക്ക് വചനത്തിലോട്ട് തന്നെ പോവാം. ഒരു വ്യക്തിയുടെ ജീവിതത്തിൽ എങ്ങനെയാണ് വചനം പ്രവർത്തിക്കാൻ തുടങ്ങുന്നു എന്ന് നമുക്ക് അറിയാൻ കഴിയുന്നത് ആദ്യം തന്നെ നമ്മുടെ മനസ്സിലേക്ക് ഒരു സമാധാനം വരും. ഞാൻ മുമ്പ് അത് പറഞ്ഞിട്ടുണ്ട്. 1-2 വാക്യങ്ങളിലൂടെ നമുക്ക് ആ വചനത്തിലേക്ക് ഒന്ന് പ്രവേശിക്കാം. ഈ വചനമാണ് നാം ആദ്യം ഇന്നെടുക്കാൻ വേണ്ടി പോകുന്നത്. കർത്താവിൻ്റെ വചനം നിങ്ങൾ വായിക്കുന്ന സമയത്ത് ഇവിടെ നിങ്ങൾക്ക് കാണാൻ പറ്റും, ദൈവത്തിൻ്റെ വചനം, ഒരു വ്യക്തി ആ വചനം പരിശോധിക്കാൻ തുടങ്ങുന്ന സമയത്ത്, അല്ലെങ്കിൽ നിങ്ങൾ ആ വചനവുമായിട്ട് നമുക്കൊരു ബന്ധം വരുന്ന സമയത്ത് അവിടെ എന്താണ് സംഭവിക്കുന്നത് ചോദിച്ചാൽ, ദൈവത്തിൻ്റെ വചനം ഓരോ വ്യക്തികളും ദൈവം ആ വചനത്തെ, ഈ സമയത്ത് നിങ്ങൾ ആരും കോൾ ചെയ്യരുതെന്ന് ഞാൻ പല പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട്. ചിലർ ഈ സമയത്ത് വിളിക്കും വാട്സാപ്പിൽ. അപ്പോൾ നമ്മുടെ ഈ മീറ്റിംഗ് ബ്രേക്ക് ആവാൻ സാധ്യതയുണ്ട്. അപ്പോൾ ഒരു വ്യക്തിയുടെ ജീവിതത്തിൽ കർത്താവിൻ്റെ വചനം എപ്പോഴാണ് പ്രവർത്തിക്കുന്നത് ചോദിച്ചാൽ, നമ്മൾ പലപ്പോഴും വളരെ പ്രയാസപ്പെട്ടിരിക്കുന്ന സമയത്താണ് ഈ വചനം കേൾക്കുന്നത്. വചനം കേൾക്കുന്ന സമയത്ത് ചിലർ പറയാറുണ്ട്, എനിക്കൊന്നും മനസ്സിലാകുന്നില്ല, ഒന്നും കേൾക്കുന്നില്ല, ഒന്നും തിരിയുന്നില്ല, ഇത് എന്തുവാന്ന് പോലും മനസ്സിലാകുന്നില്ല എന്ന് പലരും പറയാറുണ്ട്. ഞാൻ അവരോട് പറയുകയാണ്, ദൈവത്തിൻ്റെ വചനം നമ്മൾ ആദ്യം എല്ലാം മനസ്സിലാക്കിയിട്ടല്ല പറയാൻ പോകുന്നത്. പലരും തെറ്റിദ്ധാരണയാണ്, കർത്താവിൻ്റെ വചനം എല്ലാം പഠിച്ച് തൃപ്തിയായതിനു ശേഷമാണ് ഇത് ഉപയോഗിക്കുന്നതല്ല. നമ്മൾ കർത്താവിൻ്റെ വചനം നിങ്ങൾ ആദ്യം കേൾക്കുമ്പോൾ തന്നെ, ഒരു പ്രശ്നം വരുമ്പോൾ തന്നെ ആ പ്രശ്നം നിങ്ങളുടെ കൂട്ടത്തിൽ സമാധാനമില്ലായ്മയും സ്വസ്ഥതയില്ലായ്മയും ഭാരവും ഒക്കെ നിങ്ങൾ വിളിച്ചിട്ട് വരുന്നതല്ല, തന്നെ കയറി വരുന്ന. എന്നാൽ ദൈവത്തിൻ്റെ വചനം നമ്മൾ എന്ത് ചെയ്യും, പറയുവാൻ തുടങ്ങുമ്പോൾ തന്നെ നമ്മൾ എന്ത് ചെയ്യണം, ആ വചനത്തെ ഏറ്റെടുക്കണം. ഇവിടെ വചനം പറയുകയാണ്, യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 55-ാം അധ്യായത്തിൽ, എൻ്റെ വായിൽ നിന്ന് പുറപ്പെടുന്ന വചനം എൻ്റേതായിരിക്കും. യഹോവയായ ദൈവം പറയുകയാണ്, എൻ്റെ വായിൽ നിന്ന് പുറപ്പെടുന്ന വചനം എൻ്റേതായിരിക്കും. അത് വെറുതെ എൻ്റെ അടുക്കലേക്ക് മടങ്ങി വരാതെ എനിക്കിഷ്ടമുള്ളത് നിവർത്തിക്കുകയും ഞാൻ അയച്ച കാര്യം സാധിപ്പിക്കുകയും ചെയ്യും. എൻ്റെ കൂടെ എന്ന് പറയാൻ പറ്റുമോ? ദൈവത്തിൻ്റെ വചനത്തിൽ എന്ത് എഴുതിയിട്ടുണ്ടോ അത് നടക്കുമെന്ന് പറ. ദൈവത്തിന്റെ വചനത്തിൽ എന്ത് എഴുതിയിട്ടുണ്ടോ അത് നടക്കും. ദൈവത്തിന്റെ വചനത്തിൽ എന്ത് എഴുതിയിട്ടുണ്ടോ അത് നടക്കും. ആമേൻ. ശ്രദ്ധിച്ചോണം. എന്താണ് ഇത്ര ഉറപ്പ് ബ്രദറെ ഇത് പറയാൻ കാരണം? സീന സഹോദരി എല്ലാവർക്കും ആ വചനം അയച്ചു തരുന്നുണ്ട്, നിങ്ങൾക്ക് കാണാൻ പറ്റുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. എന്താ ഇത്ര ഉറപ്പെന്ന് പറഞ്ഞാൽ, യഹോവയായ ദൈവം, സാക്ഷാൽ ദൈവം നേരിട്ട് പറയുകയാണ്, എൻ്റെ വായിൽ നിന്ന് പുറപ്പെടുന്നത് വചനം എൻ്റേതായിരിക്കും. നമുക്ക് ഇത്രയും കോൺഫിഡൻസ് ഉണ്ടോ? നമുക്ക് ഇത്രയും ധൈര്യമുണ്ടോ? നിങ്ങൾ പറയും, ഞാനൊരു വാക്ക് പറഞ്ഞാൽ അത് പാലിച്ചിരിക്കും എന്ന് പറയുവാൻ ഞാൻ പറയുന്നു, നമുക്ക് ആർക്കും 100% കോൺഫിഡൻസ് ഇല്ല. അപ്പൊ നിങ്ങൾ പറയും, ബ്രദർ അതെന്താ ബ്രദറെ അങ്ങനെ? എനിക്ക് നല്ല ഉറപ്പുണ്ട്. നമ്മുടെ ഉറപ്പ് മാത്രം പോരാ കേട്ടോ. നാളെ വാക്ക് പറഞ്ഞയാള് നാളെ നേരം വെളുക്കുമ്പോൾ ജീവനോടെയും കൂടെ വേണം. എന്നാൽ മാത്രമേ ഉള്ളൂ നമ്മുടെ വാക്കിന് 100% ഉറപ്പുള്ളൂ. നിങ്ങൾ പറയാം, ബ്രദറെ ഞാനൊരു വാക്ക് പറഞ്ഞാൽ അത് പാലിക്കുന്നയാളാ, അത് മരണത്തെയും കൂടെ കൺട്രോൾ ചെയ്യാൻ പറ്റണം നിങ്ങൾക്ക്. നാളെ രാവിലെ നിങ്ങൾക്ക് എണീക്കുമെന്ന് ഉറപ്പുണ്ടെങ്കിൽ മാത്രമേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റത്തുള്ളൂ, എൻ്റെ വാക്കിൽ 100% ഉറപ്പ് കൊടുക്കാൻ പറ്റത്തുള്ളൂ. എന്നാൽ മരണത്തെ ജയിച്ച ദൈവം, നിത്യനായ ദൈവം എന്നോട് പറയുന്നു, എൻ്റെ വായിൽ നിന്ന് പുറപ്പെടുന്ന വചനം എൻ്റേതായിരിക്കും. അത് വെറുതെ എൻ്റെ അടുക്കലേക്ക് മടങ്ങി വരാതെ എനിക്കിഷ്ടമുള്ളത് നിവർത്തിക്കുകയും ഞാൻ അയച്ച കാര്യം സാധിപ്പിക്കും. ശ്രദ്ധിച്ചോണം, ഇവിടെയാണ് ഒരു വിശ്വാസി ബലപ്പെടേണ്ടത്. ഇവിടെയാണ് നമ്മൾ ധൈര്യപ്പെടേണ്ടത്. പലരും ചോദിക്കും, ബ്രദറെ പ്രാർത്ഥിച്ച് ഞാൻ രക്ഷപ്പെടുവോ? നിങ്ങൾ തിരിച്ചറിയണം, ദൈവത്തിന് വാക്ക് മാറാൻ പറ്റത്തില്ലെങ്കിൽ നിങ്ങളുടെ വിഷയങ്ങൾ മാറിയിരിക്കും. അല്ലെങ്കിൽ ദൈവം വാക്ക് മാറുന്ന ആളായിരിക്കണം. കർത്താവ് ഇന്നൊരു വാക്ക് പറഞ്ഞ് നാളെ മാറ്റി പറയുന്ന നമ്മളെപ്പോലെ മനുഷ്യനെ പോലെ ഒരാളാണെങ്കിൽ നമുക്ക് ഒരിക്കലും വിശ്വസിക്കാൻ പറ്റത്തില്ല. നാട്ടിലെ ആൾക്കാർ പറയത്തില്ല, കിട്ടിയാ കിട്ടി, പോയാൽ പോട്ടെ, ഒരു വാക്കല്ലേ എന്ന് പറയും. അങ്ങനത്തെ പരിപാടിയല്ല. ദൈവം തന്നെ പറയുകയാണ്, എൻ്റെ വായിൽ നിന്ന് പുറപ്പെടുന്ന വചനം അത് എൻ്റേതാ. ദൈവം തന്നെ ഉറപ്പിച്ച് പറയുന്നത് എൻ്റേതാണ്. ഈ എൻ്റേതെന്ന് പറയുന്ന ഒരു പ്രത്യേകതയുണ്ട്. ദൈവത്തിന്റെ സ്വഭാവവുമായിട്ട് ആ വചനത്തെ കണക്ട് ചെയ്യുക. ബൈബിൾ പറയുന്നു, ദൈവത്തിന് പോഷ്ക്ക് പറയാൻ അറിയത്തില്ല. 2, ദൈവം മാറാത്തവനാ. 3, ദൈവത്തിന് ഏറ്റവും വലിയ പ്രത്യേകത, അവൻ വിശ്വസ്തനായ ദൈവം എന്നാണ് പറഞ്ഞേക്കുന്നത്.
ശ്രദ്ധിച്ചോണം, 3 കാര്യങ്ങളാണ് ദൈവത്തെപ്പറ്റി നാം പറഞ്ഞിരിക്കുന്നത്. അതുകൊണ്ടാണ് എന്റേത് എന്നവിടെ പറഞ്ഞിരിക്കുന്നത്. തന്റെ സ്വഭാവത്തെ കാണിക്കുകയാണ് അവിടെ. നമ്മൾ പലപ്പോഴും അങ്ങനെയല്ലേ മനുഷ്യനെ വിലയിരുത്തുന്നത്. ചിലർ പറയത്തില്ലേ, അയാളുടെ വാക്ക് വിശ്വസിക്കാൻ പറ്റത്തൊന്നുമില്ല, ഏത് സമയത്താണ് പുള്ളി വാക്ക് മാറ്റുമെന്ന് പറയാൻ പറ്റും. നമ്മൾ ചിലരെ പറ്റി പറയത്തില്ല, ചിലരെ പറ്റി നമ്മൾ പറയത്തില്ല, അയാൾ പറഞ്ഞാൽ ഉറപ്പാ. അപ്പൊ ആളുകളുടെ വ്യക്തിത്വവുമായിട്ട് ആളുകളുടെ വാക്കുകൾക്ക് ബന്ധമുണ്ട്. ചില ആളുകൾ പറഞ്ഞാൽ നമുക്ക് ഒട്ടും വിശ്വസിക്കാൻ പറ്റത്തില്ല. ഞാൻ ചിലരെ എനിക്കറിയാവുന്ന ആൾക്കാരുണ്ട്, അയാളാണോ പറഞ്ഞത്, എന്നാൽ നമുക്ക് ഒട്ടും ഉറപ്പിക്കാൻ പറ്റത്തില്ലെന്ന് പറയും. എന്നാൽ ചിലർ പറയും അങ്ങേരെ ഉറപ്പ് വന്നാൽ ഓക്കെയാ. ദൈവം തന്നെ പറയുകയാണ്, എൻ്റെ വചനം, എൻ്റെ വചനം, എൻ്റെ വായിൽ നിന്ന് പുറപ്പെടുന്ന വചനം അത് വെറുതെ എൻ്റെ അടുക്കിലേക്ക് മടങ്ങി വരാതെ അത് ഞാൻ പറഞ്ഞ കാര്യങ്ങൾ സാധിപ്പിക്കും. എൻ്റെ വചനം, എൻ്റെ വായിൽ നിന്ന് പുറപ്പെടുന്ന വചനം എൻ്റെ വചനമായിരിക്കും. അപ്പൊ എൻ്റെ ദൈവം പറയുക, അതിൻ്റെ അർത്ഥം ഞാൻ എന്ന വ്യക്തിയിലേക്ക് ദൈവം ഫോക്കസ് ചെയ്യുക. എന്നിട്ട് പറയുകയാണ്, ഞാൻ അയച്ച കാര്യം സാധിപ്പിക്കും. ഇനി ശ്രദ്ധിച്ചോണം, അപ്പൊ നിങ്ങളുമായിട്ട് എങ്ങനെയാണ് ഈ വചനം കണക്റ്റഡ് ആകുന്നത്? നിങ്ങളുമായിട്ട് എങ്ങനെയാണ് ഈ വചനം കണക്റ്റഡ് ആകുന്നത് വെച്ചാൽ, നിങ്ങൾക്ക് ഈ വചനത്തെ എടുത്തുപയോഗിക്കുവാൻ ദൈവം കൃപ തന്നിട്ടുണ്ട്. ദൈവം ആ വാക്കിനെ എടുത്ത് ഉപയോഗിക്കുവാനുള്ള കൃപ തന്നിട്ടുണ്ട്. ഞാനത് മനസ്സിലാക്കാൻ വേണ്ടി പറയാം. നമ്മുടെ നാട്ടിലൊക്കെ ഈ റെക്കമെൻഡേഷൻ ചെയ്യുന്ന ആൾക്കാരുണ്ട് അല്ലേ? റെക്കമെൻഡേഷൻ ചെയ്യുന്ന സമയത്ത് എന്ത് ചെയ്യാറുണ്ട്, വലിയ വലിയ പദവിയിലിരിക്കുന്ന ആൾക്കാർ ഒരു ലെറ്റർ പാഡിൽ എന്ത് ചെയ്യും, അല്ലെങ്കിൽ ചുമ്മാ ലെറ്റർ പാഡ് ഇല്ലെങ്കിൽ പോലും അവർ എഴുതി വിടും, ഇത് എൻ്റെ ആളാണ്, ഇത് ഞാൻ പറഞ്ഞിട്ടാണ് വരുന്നത് എന്ന് എന്ത് ചെയ്യും, പേര് എഴുതി ഒപ്പിട്ട് വേണ്ട ഒരു സീലും വെച്ച് കൊടുത്തു വിടും. ആ ലെറ്റർ പാഡ് കൊണ്ടുവന്ന് അല്ലെങ്കിൽ ആ ലെറ്റർ കൊണ്ടുവന്ന് നിങ്ങൾക്ക് എവിടെയാണോ കാര്യം സാധിപ്പിക്കേണ്ടത് ആ വ്യക്തിയുടെ കൊടുക്കുമ്പോഴേക്ക് എവിടുന്നാണ് വരുന്നത് അങ്ങ് ചോദിക്കും. ആ ലെറ്റർ തുറന്നു നോക്കി കഴിയുമ്പോഴേക്കും ഇന്നയാള് പറഞ്ഞിട്ടാണ് വരുന്നത്. ശ്രദ്ധിച്ചോണം, ഇന്നയാള് പറഞ്ഞിട്ടാണ് വരുന്നത്. അപ്പൊ നോക്കുമ്പോൾ അയാൾ പറഞ്ഞ വാക്ക് അവിടെ എഴുതി വെച്ചിട്ടുണ്ട്, ഇത് എൻ്റെ ആളാണ്, കാര്യങ്ങൾ സാധിപ്പിച്ചു കൊടുക്കണം. അതായത് ആ വ്യക്തിയുടെ വാക്കിനെ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, എടുത്തുപയോഗിക്കുവാൻ പറ്റും. ഇതാണ് കർത്താവ് നമുക്ക് തന്നിരിക്കുന്ന ഏറ്റവും വലിയ അനുഗ്രഹം. ആ വചനത്തെ, മാറ്റമില്ലാത്ത കാര്യങ്ങളെ സാധിപ്പിക്കുന്ന, മടങ്ങി ദൈവസന്നിധിയിലേക്ക് തിരിച്ച് കാര്യം സാധിപ്പിച്ചു വരുന്ന, ഇഷ്ടമുള്ളതിനെ നിവർത്തിക്കുന്ന ദൈവത്തിന്റെ വചനം എനിക്കെടുത്തുപയോഗിക്കുവാൻ ദൈവം അവസരം തന്നിട്ടുണ്ട്. ആമേൻ. ഇനി ഞാൻ എങ്ങനെയാണ് ഈ വചനം പറയുമ്പോൾ എൻ്റെ ജീവിതത്തിൽ ഉണ്ടാകുന്ന മാറ്റങ്ങൾ, അത് നമുക്കൊന്ന് കേൾക്കാം. എബ്രായ ലേഖനം 4-ാം അധ്യായത്തിൽ ഇങ്ങനെ ഒരു വാക്യമുണ്ട്, ദൈവത്തിന്റെ വചനം ജീവനുള്ളതും ചൈതന്യമുള്ളതും ഇരുവായ്ത്തലയുള്ള ഏത് വാളിനേക്കാൾ മൂർച്ചയേറിയതും, അത് പ്രാണനെയും ആത്മാവിനെയും സദ്ധിമജ്ജകളെയും തുളച്ചു ചെല്ലുന്ന, ആത്മാവിനെ സദ്ധിമജ്ജകളെ വേർപിടിക്കും വരെ തുളച്ചു ചെല്ലുന്നതും ഹൃദയത്തിലെ ചിന്തകളെയും ഭാവങ്ങളെയും അത് വിവേചിക്കും. ഞാൻ കഴിഞ്ഞ പ്രാവശ്യം ഇത് നമ്മൾ പറഞ്ഞായിരുന്നു, വചനം പറയുമ്പോഴുള്ള വ്യത്യാസങ്ങളിൽ ഈ ഒരു വാക്ക് നമ്മൾ എടുത്തു പറഞ്ഞായിരുന്നു. ഒന്നാമത്, നിങ്ങൾ വചനം പറയുമ്പോൾ ദൈവത്തിന്റെ വചനം നിങ്ങളുടെ ഉള്ളിലേക്ക് പ്രവേശിക്കും. അതുകൊണ്ടാണ് നമുക്ക് വചനം കേൾക്കുമ്പോൾ ചിലർ പറയത്തില്ല, ബ്രദറെ ഞാൻ ആ വചനം കേട്ടപ്പോൾ എനിക്ക് വലിയൊരു സമാധാനം ഉണ്ടായി. അതിൻ്റെ അർത്ഥം ആ വചനം നിങ്ങളുടെ അകത്തോട്ട് കയറി. ശ്രദ്ധിച്ചോണം, ആ വചനം നിങ്ങളുടെ അകത്തോട്ട് കയറി എന്നതിൻ്റെ തെളിവ് എന്നാന്ന് വെച്ചാൽ, ഇവിടെ വചനം പറയും, ദൈവത്തിന്റെ വചനം ജീവനും ചൈതന്യമുള്ളതും ഇരുവായ്ത്തലയുള്ള ഏത് വാളിനേക്കാൾ അതിന് മൂർച്ചയുള്ളതും, അതെൻ്റെ പ്രാണനെയും എൻ്റെ ആത്മാവിനെയും എൻ്റെ സദ്ധിമജ്ജകളെയും വേർപിടിക്കും വരെ തുളച്ചു ചെല്ലുന്നതും ഹൃദയത്തിലെ ചിന്തകളെയും ഭാവങ്ങളെയും അത് വിവേചിക്കുന്നു. ശ്രദ്ധിച്ചോണം, ഈ വചനം കേൾക്കുന്ന സമയത്ത് നിങ്ങളുടെ ഹൃദയത്തിൽ ഭാരമാണെങ്കിൽ, പ്രയാസമാണെങ്കിൽ, ഭയത്തിലാണെങ്കിൽ, ഏതെങ്കിലുമൊക്കെ വിഷയത്തിന്റെ അകത്ത് നിങ്ങൾ വല്ലാത്ത ബന്ധപ്പെട്ട് നിൽക്കുകയാണെങ്കിൽ ഈ വചനം അകത്തോട്ട് എന്നിട്ട് നമ്മളെ നിമിഷ നേരങ്ങൾക്കകത്ത് വിവേചിക്കും. അതെന്ത് ചെയ്യും, നമ്മുടെ ഉള്ളിലേക്ക് അതിനെ ഡിസൈൻ ചെയ്യാൻ തുടങ്ങും. നമ്മളെ അത് വിവേചിച്ചിട്ട് അവിടെ ജീവനിൽ പകരാൻ തുടങ്ങും. ഈ ജീവൻ എന്ന് പറയുന്നത് ശ്രദ്ധിച്ചോണം, നമ്മളെപ്പോഴും ശ്രദ്ധിച്ചോണം, മരണഭയമുള്ള വ്യക്തികൾക്ക് ഒരിക്കലും സമാധാനം ഉണ്ടാകത്തില്ല. മരണഭയത്തെ പറ്റിയാണ് പറയുന്നത്, മരണമെന്നല്ല ഞാൻ പറയുന്നത്, മരണഭയം. ഒരു വ്യക്തിക്ക് ഒരു മരണഭയം ഉണ്ടായിക്കഴിഞ്ഞാൽ പിന്നെ ആ വ്യക്തിക്കകത്ത്, ഞാൻ പണ്ട് പറഞ്ഞൊരു സാക്ഷ്യമാണ്, നിങ്ങൾ വീണ്ടും അത് പറയുന്നത് കൊണ്ട് ഇനി പുതുതായിട്ട് കേൾക്കുന്നവർക്ക് ഒരു അനുഗ്രഹമാകട്ടെ. പണ്ടൊരു സഹോദരനെ വിളിച്ചിട്ട് ഒരു ദിവസം പ്രാർത്ഥിക്കാൻ വേണ്ടി വിളിച്ചിട്ട് പറഞ്ഞു, ബ്രദറെ എനിക്കൊന്ന് പ്രാർത്ഥിക്കണം, അന്ന് പെട്ടെന്ന് ബ്രദറെ എനിക്ക് വേണ്ടി ഒന്ന് പ്രാർത്ഥിക്കണം, ഞാൻ ലേറ്റായിട്ട് വിവാഹം കഴിച്ച മനുഷ്യനാണ്, ഒത്തിരി സ്വപ്നങ്ങൾ, ഒത്തിരി കാര്യങ്ങൾ പുള്ളി ഒറ്റ വാക്കിൽ തന്നെ എക്സ്പ്ലെയിൻ ചെയ്തു. അദ്ദേഹം പറഞ്ഞു, ഡോക്ടർ ട്രീറ്റ്മെൻറ്റ് ചെന്നപ്പോൾ ഡോക്ടർ പറഞ്ഞു ഹാർട്ടിനൊരു പ്രോബ്ലം ഉണ്ട്, അത് ഭയങ്കര വലിയ വിഷയമാണ്, സർജറി ചെയ്താൽ തന്നെ 100-ൽ 95% ഉള്ളൂ ചാൻസ് ഉള്ളൂ അത് സക്സസ് ആകാൻ, നീ രക്ഷപ്പെടാനുള്ള ചാൻസ് 5% ഉള്ളൂ, ബാക്കിയെല്ലാം ഭയങ്കര പാടാണ്.
അപ്പോൾ ഡോക്ടർ പറഞ്ഞ് തയ്യാറായിക്കോണം, അല്ലെങ്കിൽ ചെയ്തില്ലെങ്കിലും വിഷയം. ഈ പുള്ളി ഭയങ്കര നിരാശപ്പെട്ട് ഈ ആരൊക്കെയോ ഷെയർ ചെയ്ത് കൊടുത്ത ഏതോ ഒരു വീഡിയോ നമ്മുടെ പ്രാർത്ഥന കണ്ടിട്ടാണ് അദ്ദേഹം വിളിച്ചത്. നിമിഷ നേരങ്ങൾക്കുള്ളിൽ വിളിച്ചതിന് ശേഷം പിറ്റേ ദിവസം ഞാൻ നോക്കുമ്പോൾ രാവിലെ എന്നെ വിളിച്ചിട്ട് പറഞ്ഞു, ബ്രദറെ ഞാൻ ബ്രദറിൻ്റെ വീടിൻ്റെ ആ ഭാഗത്തുണ്ട്, എവിടെയാണ് ബ്രദർ നിൽക്കുന്നത്? ഓക്കെ, അന്ന് ആ സമയത്ത് എന്തായാലും ഞാൻ അവിടെ ഉണ്ടായിരുന്നു. ഞാൻ പറഞ്ഞു ഇങ്ങോട്ട് വാ. രാവിലെ വന്നു. അപ്പോൾ ഹോസ്പിറ്റലിലേക്ക് പോവാ. അന്ന് ബ്രദറെ ഡോക്ടർ പറഞ്ഞു ചെല്ലാൻ പറഞ്ഞു, ഇന്ന് എനിക്ക് ചെക്കപ്പ് ഉണ്ട്. കഴിഞ്ഞ ആഴ്ച ചെക്കപ്പ് ചെയ്തപ്പോൾ ഡോക്ടർ പറഞ്ഞു എമർജൻസി ആയിട്ട് ചെയ്യണം. അടുത്ത ദിവസങ്ങളിൽ കുറേ ടെസ്റ്റ് പുള്ളി ചെയ്തായിരുന്നു. ഈ ദിവസം ടെസ്റ്റ് ഉണ്ട്. ഇന്ന് ഡോക്ടർ തീരുമാനിക്കും എന്നാണ് ഓപ്പറേഷൻ ചെയ്യേണ്ട ഡേറ്റ്. അതിനുവേണ്ടിയാണ് ഒരു ടെസ്റ്റും കൂടെ ഉണ്ട്. സീരിയസ് ആണെന്ന് ഡോക്ടർ പറഞ്ഞു. അദ്ദേഹം കട്ടപ്പനന്ന് ഇടിക്കുന്ന എങ്ങാണ്ട് വരുവാ. ഇദ്ദേഹം കടന്ന് വെപ്രാളപ്പെടുന്നു. ഇദ്ദേഹത്തിൻ്റെ കൂടെ അമ്മാച്ചന്മാരും ഒക്കെ കാറിനകത്ത് നിറച്ചു ആളുണ്ട്. പുതുതായിട്ട് വിവാഹം കഴിച്ച, ലേറ്റ് മാരേജ് ആയിരുന്നു പുള്ളി, പുതുതായിട്ട് വിവാഹം കഴിച്ച ഈ സഹോദരി മണ്ടിക്ക, സഹോദരി കരയുന്നു, അമ്മാച്ചന്മാർ കരയുന്നു, പുള്ളി അതിനേക്കാൾ വലുതായിട്ട് കരയുന്നു. വീട്ടിൽ മൊത്തം കൂട്ടക്കരച്ചില്ല. ഞാൻ പറഞ്ഞ സഹോദര ഒരു നിമിഷം ഞാനൊന്ന് പറയുന്നത് കേൾക്കുക. അതുപോലും കേൾക്കാൻ പുള്ളിക്ക് സമയം പറ്റുന്നില്ല. നിലവിളിക്ക് അതിനർത്ഥം മരണഭയം അകത്ത് കയറി. കാര്യം അദ്ദേഹത്തെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. ഡോക്ടർ നന്നായിട്ട് പറഞ്ഞു, രക്ഷപ്പെടാൻ ചാൻസ് കുറവാണ് നിനക്ക്, ഇത് ചെയ്തില്ലേലും നീ മരിക്കും, ചെയ്താൽ ചിലപ്പോഴെന്ത് ചെയ്യും 5% ഒരു ചാൻസ് ഉണ്ട്, അതും ബുദ്ധിമുട്ടാണ്. ഡോക്ടർ ഉള്ള കാര്യം പറഞ്ഞു. ഇത് അദ്ദേഹത്തിൻ്റെ ഉള്ളിൽ ബലം ഉണ്ടാക്കിയില്ല, ഭയം ഉണ്ടാക്കി. ഞാൻ പറഞ്ഞു സഹോദര, ഞാൻ പറഞ്ഞൊന്ന് കേൾക്കൂ, ഒരു രക്ഷയില്ല. ഞാൻ ദൈവാത്മാവിനോട് പറഞ്ഞു, ആ മനുഷ്യനോട് പറയണം, അവനോട് ഈ വചനം പറയാൻ പറഞ്ഞു, നീ മരിക്കത്തില്ല, ജീവനോടെ ഇരുന്ന് യഹോവയുടെ പ്രവൃത്തികളെ വർണ്ണിക്കുമെന്ന വചനം പറയാൻ പറഞ്ഞു. ഞാൻ പറഞ്ഞു സഹോദര ഈ വചനം കേട്ടേ, ഈ വചനം ഇപ്പൊ തന്നെ എന്ത് ചെയ്യും, നീ പറയും. ഒരുത്തനോടും മണ്ടിക്കാത്തൊരു അമ്മാച്ചനോടും മിണ്ടരുത്, ഭാര്യയോടും മിണ്ടരുത്, ഡ്രൈവറോടും മിണ്ടരുത്, ഒരാളോടും മിണ്ടരുത്. ഡോക്ടറെ കാണിച്ച് ടെസ്റ്റ് ചെയ്ത് റിപ്പോർട്ട് വന്ന് ഡോക്ടറെ വീണ്ടും കാണിക്കുന്നത് വരെ ഇതല്ലാതെ വേറൊരു വാക്ക് മിണ്ടരുത്, ഒരു ഫോണും എടുക്കരുത് ഞാൻ പറഞ്ഞു. ഈ മനുഷ്യൻ എന്തായാലും അനുസരിച്ചു. ഒറ്റ ഇരിപ്പിൽ തന്നെ പുള്ളി ഇത് കാണാപ്പാടം പഠിച്ചു. എൻ്റെ വീട്ടിൽ നിന്ന് ഇറങ്ങി വണ്ടിയെ കയറിയപ്പോൾ ഒരു പുള്ളി പറയാൻ തുടങ്ങി, ഞാൻ മരിക്കത്തില്ല, ജീവനോടിരുന്ന യഹോവയുടെ പ്രവർത്തികളെ വർണ്ണിക്കും, ഞാൻ മരിക്കത്തില്ല, ജീവനോടിരുന്ന യഹോവയുടെ പ്രവർത്തികളെ വർണ്ണിക്കും. ഇത് പറയാൻ തുടങ്ങി. ഒരു 12:30 1 മണിയൊക്കെ കഴിഞ്ഞപ്പോഴേക്ക് എന്നെ വിളിച്ചു, തുരുതുരാന്ന് വിളിച്ചു. പുള്ളി ചാടി എടുത്തു. അതുവരെ കരഞ്ഞുകൊണ്ട് വിളിച്ച ആൾ ഭയങ്കര സന്തോഷത്തിൽ വിളിച്ചിട്ട്, ബ്രദറെ ഡോക്ടറെ കാണിച്ചു. ഡോക്ടറെ കാണിച്ചിട്ട് ഡോക്ടർ എന്നോട് പറഞ്ഞു സർജറി വേണ്ട. അപ്പം ഞാൻ ചോദിച്ചു എന്നാ സംഭവിച്ചത്? അപ്പോൾ അദ്ദേഹം പറഞ്ഞു, ഡോക്ടർ കഴിഞ്ഞ ആഴ്ച ചെക്കപ്പ് ചെയ്ത ഡോക്ടർ തന്നെയാണ്. ആ ഡോക്ടർ പറഞ്ഞത് എന്നോട് ഈ പ്രാവശ്യം ടെസ്റ്റ് ചെയ്തിട്ട് എന്നാണ് ഓപ്പറേഷൻ ഡേറ്റ് തീരുമാനിക്കാൻ പറഞ്ഞ ഡോക്ടർ ഇന്ന് ടെസ്റ്റ് ചെയ്തപ്പോൾ പറയുകയാണ് നിന്റെ ഹാർട്ടിന് ഒരു പ്രശ്നവും ഇല്ല. അതേ ഡോക്ടർ തന്നെ പറയുകയാണ് നിന്റെ ഹാർട്ടിന് ഒരു പ്രോബ്ലവും ഇല്ല, കംപ്ലീറ്റ് മാറിയിരിക്കുന്നു, വീട്ടിൽ പൊക്കോളാൻ എന്നോട് പറഞ്ഞു. പുള്ളി ഭയങ്കര സന്തോഷത്തിൽ എന്നെ വിളിച്ച് പറയുക. എന്താ അവിടെ സംഭവിച്ചെന്നറിയാവോ? നിങ്ങൾക്കറിയാവോ? അയാൾ പറഞ്ഞ വചനം അദ്ദേഹത്തിൻ്റെ പ്രാണനെയും ആത്മാവിനെയും സദ്യമജ്ജകളെയും തുളച്ചകത്തോട്ട് ചെന്നു. മനസ്സിലാകുന്നുണ്ടോ? ഹൃദയത്തിന്റെ കുഴപ്പങ്ങളെ എന്ത് ചെയ്തു? ആ വചനം റീസ്റ്റോർ ചെയ്തു. അതിനെ വിവേചിച്ചിട്ട് ആ വചനം എന്ത് ചെയ്തു ചോദിച്ചു കഴിഞ്ഞാൽ ആ മനുഷ്യന്റെ ഉള്ളിൽ സൗഖ്യമാക്കി കൊടുത്തു. എൻ്റെ കൂടെ രാമൻ പറഞ്ഞ് വിശ്വസിക്കുന്നവര് ഹല്ലേലൂയ, ആമേൻ. അപ്പൊ ഈ വചനത്തിന്റെ ശക്തിയാണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത്? ഉപയോഗിക്കേണ്ടത്. അപ്പൊ ഈ മനുഷ്യൻ അതിനുവേണ്ടി എന്താ ചെയ്തത്? ഇങ്ങേര് കരഞ്ഞു കൂകി എന്ത് ചെയ്യുക? ബഹളം വെക്കുക. അദ്ദേഹം പറഞ്ഞിട്ട് കാര്യമില്ല കേട്ടോ. അദ്ദേഹം എനിക്ക് കണ്ടാൽ തന്നെ നമുക്ക് തോന്നും പാവ മനുഷ്യൻ. അദ്ദേഹം കുറേ നാൾ വിവാഹം കഴിക്കാതെ അന്വേഷിച്ച് നടന്നിട്ട് ഏറ്റവും ഒടുവിൽ ഒരു അദ്ദേഹത്തിന് ഒരു പെൺകുട്ടിയെ കിട്ടാൻ ഇടയായി തീർന്നു. അങ്ങനെ ഇരിക്കുമ്പോഴാണ് പെട്ടെന്ന് തോട്ടത്തിൽ എന്താ ജോലി ചെയ്തപ്പോഴാണ് പെട്ടെന്ന് ഒരു വീഴ്ച ഉണ്ടായത്. ചെക്കപ്പ് ചെയ്തപ്പോൾ വലിയ പ്രശ്നമാണെന്ന് മനസ്സിലായത്. അങ്ങനെ ഭയപ്പെട്ടിരിക്കുന്ന ഈ മനുഷ്യന്റെ ഉള്ളിലേക്ക് ദൈവത്തിന്റെ വചനം കയറിയപ്പോൾ ചിന്തകളെയും ഭാവങ്ങളെയും അത് വിവേചിച്ചു. ചിന്തയ്ക്കകത്ത് മരണം, ഭാവങ്ങളിൽ മൊത്തം വ്യത്യാസം, അത് മൊത്തവും ദൈവത്തിന്റെ വചനം അകത്ത് ചെന്നിട്ട് എന്ത് ചെയ്യുന്നു വെച്ച് കഴിഞ്ഞാൽ മാറ്റാൻ തുടങ്ങി. അപ്പൊ ആദ്യം നമ്മുടെ അകത്ത് ശ്രദ്ധിക്കണം. നിങ്ങളൊരു വചനം പറഞ്ഞു തുടങ്ങുമ്പം നമ്മുടെ മനസ്സിൽ ഭയങ്കര ഭാരമായിരിക്കും, നമുക്ക് മൊത്തം സ്വസ്ഥതയില്ലാത്ത അവസ്ഥയായിരിക്കും. നിങ്ങൾ തുടർമാനമായിട്ട് വചനം പറയണം. കണ്ടിന്യൂസ് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്ന സമയത്ത് നിങ്ങളുടെ മനസ്സിൻ്റെ അകത്ത് നിങ്ങൾ ശ്രദ്ധിച്ചോണം, നമുക്ക് അതുവരെ ഇല്ലാത്ത ഒരു സ്വസ്ഥത, ഒരു സമാധാനം പെട്ടെന്നൊരു ഫീൽ ചെയ്യാൻ തുടങ്ങും. അങ്ങനെ വചനം പറഞ്ഞ് ആർക്കെങ്കിലും ഫീൽ ചെയ്തവരുണ്ടോ? വചനം വലിയ പ്രയാസത്തിലായിരുന്നു, പക്ഷെ വചനം പറയാൻ തുടങ്ങിയപ്പോൾ പെട്ടെന്നൊരു സമാധാനം ഫീൽ ചെയ്തു. ആമേൻ. ഇതാണ് ഒന്നാമത്തെ സ്റ്റെപ്പാണ് ഞാൻ പറഞ്ഞു വരുന്നത്. ഒന്നാമത്തെ സ്റ്റെപ്പാണ് ദൈവത്തിന്റെ വചനം നിങ്ങളിൽ പ്രവർത്തിക്കുവാൻ ആരംഭിക്കുന്നു എന്നതിൻ്റെ ഒന്നാമത്തെ അടയാളം സമാധാനം, സ്വസ്ഥത.
പലപ്പോഴും എന്താ സംഭവിക്കുന്ന അറിയാവോ? ഇത് വന്നു കഴിയുമ്പോൾ നമ്മൾ എന്ത് ചെയ്യും? ഒരു ദീർഘശ്വാസമൊക്കെ വിട്ടിട്ട് ഒരു ഗ്ലാസ് വെള്ളം കുടിച്ചിട്ട് ദൈവമേ സ്തുതി. പിന്നെ നമ്മൾ എന്ത് ചെയ്യും? TV ഓൺ ചെയ്യും, അല്ലെങ്കിൽ ഫേസ്ബുക്കിലോട്ട് കയറും, യൂട്യൂബിലോട്ട് കയറും. പിന്നെ അങ്ങോട്ട് ഒരു ഡോക്ടറോ ആരോടെ അടുത്ത് പറയുവാണ് ഈ ഒരു സിമ്പൽ നിങ്ങളെ രോഗിയാക്കും. പിന്നെ അതിന്റെ പുറകെ കയറി പോയിട്ട് എൻ്റെ കർത്താവേ പിന്നെ നിലവിളിയും കരച്ചിലുവാ. ഇതാ നമ്മൾ പലപ്പോഴും ചെയ്യുന്നത്. അപ്പം ഞാൻ എന്താ ബ്രദറെ ചെയ്യേണ്ടത്? ശ്രദ്ധിച്ചോണം. ആ സമാധാനം വരുമ്പോൾ നിങ്ങളുടെ അകത്തോട്ട് ഈ വചനവും നിങ്ങളുടെ ശരീരവും നിങ്ങളുടെ ദേഹം, ദേഹി, ആത്മാവുമായിട്ട് ആ വചനം ടച്ച് ചെയ്യാൻ തുടങ്ങി. ശ്രദ്ധിച്ചോണം. ആ വചനം ചെയ്യുന്നത് എന്നാന്ന് വെച്ചാൽ നിങ്ങളുടെ ചിന്തകളെയും ഭാവങ്ങളെയും അത് വിവേചിക്കുവാൻ തുടങ്ങും. ആ വചനം എന്ത് ചെയ്യാൻ തുടങ്ങും? പയ്യെ പയ്യെ ദൈവവചന പ്രകാരം നിങ്ങളെ ചിന്തിപ്പിക്കുവാൻ തുടങ്ങും. അടുത്തൊരു വാക്യം നിങ്ങൾക്ക് ഞാൻ വായിപ്പിക്കാം. യോശുവയുടെ പുസ്തകം നമ്മൾ വായിക്കുന്ന സമയത്ത് യഹോവയായ ദൈവം യോശുവയോട് പറയുന്ന ഒരു വാക്കുണ്ട്. 1 യോശുവയുടെ പുസ്തകം 1-ാം അധ്യായത്തിന്റെ 7-ാം വാക്യമാണ്. എൻ്റെ ദാസനായ മോശ നിന്നോട് കൽപ്പിച്ചിട്ടുള്ള ന്യായപ്രമാണമൊക്കെയും അനുസരിച്ച് നടക്കേണ്ടതിന് നീ നല്ല ഉറപ്പും ധൈര്യവും ഉള്ളവനായി മാത്രം ഇരിക്കുക. നീ ചെല്ലുന്നിടത്തൊക്കെയും നിനക്ക് ശുഭമാകേണ്ടതിന് അത് വിട്ട് ഇടത്തോട്ടോ വലത്തോട്ടോ നീ മാറരുത്. ഈ ന്യായപ്രമാണ പുസ്തകത്തിലുള്ളത് നിന്റെ വായിൽ നിന്നും നീങ്ങിപ്പോകരുത്. അതിൽ എഴുതിയിരിക്കുന്നത് പോലെയൊക്കെയും പ്രമാണിച്ച് നടക്കേണ്ടതിന് രാവും പകലും അത് ധ്യാനിക്കുക. അപ്പൊ എന്താണ് ഈ വചനം ധ്യാനിക്കുന്നുള്ളത്? ഞാൻ നേരത്തെ പറഞ്ഞിട്ടുള്ളതുകൊണ്ട് ഞാൻ ധ്യാനത്തെ പറ്റി പറയുന്നില്ല. എന്നാൽ നിന്റെ പ്രവൃത്തിയൊക്കെയും സാധിക്കും, നീ കൃതാർത്ഥനായി ഇരിക്കുമെന്ന് വചനം പറയുകയാണ്. ഇനി ശ്രദ്ധിച്ചോണം. രാവും പകലും നീ എന്ത് ചെയ്യുകയാണ്? ദൈവവചനം നിന്റെ വായിൽ നിന്നും നീങ്ങിപ്പോകരുത്. അപ്പം നിന്റെ വായിൽ എന്തുണ്ടായിരിക്കണം? ആ വചനം ഉണ്ടായിരിക്കണം. നിന്റെ ഹൃദയത്തിൽ ആ വചനം ധ്യാനിക്കണം. അടുത്ത വാക്യത്തിൽ പറയുന്നു, എന്നാൽ നിന്റെ പ്രവൃത്തിയൊക്കെയും സാധിക്കും. ഇനി ശ്രദ്ധിച്ചോണം. യോശുവയ്ക്ക് ദൈവം കൊടുക്കുന്ന ഒരു വാക്കാണ്, നീ എന്ത് ചെയ്യരുത്? എൻ്റെ വചനത്തെ നീ വിട്ടുകളയരുത്. നീ അത് വചനം എഴുതി വെച്ച് അത് പോക്കറ്റിൽ ഇട്ടുകൊണ്ട് പോകണം നല്ല ദൈവം പറഞ്ഞേക്കുന്നത്. ആ വചനം വലിയൊരു പുസ്തകത്തിൽ എഴുതി വെച്ചോട്ട് എപ്പോഴും നിന്റെ ബാഗിൻ്റെ അകത്ത് വെക്കണം നല്ല ദൈവം പറഞ്ഞേക്കുന്നത്. ആ വചനം നീ എപ്പോഴും നിന്റെ കാറിൽ വെക്കണം നല്ല പറഞ്ഞിരിക്കുന്നത്. ആ വചനം നിന്റെ വായിൽ നിന്നും നീങ്ങിപ്പോകരുത്. അതിന്റെ അർത്ഥം എപ്പോഴും നിങ്ങളുടെ വായിൽ ഒരു വചനം ഉണ്ടായിരിക്കണം. ഞാൻ വീണ്ടും പറഞ്ഞത്, ആരെങ്കിലും പ്രയാസത്തിൽ പോകുന്നതോടെ ഞാൻ പറഞ്ഞത് രക്ഷപ്പെടാനുള്ള മാർഗമായി പറയുന്നത്, ഈ വചനം പറയുന്ന സമയത്ത് നിങ്ങൾക്കറിയാം, യോശുവയെ പറ്റി നമ്മൾ പഠിക്കുന്ന സമയത്ത് യോശുവ ചെയ്ത ആ കാര്യങ്ങൾ നിങ്ങൾ നോക്കിയാൽ യോശുവയുടെ ഏറ്റവും വലിയ പ്രത്യേകത, യോശുവ വലിയൊരു യുദ്ധവീരനൊന്നുമല്ല, യോശുവയ്ക്ക് ട്രെയിനിങ് കിട്ടിയ ആളൊന്നുമല്ല. മിസ്രൈമിൽ അടിമയായി കിടന്നവരുടെ കൂട്ടത്തിലുള്ളയാളാ. യുദ്ധവീരനല്ല, അഭ്യാസിയല്ല, നമ്മുടെ നാട്ടുഭാഷ പറഞ്ഞ നേരെ ചൊവ്വേ വാള് പിടിക്കാൻ പോലും അറിയത്തില്ല. പക്ഷെ ഈ മനുഷ്യനെ പറ്റി ദൈവം പറയുകയാണ്. ആ തൊട്ടു മുകളിലത്തൊരു വാക്യം നിങ്ങൾക്ക് കാണാൻ പറ്റും. അവിടെ ആ മനുഷ്യനെ പറ്റി ദൈവത്തിന്റെ വചനം പറയുകയാണ്. നിങ്ങൾ ഈ വാക്യം നോക്കണം. നിന്റെ ജീവകാലത്ത് ഒരു മനുഷ്യനും നിന്റെ നേരെ നിൽക്കത്തില്ല. ഞാൻ മോശയോട് കൂടെ ഇരുന്നത് പോലെ നിന്റെ കൂടെ ഇരിക്കും. ഞാൻ നിന്നെ കൈവിടത്തുമില്ല, ഞാൻ നിന്നെ ഉപേക്ഷിക്കത്തില്ല. എൻ്റെ കൂടെ എന്ന് പറഞ്ഞ് എൻ്റെ നേരെ ഒരു മനുഷ്യനും നിൽക്കത്തില്ലെന്ന് പറ. ആമേൻ. നിങ്ങൾ ശ്രദ്ധിച്ചോണം. ഇത് ദൈവം പറയുന്നത് നമ്മുടെ നാട്ടിലെ പോലെ നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും രാവിലെ ജോലിക്ക് പോകുന്നു, അയൽവക്കാരനുമായിട്ട് ഹായ് ബായ് പറയുന്ന പരിപാടിയല്ല. യുദ്ധങ്ങളുടെ ഇടയിൽ നിൽക്കുന്ന സമയത്താണ് യഹോവയായ ദൈവം യോശുവയോട് ഇത് പറയുന്നത്. വലിയ വലിയ യുദ്ധങ്ങൾ നടക്കാൻ പോവാണ്. വലിയ വലിയ യുദ്ധങ്ങളുടെ ഇടയിൽ നിൽക്കുകയാണ്. ഇനി വലിയ വലിയ യുദ്ധങ്ങൾ വരാൻ പോവുകയാണ്. നമ്മൾ രീതിക്കും അയൽവക്കക്കാരനുമായിട്ടുള്ള ഗുസ്തിപിടുത്തത്തെ കയറ്റി അല്ല ഇവിടെ പറഞ്ഞിരിക്കുന്നത്. വലിയ വലിയ യുദ്ധങ്ങൾ നടക്കാൻ പോവാ. എന്നാൽ ആ യുദ്ധങ്ങളുടെ നടുവിൽ നിൽക്കുമ്പോഴും യോശുവയുടെ ദൈവം പറയുകയാണ്, നിന്റെ ജീവകാലത്ത് ഒരു മനുഷ്യനും, അതിന്റെ അർത്ഥം എത്ര ഭയങ്കര യുദ്ധങ്ങൾ വന്നാലും എത്ര വലിയ പ്രശ്നങ്ങൾ വന്നാലും ഒരുത്തനും നിന്റെ നേരെ നിന്നെ വെട്ടി വീഴ്ത്തത്തില്ല. അതിന് ദൈവം പറയുകയാണ്, ഞാൻ മോശയുടെ കൂടെ ഇരുന്നതുപോലെ നിന്റെ കൂടെ ഇരിക്കും. പക്ഷെ നീ ഒരു കാര്യം ചെയ്യണം. എന്നാ നീ ചെയ്യേണ്ട കാര്യം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, എൻ്റെ വചനം, അഥവാ പഴയ നിയമത്തിൽ ന്യായപ്രമാണം പറഞ്ഞെങ്കിൽ പുതിയ നിയമ വിശ്വാസത്തോട് പറയുന്നു, ദൈവത്തിൻ്റെ വചനം നിങ്ങളുടെ നാവിലുണ്ടായിരിക്കണം. ദൈവത്തിൻ്റെ വചനം നമ്മുടെ നാവിലുണ്ടാകുമ്പോൾ ശ്രദ്ധിച്ചോണം, ഈ ന്യായപ്രമാണ പുസ്തകത്തിൽ നിന്ന് നിന്റെ വായിൽ നിന്ന് നീങ്ങിപ്പോകരുത്. അതിൽ എഴുതിയിരിക്കുന്നതൊക്കെയും പ്രമാണിച്ച് നടക്കുവാൻ രാവും പകലും അത് ധ്യാനിക്കണം. എന്നാൽ നിന്റെ പ്രവൃത്തിയൊക്കെയും സാധിക്കും, നീ കൃതാർത്ഥനായിത്തീരും. നിന്റെ വായിൽ നിന്നും നീങ്ങിപ്പോകരുത്. അപ്പൊ ഈ ദിവസങ്ങളിൽ തിരിച്ചറിഞ്ഞോണം,
വചനം പറയുമ്പോൾ ആദ്യം നിങ്ങൾ ശ്രദ്ധിക്കണം, ആദ്യത്തെ അടയാളം വരുന്നുണ്ടോ എന്ന് നോക്കണം. എന്താണ് ആദ്യത്തെ അടയാളം? സമാധാനം. സമാധാനം. ഇപ്പൊ ഞാൻ ഉദാഹരണമായിട്ട് പറയും, എനിക്കൊരു അനർത്ഥവും വരത്തില്ല, ഒരു ബാധയും എൻ്റെ കൂടാരത്തിൽ എടുക്കത്തില്ല. എന്നെ ശക്തനാക്കുന്ന യേശുക്രിസ്തു മുഖാന്തരം ഞാൻ സകല കാര്യത്തിലും അനുഗ്രഹമായി തീരും. ഇത് പറയുമ്പോൾ കൈ വിറക്കി വരയ്ക്കും, മനസ്സിൻ്റെ അകത്ത് വലിയ ആദിയായിരിക്കാം, പ്രയാസമായിരിക്കാം. അപ്പം നമ്മൾ എന്ത് 2 പ്രാവശ്യം പറയും, 3 പ്രാവശ്യം പറയും. നമ്മൾ പിന്നെ ഈ സമാധാനം കിട്ടാത്തതുകൊണ്ട് നമ്മൾ പെട്ടെന്ന് പുറത്തോട്ടിറങ്ങി എന്തെങ്കിലുമൊക്കെ ചെയ്തുകൊണ്ടിരിക്കും. ഇല്ലില്ല, നിർത്തരുത്. കുറച്ചു നേരം കൂടെ പറയണം. ആ വചനം തന്നെയും പിന്നെ പറയുമ്പോൾ കുറേ കഴിയുമ്പോൾ മനസ്സിൻ്റെ അകത്തൊരു സമാധാനം. അപ്പം നിർത്തരുത്. സമാധാനം വരുമ്പോൾ നിർത്തരുത്. സമാധാനം വരുമ്പോൾ എന്ത് ചെയ്യണം? നിങ്ങളുടെ പ്രാണനെയും ആത്മാവിനെയും സദ്യമജ്ജകളെയും വേർപിടിക്കും വരെ ആ വചനം തുളഞ്ഞു ചെന്നിട്ട് അടുത്തത് എന്താണെന്നറിയാവോ? നിങ്ങളുടെ ചിന്തകളെ അത് പിടിക്കാൻ നോക്കുക. ആ വചനം എന്ത് ചെയ്യുക? ശ്രദ്ധിച്ചോണം. നിങ്ങളുടെ ചിന്തകളെയും, നിങ്ങൾക്ക് ആ വാക്യം കാണാൻ പറ്റുന്നുണ്ട്, നിങ്ങളുടെ ചിന്തകളെയും ഭാവങ്ങളെയും അത് വിവേചിക്കാൻ തുടങ്ങുക. അതിൻ്റെ അർത്ഥം, എന്നെ ഇത്രയും നേരം ചിന്തിച്ചത് എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ തകർന്നു പോകും, ഞാൻ നശിച്ചു പോകും, ഞാൻ വലിയ കുരുക്കിലാകും, ഞാൻ പ്രശ്നത്തിലാകും, ഞാൻ വലിയ കുഴപ്പത്തിൽ പോകും. അങ്ങനെ ചിന്തിച്ചുകൊണ്ടിരുന്ന എന്നെ തിരിച്ച് ചിന്തിക്കാൻ തുടങ്ങുകയാണ്. ദൈവം അത്ഭുതം ചെയ്യുമെന്നും ദൈവത്താൽ അത്ഭുതം നടക്കുമെന്നും എന്നെ കാണിക്കാൻ തുടങ്ങുന്ന ഒരു സ്റ്റെപ്പാണ് അടുത്തത്. നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ? അതുവരെ ഭാരപ്പെട്ട നിങ്ങൾ പറയാൻ തുടങ്ങിയില്ലേ, ഇപ്പം എനിക്കറിയത്തില്ല ബദറെ, കർത്താവ് എനിക്ക് വേണ്ടി എന്തോ ചെയ്യാൻ പോകുന്നൊരു തോന്നൽ എൻ്റെ മനസ്സിലേക്ക് വരാൻ തുടങ്ങി. ഇനി അങ്ങനത്തെ തോന്നൽ വന്ന ആരെങ്കിലും ഉണ്ടോ? ഉണ്ട്. ഇതാണ് രണ്ടാമത്തെ അടയാളം. ഇതൊക്കെ നിമിഷ നേരങ്ങൾക്കുള്ളിൽ നടക്കുന്നതാണ്. നിങ്ങൾ വിശ്വസിക്കും, നിങ്ങൾ കാണുന്ന പോലെ ഇതൊക്കെ ബ്രദറെ 10 വർഷം കഴിഞ്ഞ് നടക്കുന്നതല്ല. ഇതൊക്കെ ശ്രദ്ധിക്കണം നമ്മൾ. അപ്പം നമ്മൾ എന്ത് ചെയ്യാൻ തുടങ്ങും? നമുക്കപ്പോൾ ഒരു കോൺഫിഡൻസ് നമ്മുടെ അകത്ത് ഉണ്ടാകാൻ തുടങ്ങും, ഒരു ബലം. അതുകൊണ്ടാണ് ഉറപ്പും ധൈര്യവും ഉണ്ടാകും. നമ്മുടെ അകത്തൊരു ഉറപ്പ്. ആരും കൂടെ ഇല്ല കേട്ടോ, സഹായിക്കാന്ന് പറഞ്ഞ് എല്ലാവരും നമ്മളെ തിരിഞ്ഞു കൊത്തി, എല്ലാവരും കൈവിട്ട്. പക്ഷെ ഉള്ളിലൊരു ബലവും ധൈര്യവും, ആരോ എൻ്റെ കൂടെ ഉള്ളതുപോലെ എന്തോ ഒരു സംഭവം നടക്കുമെന്നൊരു മനസ്സിലൊരു ചിന്ത. അതാണ് ആ വചനം നിങ്ങളുടെ ചിന്തകളെ പിടിക്കാൻ തുടങ്ങി, നിങ്ങളുടെ ഭാവങ്ങളെ അത് വിവേചിക്കുവാൻ തുടങ്ങി. അടുത്ത സ്റ്റെപ്പ് എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളുടെ മുഴുവനായും ആ വചനം കൺട്രോൾ ചെയ്യാൻ തുടങ്ങും. ആ വചനം നിങ്ങളെ നിയന്ത്രിക്കാൻ തുടങ്ങും. എങ്ങനെയാണ് നിയന്ത്രിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ, ആ വചനപ്രകാരം നമ്മൾ തുടക്കത്തിൽ വായിച്ചതുപോലെ ആ വാക്യം ഇങ്ങനെയാണ്, യെശയ്യാവിൽ പറഞ്ഞിരിക്കുന്ന ആ വാക്യം ഇങ്ങനെയാണ്: അത് ഇഷ്ടമുള്ളത് നിവർത്തിക്കുകയും ഞാൻ അയച്ച കാര്യം സാധിപ്പിക്കുകയും ചെയ്യും. യെശയ്യാവ് 55:11 പറയുന്നു, ഞാൻ അയച്ച കാര്യം സാധിപ്പിക്കും. ഏറ്റവും ഒടുവിൽ സംഭവിക്കുന്നത്, ദൈവം എന്താണോ ആ വചനത്തിൽ എഴുതപ്പെട്ടിരിക്കുന്നത് അത് നിങ്ങളുടെ ജീവിതത്തിൽ കാണും. ലാസ്റ്റ് സ്റ്റെപ്പ് ഇത് ശ്രദ്ധിച്ചോണം. പലപ്പോഴും നമ്മൾ ഇതിനകത്ത് ആദ്യത്തെ സ്റ്റെപ്പിൽ നിന്നുകൊണ്ട് സമാധാനം കിട്ടുമ്പം, അല്ലെങ്കിൽ ദൈവം നമ്മുടെ ഉള്ളിൽ ഒരു പ്രത്യാശ തരും, ദൈവം ചെയ്യും കേട്ടോ, ഒരു ഉറപ്പ് വരുമ്പോൾ നമ്മൾ എന്ത് ചെയ്യുന്ന, കൈ അടിച്ചിട്ട് പയ്യെ നമ്മൾ ആ വഴിക്ക് അങ്ങ് പോകും. നിർത്തരുത്. അടുത്ത സ്റ്റെപ്പിലോട്ട് നമ്മൾ കയറണം. അടുത്ത സ്റ്റെപ്പാണ് ആ വചനത്തിന്റെ എന്താണോ ദൈവം വെച്ചിരിക്കുന്നത് നിവൃത്തിയിലേക്ക് വരുന്നത്, ഫുൾഫില്ലിലേക്ക് അത് വരുന്ന ടൈമാണത്. അപ്പൊ ആ ടൈം ഏതാണ്, ആ ടൈം എപ്പോഴാണ് നമുക്ക് അറിയണമെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ, ആ പ്രവൃത്തി വരുന്നതിന് തൊട്ട് മുമ്പുകളായിട്ട് നമ്മുടെ ചുറ്റുവട്ടമുള്ള സകല സാഹചര്യം ഇളകാൻ തുടങ്ങും. ഗദനദേശത്തോട്ട് ചെല്ലുന്ന സമയത്ത് നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ട്, യേശു അടുത്ത് വന്ന ഉടനെ അതുവരെ ഇല്ലാത്ത സകല ഭൂതങ്ങൾ ഇളകാൻ തുടങ്ങി. അതുവരെ ഇളകാത്ത സകലതും ഇളകാൻ തുടങ്ങി. അതുവരെ ഒരു കുഴപ്പമില്ലാതിരുന്ന ഭൂതമെല്ലാം കൂടെ ഇളകാൻ തുടങ്ങി. അതിന്റെ കാരണം എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ, ആ വ്യക്തിക്കകത്തൊരു വിടുതൽ ഉണ്ടാകാൻ സമയമായി. ശ്രദ്ധിച്ചോണം. ചിലർ പറയാറുണ്ട്, വചനം പറഞ്ഞ് ബ്രദറെ അതിങ്ങനെ പറഞ്ഞാൽ 10 ദിവസമൊക്കെ അല്ലെങ്കിൽ കുറച്ച് ദിവസം വചനം പറഞ്ഞിട്ട് എനിക്കറിയത്തില്ല, ഇല്ലാതെല്ലാം കൂടെ ഇളകി വരാൻ തുടങ്ങി. ഇരിക്കപ്രതി ഇല്ലാത്ത രീതിയിൽ അവിടുന്ന് ഇവിടുന്ന് എല്ലാം ഓരോന്നിങ്ങനെ പുറത്തേക്ക് വരാൻ തുടങ്ങി. എനിക്ക് കണ്ട ഭയങ്കര വിഷയങ്ങളും ഭയങ്കര വലിയ ബഹളങ്ങളും ഒക്കെയാ. അങ്ങനെ ഫീൽ ചെയ്ത ആരെങ്കിലും ഉണ്ടോ? മ്യൂട്ട് മാറ്റിയിട്ടുണ്ട്. അങ്ങനെ ഫീൽ ചെയ്ത ആരെങ്കിലും ഉണ്ടോ? ഉണ്ട്. അപ്പൊ നമ്മൾ എന്നാ ചെയ്യുന്ന വെച്ച് കഴിഞ്ഞാൽ, അപ്പൊ നമ്മൾ അടുത്ത പരിപാടി നമ്മൾ ചെയ്യും, എന്റെ കർത്താവേ, നമ്മൾ വേറൊരു സംഭവം അങ്ങോട്ട് പറയും. ഇത്രയും ദിവസം ഇത്രയും വലിയ കുഴപ്പമില്ലാതെ പ്രാർത്ഥിക്കാൻ തുടങ്ങിയപ്പോൾ പിശാച് അങ്ങോട്ട് ഇളകാൻ തുടങ്ങി, വചനം പറയാൻ തുടങ്ങിയപ്പോൾ അങ്ങ് ഇളകാൻ തുടങ്ങി. എന്റെ കർത്താവേ, നീ ഇത് കാണുന്നില്ല, എനിക്കിത് സഹിക്കാൻ വയ്യ. നമ്മൾ അവിടെ വീണ്ടും സ്റ്റോപ്പ് ചെയ്യും. യേശുവിൻ്റെ അടുക്കൽ വന്ന പിശാചുക്കൾ അളകിയപ്പം യേശു പറഞ്ഞു, നമുക്കിവിടെ നേരെ ഗലീലേക്ക് വിട്ടോളാം എന്നല്ല കർത്താവ് പറഞ്ഞത്. അവിടെ നിന്നിട്ട്
അതിനെ മുഴുവൻ പുറത്താക്കി. ഇപ്പം മനസ്സിലാകുന്നുണ്ടോ? ഇളകുമ്പോൾ ഓർത്തോണം, അതിൻ്റെ അടിത്തറ ഇളക്കുക വചനം. നിങ്ങൾ പറഞ്ഞുകൊണ്ടിരുന്ന വചനം ഇളക്കിയിട്ട് ഇവൻ ഇങ്ങനെ അങ്ങ് പൊങ്ങി വരുമ്പം പേടിക്കരുത്. ആ വചനം ഇരുവായ്ത്തലയുള്ള ഏത് വാളിനേക്കാൾ മൂർച്ചയുള്ളതാ. നിങ്ങളുടെ കൺമുമ്പിൽ തന്നെ ആ വചനം പിന്നെയും പറയണം, ഇല്ല, ഇതിനെ വേരോടെ ഇളക്കിക്കൊണ്ടിരിക്കുക. ഇപ്പൊ മനസ്സിലായോ? ഇങ്ങനെയാണ് നമുക്ക് അറിയുവാൻ കഴിയുന്നത് വചനം നമ്മളിൽ പ്രവർത്തിക്കുന്നത്. പക്ഷേ ഇതിന്റെ ഓരോ സ്റ്റെപ്പ് കഴിയുമ്പോഴും നമ്മുടെ അകത്ത് നിരാശ കൊണ്ടുവന്നിട്ട് നമ്മളെ എന്ത് ചെയ്യും? നമ്മുടെ മനസ്സിനെ ഡൈവേർട്ട് ചെയ്തിടാൻ നോക്കും, നമ്മുടെ ശ്രദ്ധ തിരിച്ച് വേറെ വഴിക്ക് വിടാൻ നോക്കും. വചനം പറയുമ്പോൾ ഇളകുന്നത് വേരോടെ പറഞ്ഞു പോകാൻ വേണ്ടി, അല്ലാതെ നിങ്ങളുടെ മേലത് ചാടി വീഴാൻ വേണ്ടിയൊന്നുമല്ല. നമ്മൾ പലപ്പോഴും തെറ്റിദ്ധരിക്കുന്നത് എങ്ങനെയാണ്? ബ്രദറെ, അത് ഭയങ്കര വിഷയം, ഇപ്പോൾ ഞാൻ എന്നെ ചെയ്യണമെന്ന് എനിക്ക് അറിയത്തില്ല, ഞാനിപ്പോൾ പ്രാർത്ഥനയില്ല, വചനമില്ല, എല്ലാം നിർത്തി. അവിടെ കുഴപ്പം. ഇളകിയത് അവിടെ അങ്ങ് നിൽക്കുക, ഇളകിക്കൊണ്ട്. പിന്നെ അങ്ങോട്ട് വചനം പറ, ഇത് വാളാണ്, ഇതുകൊണ്ട് വെട്ടാനാണ് പറഞ്ഞിരിക്കുന്നത്. എഫേസ്യ ലേഖനം പറയുന്നു, വചനം എന്ന വാള് കൊണ്ട് വെട്ടാനാ പറഞ്ഞേക്കുന്നത്. പക്ഷെ ഇളകിക്കഴിഞ്ഞപ്പോൾ നിങ്ങൾ ആ വാളെടുത്ത് ഉറയിലോട്ട് വെച്ചു. ഇനി ഞാൻ എന്നാ പ്രാർത്ഥിക്കാന്? ഇനി ഞാൻ എന്തിനാ പ്രാർത്ഥിക്കുന്നത്? നിങ്ങൾ പല ചോദ്യങ്ങളുമായിട്ട് അങ്ങോട്ട് വന്നു. കർത്താവ് പറയാം, ഉറയിൽ നിന്ന് വാളാകുന്ന വചനം എടുത്തൊന്ന് വെട്ടിക്കേ, അവിടെ മുറിയും പിശാചിന്റെ സകല പ്രവൃത്തികളും. ഈ ദിവസങ്ങളിൽ പറഞ്ഞോണം, എൻ്റെ ജീവിതത്തിൽ, എൻ്റെ ജീവകാലത്ത് ഒരിക്കലും ഒരുത്തനും എൻ്റെ എതിരെ നിൽക്കത്തില്ല. അത് പിശാചായിക്കോട്ടെ, മനുഷ്യനായിക്കോട്ടെ. വചനം അങ്ങനെ പറയുന്നത് യോശുവയുടെ വചനം മാത്രമല്ല, അത് എന്നോടാണ് കർത്താവ് പറഞ്ഞിരിക്കുന്നത്. യോശുവ മൺമറഞ്ഞു പോയി, പക്ഷെ ആ വചനം ആർക്കും സ്വന്തമാക്കാം. കർത്താവിന്റെ വായിൽ നിന്ന് പുറപ്പെട്ട വചനം യോശുവയ്ക്ക് മാത്രം ഉള്ളതല്ല. അത് ആരാണോ ഏറ്റെടുക്കുന്നത്, ആരാണോ വചനം ഉപയോഗിക്കുന്നത്, അവരുടെ ജീവിതത്തിലും ഈ വചനം പ്രവർത്തിക്കുവാൻ തുടങ്ങും. ഹല്ലേലൂയ. നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. സ്വർഗീയ നല്ല പിതാവേ, ഞങ്ങൾ യേശുവിന്റെ നാമത്തിൽ ഇന്ന് പ്രാർത്ഥിക്കുന്നു. എന്റെ കർത്താവ് എന്നെ കാണിക്കുന്നു, സുനു എന്ന് പറയുന്ന ഒരു സഹോദരിയെ ദൈവാത്മാവ് തൊടുക. സുനുവിനൊരു മകനുണ്ട്. ആ മകനെ കർത്താവ് ഇന്ന് സ്പർശിക്കുക. യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ എന്ന് പ്രാർത്ഥിക്കുന്നു. യേശുവെ, ആ കുടുംബത്തിന്റെ മേൽ ദൈവത്തിന്റെ വലിയൊരു പ്രവൃത്തി ഇന്ന് ഉണ്ടാകുക. കർത്താവിന്റെ വലിയ അത്ഭുതം ഇന്ന് അവിടെ ഉണ്ടാകുക. യേശുവിന്റെ നാമത്തിൽ ഇന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അതിനെ റിലീസ് ചെയ്ത് പ്രാർത്ഥിക്കുന്നു. യേശുവെ, ഈ ദിവസങ്ങളിൽ വലിയ ദൈവപ്രവൃത്തി നിങ്ങളുടെ ശരീരത്തിന്റെ മേലുണ്ട്. ആ രോഗമുള്ള ഭാഗത്തോട്ട് കൈവച്ചേ, എന്നിട്ട് പറ, യേശുവിന്റെ തിരുമുറിവിനാൽ എനിക്ക് ആരോഗ്യമുണ്ട്. ഞാൻ പറഞ്ഞ ഈ അടയാളങ്ങൾ ശ്രദ്ധിച്ചോണം. ഈ വചനം റിപ്പീറ്റ് ചെയ്ത് കേൾക്കണം. ഒരു വ്യക്തി വചനം പറയുമ്പോൾ ഈ ഫീലിങ്സുകൾ നിങ്ങളുടെ ശരീരത്തിലും ചുറ്റുവട്ടവും ഉണ്ടാകുന്നുണ്ടെങ്കിൽ ആ വചനം നിങ്ങളിൽ പ്രവർത്തിക്കുവാൻ തുടങ്ങി എന്നതിന്റെ അടയാളമാണ്. അതിന്റെ അവസാനം എന്നാന്ന് ചോദിച്ചാൽ ഇളകി മറിഞ്ഞതെല്ലാം അങ്ങോട്ട് പോകും. ആമേൻ. ഹല്ലേലൂയ. യേശുവിന്റെ നാമത്തിൽ കൈവച്ച് അത്ഭുതകരമായ ദൈവപ്രവർത്തികൾ എന്ന ശരീരത്തിന്റെ മേൽ ഉണ്ടാകുകയാണ്. ഇൻ ദ നെയിം ഓഫ് ജീസസ്. യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ ഇപ്പോൾ ഈ നിമിഷം അത്ഭുതകരമായ ദൈവപ്രവർത്തികൾ നിങ്ങളുടെ ശരീരത്തിന്റെ മേൽ നടക്കുകയാണ്. അസാധാരണമായ ദൈവപ്രവർത്തികൾ ഉണ്ടായി വരികയാണ്. യേശു ക്രിസ്തു നമുക്ക് വേണ്ടി അത്ഭുതം ചെയ്യും. ഈ നിമിഷം കൈയെടുത്ത് വെച്ചോണം, യേശുവിന്റെ നാമത്തിൽ എന്ന് പറഞ്ഞ്, ഇന്ന് ഞാൻ അത്ഭുതത്തിന്റെ സമയമാണ്, ഇതെന്റെ അത്ഭുതത്തിന്റെ സമയമാണ്, ഇത് ഞാൻ സ്വീകരിക്കുന്നു. യേശുവേ നന്ദി കർത്താവേ. ഈ ദിവസങ്ങളിൽ കർത്താവ് തൊടുകയാണ്. ഈ നിമിഷം കർത്താവ് സ്പർശിക്കുകയാണ്. ആരാധന, ആരാധന യേശുവേ, ആരാധന യേശുവേ, ആരാധന യേശുവേ. ഞാൻ കാണുന്ന ഒരു സഹോദരിയെ കർത്താവ് സ്പർശിക്കുക. ഏതു സമയത്തും മുറി അടച്ചിട്ട് കരയുന്ന ഒരു സഹോദരി. ഞാൻ കാണുന്ന ഒരു കാഴ്ച, കയറി ചെല്ലുമ്പോൾ തന്നെ ലെഫ്റ്റ് സൈഡിലായിട്ട് ആ മുറിക്കകത്ത് ഒരു ലെഫ്റ്റ് സൈഡിൽ ഞാൻ കാണുന്ന ഒരു കാഴ്ച, ആ സഹോദരി കരയുന്ന മുറി, കയറി വന്ന് ഡോർ അടയ്ക്കും എന്ന ലെഫ്റ്റ് സൈഡിലോട്ടൊരു കലണ്ടർ തൂക്കിയിട്ടേക്കുന്ന ഒരു വീടാണ് ഞാൻ കാണുന്നത്. ലെഫ്റ്റ് സൈഡിൽ തന്നെ ആ മുറിയുടെ അകവാണ് ഞാൻ പറഞ്ഞത്. ആ മുറിക്കകത്ത് കർത്താവിനെ കാണിക്കുന്നു. യേശുവിൻ്റെ നാമത്തിൽ ഇന്ന് ദൈവത്തിൻ്റെ വലിയൊരു സ്പർശനം ഉണ്ടാകുക. യേശുവിൻ്റെ നാമത്തിൽ ഞാൻ കാണുന്ന ഒരു ഷെൽഫ് പോലെ അതേ ലെഫ്റ്റ് സൈഡിൽ തന്നെ ഉണ്ട്. ആ മുറിക്കകത്ത് ചെറിയൊരു ഷെൽഫ് പോലെ വെച്ചിട്ടുണ്ട്. ചെറിയൊരു ഷെൽഫാണ്. അതിൻ്റെ അകത്ത് റെഡ് കളറിലുള്ള എന്തോ ഒരു സാധനം ആ ഒരു ഷെൽഫിൽ വെച്ചിട്ടുണ്ട്. ഇത് മുറിക്കകത്തെ കാര്യം ഞാൻ പറഞ്ഞത്. വലിയ ഷെൽഫല്ല, ചെറിയ രീതിയിൽ വെച്ചിട്ടുള്ള ഒരു ചെറിയ പോർഷനാണ്. ഷെൽഫായിട്ട് പറയാൻ പറ്റത്തില്ല. ലെഫ്റ്റ് സൈഡിലായിട്ട് ഇരിക്കുന്നുണ്ട്. കർത്താവ് ഇന്ന് ആ കുടുംബത്തെ, ആ സഹോദരൻ പറഞ്ഞ കണ്ണുനീരിൻ്റെ മറുപടിയായിട്ട് ദൈവം കുടുംബത്തിൻ്റെ സ്ഥിതികളെ മാറ്റും. ആ കുടുംബത്തിൻ്റെ അകത്ത് പ്രശ്നക്കാരനെ ദൈവം തൊടും. യേശുവിൻ്റെ നാമത്തിൽ ആരാധന ഏറ്റെടുത്തോണം. കർത്താവ് ഇന്ന് തൊടുകയാണ്. ഇപ്പോൾ ഈ നിമിഷം അത് റിലീസ് ചെയ്ത് പ്രാർത്ഥിക്കുന്നു. യേശുവേ, അങ്ങ് തൊടുന്നല്ലോ, അങ്ങ് അത്ഭുതം ചെയ്യുന്ന ദൈവമാണ്, ഞങ്ങൾക്ക് വേണ്ടി വീര്യം പ്രവർത്തിക്കുന്ന ദൈവമാണ്. കർത്താവിൻ്റെ അത്ഭുതകരമായ പ്രവൃത്തികൾ ഉണ്ടായി വരികയാണ്. നന്ദി കർത്താവേ. യേശുവിൻ്റെ നാമത്തിൽ പ്രാർത്ഥിക്കുന്നപ്പാ, യേശുവിൻ്റെ നാമത്തിൽ പ്രാർത്ഥിക്കുന്നപ്പാ. പരിശുദ്ധാത്മാവിൻ്റെ കൃപ പെരുകുന്നല്ലോ. സകല നെഗറ്റീവുകളെ ഞങ്ങൾ ഇപ്പോൾ ഈ നിമിഷം വെട്ടിവിടുന്നു കർത്താവ്. എല്ലാ ഭാരങ്ങളെയും വെട്ടിവിടുന്നു. സമാധാനത്തിൻ്റെ അന്തരീക്ഷം ഉണ്ടായി വരട്ടെ.
സമാധാനത്തിൻ്റെ അന്തരീക്ഷം ഉണ്ടാകട്ടെ. ഞാൻ ഈ ജാക്സൺ എന്ന് പറയുന്ന ഒരു വ്യക്തി, ഒരാളെ ഞാൻ കാണുക, ജാക്സൺ എന്ന അദ്ദേഹത്തിൻ്റെ പേര്. ആ വ്യക്തിയുള്ള കുടുംബത്തെ കർത്താവ് ഇന്ന് സ്പർശിക്കുക. യേശുവിൻ്റെ നാമത്തിൽ ഇന്ന് പ്രാർത്ഥിച്ച് അനുഗ്രഹിക്കുന്നു. പരിശുദ്ധാത്മാവേ, അങ്ങയുടെ കൃപ തുറക്കുന്നല്ലോ. ഓരോ വ്യക്തികളെയും അനുഗ്രഹിക്കുന്നവർ അതിരുകൾ വിസ്താരമാകട്ടെ. അനുഗ്രഹിച്ചെന്ന് പ്രാർത്ഥിക്കുന്നു യേശുവിൻ്റെ നാമത്തിൽ തന്നെ. ആമേൻ. ഹല്ലേലൂയ. ഞാൻ ഒരു കാര്യം ജസ്റ്റ് ഒന്ന് സൂചിപ്പിക്കുകയാണ്. അത് പറഞ്ഞിട്ട് നമുക്ക് സാക്ഷ്യങ്ങളുള്ളവർക്ക് പറയാം. ഒന്ന് സൂചിപ്പിച്ചോട്ടെ. നമ്മുടെ പ്രയറിൻ്റെ ഗ്രൂപ്പ് ഞാൻ കുറേ നാളായിട്ട് പറയുന്നതാണ്. ഇത് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്ക് എല്ലാവർക്കും ആ ലിങ്കുകൾ വന്നിട്ടുണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നു. യൂട്യൂബിൽ കാണുന്നവർക്ക് നിങ്ങൾക്ക് പ്രയറിൻ്റെ ലിങ്കുകൾ വേണമെങ്കിൽ ആ ഗ്രൂപ്പിലേക്ക് ജോയിൻ ആകുക. ഞാനതെല്ലാം വിട്ടുപോകും പറയാൻ. ആ യൂട്യൂബിലെ ഡിസ്ക്രിപ്ഷനിലോ കമൻറ്റ് ബോക്സിലോ ആ ഗ്രൂപ്പിൻ്റെ ലിങ്ക് ഉണ്ടായിരിക്കും. നിങ്ങൾക്ക് ആ ഗ്രൂപ്പ് വഴി ഈ പ്രയറിലേക്ക്, സൂമിലേക്കും അല്ലെങ്കിൽ വരാൻ പോകുന്ന നമ്മുടെ മീറ്റിങ്ങുകളുടെ ഡീറ്റെയിൽസുകളൊക്കെ ലഭിക്കുന്നതായിരിക്കും. എല്ലാ ദിവസവും ആഗ്രഹിക്കുന്നു എല്ലാ ദിവസവും വചനം കിട്ടുന്ന രീതിയിൽ ഒരു പ്രാർത്ഥന, ഒരു ബ്ലെസ്സിങ് പ്രയർ അയക്കുവാനും ആഗ്രഹിക്കുന്നു. അതൊക്കെ ലഭിക്കുവാൻ വേണ്ടി നിങ്ങളുടെ ഗ്രൂപ്പിൽ പങ്കുചേരുക. അപ്പോൾ അതിൻ്റെ ഇല്ലെങ്കിൽ നിങ്ങൾ സ്ക്രോൾ ചെയ്ത് പോകുന്ന നമ്പറിലേക്ക് അയക്കുക. നിങ്ങൾക്ക് എല്ലാവർക്കും ആർക്കൊക്കെ ഗ്രൂപ്പിൻ്റെ ലിങ്ക് കിട്ടിയായിരുന്നു? ഗ്രൂപ്പിന്റെ ലിങ്ക് ജോയിൻ ചെയ്തായിരുന്നു? ബ്രദറെ കിട്ടിയില്ലായിരുന്നേ. ഓക്കെ, ഒരു നിമിഷം. ഞാനിപ്പോൾ ഈ സൂമിൽ പങ്കുചേരുന്നവരുണ്ടെങ്കിൽ ഞാൻ ഇപ്പൊ തന്നെ ഇതിൻ്റെ അകത്ത് ലിങ്ക് ഇടാം. അങ്ങനെയെങ്കിൽ ഞാനിപ്പോൾ ഒരു ലിങ്ക് നിങ്ങൾക്ക് അതിൻ്റെ അകത്ത് അയക്കാം. ഒരു സെക്കൻഡ്. നിങ്ങൾക്ക് ഈ സമയത്ത് സാക്ഷ്യമുള്ളവരുണ്ടെങ്കിൽ, നിങ്ങൾക്ക് ആർക്കെങ്കിലും ഉള്ളവർ മ്യൂട്ട് മാറ്റിയിട്ട് ഉള്ളവരാരെങ്കിലും ഉണ്ടെങ്കിൽ സാക്ഷ്യം പറഞ്ഞോണം. ഞാൻ നിങ്ങൾക്ക് വേണ്ടി ഈ നിമിഷം ആ ലിങ്ക് അയക്കുമ്പോൾ നിങ്ങൾക്ക് അത് കാണാൻ പറ്റും. ഇപ്പം തന്നെ നിങ്ങൾക്ക് ലൈവിൽ അത് ജോയിൻ ചെയ്യാൻ പറ്റും. ആ ഗ്രൂപ്പിലോട്ട് ആരെങ്കിലും ഉണ്ടോ സാക്ഷ്യം പറയാനുള്ളവരുണ്ടെങ്കിൽ പറഞ്ഞു. ഹലോ ബ്രദറെ. പറഞ്ഞു. ഞാൻ ബ്രദറിന് മെസ്സേജ് അയച്ചായിരുന്നു. എൻ്റെ അച്ഛൻ ഹോസ്പിറ്റൽ. സിസ്റ്റർ മ്യൂട്ടായി പോകുന്നോട് പെട്ടെന്ന് പറഞ്ഞു. ഹലോ. പെട്ടെന്ന് പനി വന്നിട്ട് ഷുഗർ ഡൗൺ ആയിട്ടാണ് അച്ഛൻ ഹോസ്പിറ്റലായത്. അപ്പൊ അച്ഛൻ ഹോസ്പിറ്റലായ ആ ടൈം മുതൽ ഞാൻ കർത്താവിന്റെ അടിപ്പിണരാൽ അച്ഛനെ പൂർണ്ണ സൗഖ്യമാക്കണം എന്ന് പറഞ്ഞിട്ട് വചനം ഇങ്ങനെ പറഞ്ഞുകൊണ്ടേ നിൽക്കുന്നുണ്ടായിരുന്നു. അപ്പം ഹോസ്പിറ്റലിൽ പെട്ടെന്ന് എന്തോ ശരിക്കും ആള് മരിച്ചു പോകേണ്ടതായിരുന്നു. ഷുഗർ ഡൗൺ ആയിട്ട് ആൾക്ക് ഷിവറിങ് ആയിരുന്നു. പക്ഷെ ആള് അതൊന്നും പറഞ്ഞില്ല. ഞങ്ങള് വീടിന്റെ അടുത്തുള്ള ചേട്ടൻ റോട്ടിൽ കൂടെ പോകുമ്പോ ഈ വിറയല് കണ്ടിട്ട് അപ്പൊ തന്നെ ഇതെന്തോ ഇഷ്യൂ ആന്ന് പറഞ്ഞിട്ട് അപ്പൊ തന്നെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയപ്പോഴാണ് ഷുഗർ 50% കുറഞ്ഞതെന്നുള്ളത് അറിയുന്നത്. പിന്നെ അവിടെ ചെന്നപ്പോ ക്രിയാറ്റിനൊക്കെ കൂടി. അപ്പം ഞാൻ പിന്നെ 24 മണിക്കൂർ എനിക്ക് ഓർമ്മ നിൽക്കുന്ന സമയത്തൊക്കെ ഞാൻ ഈ കർത്താവിന്റെ അടിപ്പിണരാൽ പൂർണ്ണ സൗഖ്യം വേണമെന്നുള്ള വചനം ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരുന്നു. അപ്പൊ പിന്നെ ഷുഗറൊക്കെ നോർമലായി. ഇടയ്ക്ക് പിന്നെ ഡോക്ടർ പറഞ്ഞു വീണ്ടും ടെമ്പറേച്ചർ കൂടി, കാലിന് ഇൻഫെക്ഷൻ ആയി. അപ്പൊ എനിക്ക് ഭയങ്കരമായിട്ടൊരു ലോ ഫീൽ ആയിപ്പോയി. പെട്ടെന്ന് എന്താ ചെയ്യേണ്ട, വചനം ഒന്നും പറയാൻ പറ്റാണ്ട് പെട്ടെന്ന് ആകെ ഒരു സ്റ്റക്കായി പോയ പോലെ ആയി. അപ്പോഴെന്തോ ഭാഗ്യം. അപ്പൊ ബ്രദർ ഓൺലൈനിൽ ഉണ്ടായിരുന്നു. ബ്രദറിന് മെസ്സേജ് അയച്ചു. അപ്പൊ ബ്രദർ പ്രാർത്ഥന എനിക്ക് വോയിസ് ആയിട്ട് തന്നെ തിരിച്ചയച്ചു. ആ പ്രാർത്ഥന കേട്ടപ്പോ വീണ്ടും എനിക്ക് എനർജി കിട്ടിയ പോലെയായി. ഞാൻ വീണ്ടും വചനം, ഭയങ്കര ഒരു ആത്മവിശ്വാസം, ധൈര്യം വന്നു. വീണ്ടും ഞാൻ വചനം പറഞ്ഞു. ഇന്ന് അച്ഛൻ ഡിസ്ചാർജ് ആയി. ഷുഗർ ഇപ്പം നോർമലിലാണ്. ക്രിയാറ്റിൻ പക്ഷെ കൂടുതലായിട്ട് തന്നെയാണ് നിൽക്കുന്നത്. 3.2 ഉണ്ട്. ഇൻഫെക്ഷനും ഉണ്ട്, അതിന് ആന്റിബയോട്ടിക് ഉണ്ട്. പക്ഷെ ഞാൻ പൂർണ്ണമായിട്ട് ഞാൻ വിശ്വസിക്കുന്നു. ഞാൻ ഈ സൂമിൽ തന്നെ ഞാൻ സാക്ഷ്യവും പറയും. ഞാൻ വചനം പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അച്ഛന്റെ ക്രിയാറ്റിനും കുറയും, ഇൻഫെക്ഷൻ മാറിയിട്ട് പൂർണ്ണ സൗഖ്യം അച്ഛനുണ്ടാവും എന്നുള്ള പൂർണ്ണ വിശ്വാസം എനിക്കുണ്ട്. ആമേൻ. നന്ദി കർത്താവ്. ഇന്ന് പ്രിയസ്റ്റ് പറഞ്ഞ പോലെ തന്നെ ഹോസ്പിറ്റലിലായിരുന്നു. കർത്താവിന് കൃപയാൽ മടുത്തു പോയെങ്കിലും വീണ്ടും വിശ്വാസം പറയുവാനും ഇന്ന് അത് ഡിസ്ചാർജ് കാണുവാനും കർത്താവ് ഇടയാക്കി. ഇത് മാത്രമല്ല, ഇനി മുന്നോട്ട് കംപ്ലീറ്റ് പൂർണ്ണ സൗഖ്യം, പുതിയ അവയവങ്ങൾ സൃഷ്ടിക്കപ്പെട്ട സാക്ഷ്യങ്ങൾ നിങ്ങൾ കേൾക്കാൻ ഇടയായിത്തീരും. കർത്താവ് അങ്ങനെ ചെയ്യുന്നതിന് നന്ദി. യേശുവിൻ്റെ നാമത്തിൽ തന്നെ ആമേൻ. ഞാൻ നിങ്ങൾക്ക് ഇപ്പോൾ എല്ലാവർക്കും എൻ്റെ പേരിലുള്ള ആ ഒരു പേരിൽ ഞാൻ ലിങ്ക് അയച്ചിട്ടുണ്ട്. എല്ലാവർക്കും ആ ലിങ്ക് കിട്ടിയായിരുന്നോ? നോക്കിക്കേ, എല്ലാവരും നോക്കി. ഓക്കെ, അത് നിങ്ങൾ ആയിട്ടുള്ള എല്ലാവരും ജോയിൻ ചെയ്യുക. അപ്പോൾ അതിൻ്റെ അകത്തായിരിക്കും നമ്മുടെ ഇനി ലിങ്കുകളൊക്കെ വരുന്നത്, പ്രെയർ ലിങ്കുകളൊക്കെ വരുന്നത് അതിലായിരിക്കും. അപ്പോൾ ഞാൻ എന്തെങ്കിലും പ്രാർത്ഥനകൾ വ്യത്യാസം ഉണ്ടെങ്കിൽ നമുക്ക് അറിയാൻ പറ്റും. നമുക്ക് ഡീറ്റെയിൽസുകൾ, ടൈമിംഗ് വ്യത്യാസം ഉണ്ടെങ്കിൽ ഇനി ഏതൊക്കെയാണ് ചേഞ്ചൊക്കെ നമുക്ക് ആ ഗ്രൂപ്പിലായിരിക്കും വരുന്നത്. അപ്പോൾ അതിൽ ജോയിൻ ആകുക. കർത്താവ് അനുഗ്രഹിക്കട്ടെ. മറ്റാരെങ്കിലും സാക്ഷ്യം പറയാനുണ്ടോ? ഇപ്പൊ വന്നിട്ടുണ്ട്. ഈ ഗ്രൂപ്പിൽ നമുക്ക് പ്രയർ റിക്വസ്റ്റ് അയക്കാൻ പറ്റുമോ? ഇല്ല,
ഇതിൽ പ്രയർ റിക്വസ്റ്റ് അയക്കാൻ പറ്റത്തില്ല. കാരണം പ്രയർ റിക്വസ്റ്റ് അയക്കാൻ തുടങ്ങിയുള്ള ഒരു പ്രശ്നം എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങൾക്ക് അറിയാമല്ലോ, നമ്മളിപ്പോൾ സൂമിൽ കൂടുന്ന ആൾക്കാർ മാത്രമല്ല, യൂട്യൂബിൽ നിന്നൊക്കെ ആൾ വരുമ്പോൾ അതിൻ്റെ അകത്ത് എത്ര പേര് ഉൾക്കൊള്ളുന്നത് എനിക്ക് അറിയത്തില്ല. ഇത്രയും പേര് പ്രയർ റിക്വസ്റ്റ് ഇടാൻ തുടങ്ങിയാൽ അത് നോക്കാൻ തന്നെ നമുക്ക് സമയമെടുക്കും. അത് പിന്നെ നമുക്കറിയാലോ, അതിങ്ങനെ സ്ക്രോൾ ചെയ്ത് നോക്കിക്കൊണ്ടിരിക്കും. അതിലും നല്ലത് നിങ്ങൾക്ക് പേഴ്സണലായിട്ട് എനിക്ക് അയക്കുന്നതാണ്. ഇത് നമ്മൾ ഇടുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ പ്രയർ ലിങ്കുകളോ സമയവ്യത്യാസങ്ങളോ ഏതെങ്കിലും മാറ്റങ്ങളോ എല്ലാ ദിവസവും നമ്മൾ ഇതിൻ്റെ അകത്ത് ആഗ്രഹിക്കുന്നുണ്ട്. ഒരു ദിവസം നിങ്ങൾ എല്ലാ ദിവസവും ഒരു ബ്ലെസ് ചെയ്തൊരു വചനം പ്രാർത്ഥിച്ചയക്കുവാൻ ആഗ്രഹിക്കുന്നുണ്ട്. അതൊക്കെ തരാൻ വേണ്ടിയാണ് ഈ ഗ്രൂപ്പ്. കർത്താവ് അനുഗ്രഹിക്കട്ടെ. അപ്പോൾ നിങ്ങൾക്ക് ഇപ്പോൾ വന്നിട്ടുണ്ട്, നിങ്ങൾക്ക് എല്ലാവർക്കും ഞാൻ അയച്ചിട്ടുണ്ട്. വേണമെങ്കിൽ കോപ്പി ചെയ്ത ആൾക്കാർക്ക് എല്ലാവർക്കും ചുമ്മാ ജസ്റ്റ് ഒന്ന് അയച്ച് ഇതിനകത്ത് തന്നെ കൊടുത്തുകൊണ്ടിരിക്കുക. നിങ്ങൾക്ക് എല്ലാവർക്കും ഈ ഗ്രൂപ്പിൽ ഇത് ഷെയർ ചെയ്ത് കൊടുക്കാം. ഇതാകുമ്പോൾ നിങ്ങൾക്കൊരു ഗുണമെന്ന് വെച്ചാൽ പ്രയർ ലിങ്കുകൾ ഷെയർ ചെയ്യുന്നതിനേക്കാൾ നല്ലതാണ് ഈ ഗ്രൂപ്പിലോട്ട് വരുന്നത്. മറ്റാരെങ്കിലും സാക്ഷ്യമുണ്ടോ? പറഞ്ഞു സാക്ഷ്യമുള്ളവർ പറഞ്ഞു. ഞാനൊരു സാക്ഷ്യം പറയാനുണ്ട്. തീർച്ചയായിട്ടും ഒരു മിനിറ്റ് പറയാൻ ആളുകൾ നിങ്ങൾ ഇങ്ങനെ ഇപ്പോൾ ഒരാൾ പറയുമ്പോൾ മറ്റേ ആള് ഒന്ന് ശബ്ദം കുറയ്ക്കുക. പറഞ്ഞു സാക്ഷ്യം പറഞ്ഞു. ഞാൻ കഴിഞ്ഞ ദിവസം ഞാൻ പാസ്റ്റർ പറഞ്ഞിരുന്നായിരുന്നു, എന്റെ ഹോസ്പിറ്റലിൽ ഒരു കുവൈറ്റി സ്ത്രീ വന്നിരുന്നു. 4 വർഷമായിട്ട് കുട്ടികളില്ലാതെ. അപ്പൊ ഞാൻ ബ്ലഡ് എടുത്തുകൊണ്ടിരുന്നപ്പോ എന്നെ കരയുമായിരുന്നു. അപ്പം ഞാൻ എന്താ ചോദിച്ചപ്പം ഇന്നത് കാര്യമൊക്കെ പറഞ്ഞു. ഞാൻ ഉടനെ അപ്പൊ പ്രാർത്ഥിച്ചു. ഞാൻ ബൈബിളിലെ എന്നോട് പറഞ്ഞു, ഞാൻ ഇത്ര വർഷമായി ഇനി എനിക്ക് കുട്ടികൾ ഉണ്ടാകത്തില്ല എന്നൊക്കെ പറഞ്ഞു. ഞാൻ പറഞ്ഞില്ല, ഞാനൊരു ക്രിസ്ത്യനാണ്. എന്റെ ബൈബിളിൽ പറയുന്നത് സാറായി അബ്രഹാമിനെ കുറിച്ച് ഞാൻ പറഞ്ഞു. 90 വയസ്സായപ്പോൾ സാറായിക്ക് കുട്ടികളെ കൊടുത്തത്, കുഞ്ഞിനെ കൊടുത്തു. അതുകൊണ്ട് അങ്ങനെ ഭാരപ്പെടേണ്ട എന്ന് പറഞ്ഞ് ഞാൻ പ്രാർത്ഥിച്ചു. അതുപോലെ വയറ്റത്ത് കൈവച്ച് പ്രാർത്ഥിക്കുകയും ചെയ്തു. അങ്ങനെ ചെയ്യാൻ പുള്ളിക്കാരി അനുവദിച്ചു. എനിവേ റിസൾട്ട് വന്നപ്പോൾ പോസിറ്റീവ് ആയിരുന്നു. ഞാൻ ബ്രദറിന് മെസ്സേജ് ഇട്ടിരുന്നു പ്രാർത്ഥിക്കണേ എന്ന് പറഞ്ഞ്. പുള്ളിക്കാരി വളരെ സന്തോഷമായിട്ടിരിക്കുന്നു. എനിക്ക് മെസ്സേജ് ഇട്ടു. പ്രതീക്ഷിച്ചില്ല. എല്ലാ മാസവും വന്നിങ്ങനെ ചെക്ക് ചെയ്യും. ഇപ്പൊ 4 വർഷമായിട്ട് കുട്ടികളില്ലാതെ ഭാരപ്പെടുമായിരുന്നു. അങ്ങനെ ഒരു വലിയ അത്ഭുതം കുവൈറ്റി സ്ത്രീക്ക് ദൈവം കൊടുത്തു. അവൾക്ക് പ്രാർത്ഥിക്കാൻ ദൈവം കൃപ തന്നു. അതുകൊണ്ട് അന്ന് സുനു എന്ന് പറഞ്ഞ ഒരു മകന് വേണ്ടി, സുനുവിന്റെ മകന് വേണ്ടി എന്ന് പറഞ്ഞത് എന്റെ ഒരു ഫ്രണ്ടാണ് സുനു. ആ മോന് അവന്റെ ഈ ബൈക്കില് നടക്കുമ്പോ അവൻ എന്തോ ഒരു ബുദ്ധിമുട്ടുണ്ട്. അവനിപ്പോ നേഴ്സിങ്ങിന് പഠിക്കുക. കുറച്ചു നാളായിട്ട് അങ്ങനെ ഭാരപ്പെട്ടുകൊണ്ടിരിക്കുക മോന്. അശ്വിൻ പേര്. ഓക്കെ, തീർച്ചയായിട്ടും കർത്താവ് വെളിപ്പെടുത്തിയതാണ്. എനിക്കറിയത്തില്ല ആ പേര്. സുനു എന്നുള്ള വ്യക്തിയുടെ മകനെ കർത്താവ്. അപ്പോൾ ആ സഹോദരിയോട് ഇത് കേൾപ്പിക്കണം കഴിയുമെങ്കിൽ. എന്നിട്ട് ആ സഹോദരി പറയണം, കർത്താവ് നിങ്ങളുടെ മകനെ തൊടാൻ പോകും. അപ്പോൾ സിസ്റ്റർ പറഞ്ഞല്ലേ, ഇപ്പം എനിക്കറിയത്തില്ല മകൻ എന്നാ ബുദ്ധിമുട്ടാകുന്ന ആരാ സുനു എന്ന് എനിക്കറിയത്തില്ല. പക്ഷെ കർത്താവോട് പറഞ്ഞു സുനുവിന്റെ മകനെ ദൈവം തൊടാൻ പോവാണ്. അപ്പോൾ ആ സഹോദരി പറയണം, കർത്താവ് മകനെ സൗഖ്യമാക്കും. കർത്താവിനോട് ചേർന്ന് നിൽക്കുക, ദൈവം പിടിപ്പിക്കും. അത് മാത്രമല്ല സിസ്റ്റർ എന്ന് പറഞ്ഞ സാക്ഷ്യം വലുതാണ്. കുവൈറ്റി സ്ത്രീ എന്ന് പറഞ്ഞാൽ അറബ് സ്ത്രീ അല്ലേ? ആ അറബ് സ്ത്രീയോട് അവർക്ക് 4 വർഷമായിട്ട് തലമുറയില്ലായിരുന്നു. പക്ഷേ കർത്താവിന്റെ നാമത്തിൽ വിശ്വാസത്താൽ സിസ്റ്റർ ചുമ്മാ പറയുകയല്ല, പറഞ്ഞു സാറയുടെ ഉദരം തുറന്ന ദൈവം. ഒന്ന് ശ്രദ്ധിച്ചു നോക്കി, കൈവച്ചു പ്രാർത്ഥിച്ചു. നിങ്ങൾ ഇതുപോലെ ബലപ്പെടണം. ഞാൻ പറഞ്ഞില്ലേ, നമ്മുടെ അകത്തിരിക്കുന്ന ദൈവവചനത്തിന്റെ ശക്തി ചെറുതല്ല. നമ്മൾ ഉപയോഗിക്കുമ്പോഴാണ് നമുക്ക് മനസ്സിലാകുന്നത് ഇത്രയും ശക്തി എൻ്റെ അകത്തുണ്ടോ. പലപ്പോഴും നമ്മുടെ കുഴപ്പം നമ്മൾ വചനം കേൾക്കും പക്ഷെ ഉപയോഗിക്കുന്നില്ല. സിസ്റ്റർ ഇന്ന് കൈവച്ചു പ്രാർത്ഥിച്ചു. 4 വർഷമായിട്ട് തുറക്കാത്ത ആ ഉദരം തുറന്ന് കർത്താവ് ഒരു തലമുറ അവിടെ ഉരുവാക്കി. ഈ ദിവസങ്ങളിൽ ഇനിയും പ്രാർത്ഥിക്കുക. നമ്മൾ ഒരു കാര്യം ചെയ്യുമ്പോൾ ഇനി സിസ്റ്റർ പ്രാർത്ഥിക്കും, ഇനി അതേ അനേക ഉദരം തുറക്കുവാനിടയായി തീരും. ഒരു മിറക്കിൾ ആരംഭിച്ചാൽ നമ്മളിലൂടെ ഇനിയും പ്രവർത്തികൾ തുടങ്ങും. കർത്താവ് അനുഗ്രഹിക്കട്ടെ. ഇനിയും അനേകർക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ കൃപ നിറയട്ടെ, യേശുവിന്റെ നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ. മറ്റാരെങ്കിലും ഉണ്ടോ സാക്ഷ്യം? പറഞ്ഞു പറഞ്ഞു. ബ്രദറെ, ഇവിടെ മ്യൂട്ടായിപ്പോയി, സോറി. പറഞ്ഞു, ഓപ്പൺ ചെയ്തു. ഇന്നലെ വൈകുന്നേരം കൊച്ചിന് ശ്വാസം മുട്ടുണ്ടായിരുന്നു. അപ്പം അവള് ഒരു ഗുളിക കൊടുക്കുകയാണ്. അപ്പൊ പകുതി കൊടുക്കാനാണ് ഡോക്ടർ പറഞ്ഞത്. അപ്പൊ അവള് അത് ഒരു ഗുളിക മൊത്തം കഴിച്ചു. അപ്പൊ രാത്രി 12 മണി കഴിഞ്ഞപ്പോഴാണ് കഴിച്ചത്. 1 മണിയായപ്പോൾ അവൾക്ക് അവള് ശരീരം മൊത്തം വിറയ്ക്കാൻ തുടങ്ങിയെന്ന് പറഞ്ഞു. പക്ഷെ ഞങ്ങൾ വിളിച്ചു നോക്കിയിട്ടൊന്നും അവൾക്ക് ഭയങ്കര ഹാർട്ട് ബീറ്റൊക്കെ കൂടി. അപ്പൊ ഞങ്ങൾക്ക് ഹോസ്പിറ്റലിൽ പോകണമെന്ന് പറഞ്ഞ് ഇരിക്കുകയായിരുന്നു. ഞാൻ ഇങ്ങനെ കൈ വെച്ചിട്ട് പ്രാർത്ഥിച്ചു പറഞ്ഞു, മാരകമായ ഒന്ന് കഴിച്ചാൽ ഒരു ബാധ ഉണ്ടാകത്ത് കേൾക്കത്തില്ല എന്ന അവചനം പറഞ്ഞു. ഇങ്ങനെ ഞങ്ങൾ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. കൃത്യത്തിൽ വെച്ചിറങ്ങി
രാവിലെ ആയപ്പോഴത്തേക്കും പൂർണ്ണമായിട്ട് ഒരു കുഴപ്പമുണ്ടായിരുന്നില്ല. ദൈവം ആമേൻ. അത് വലിയൊരു സാക്ഷ്യം തന്നെയാണ്. നമുക്കറിയാം പലപ്പോഴും അങ്ങനെ വരുന്ന സംഭവങ്ങൾ പലപ്പോഴും ജീവൻ വരെ നഷ്ടപ്പെടാൻ സാധ്യത ഉള്ളതാണ്. പക്ഷേ കർത്താവിന് കൃപയാൽ പ്രിയ സഹോദരൻ പറഞ്ഞതുപോലെ പെട്ടെന്നാണ് ആ വചനം, അതാണ് വചനത്തിൻ്റെ ശക്തി, നമ്മളെ ഓർമ്മപ്പെടുത്തും. ഒരു ദോഷവും നിനക്ക് വരുത്തത്തില്ല എന്ന വചനം പെട്ടെന്ന് എന്ത് ചെയ്തു, എടുത്തു ഓർത്തു, കൈവച്ച് പ്രാർത്ഥിച്ചു, സ്വസ്ഥമായി കടന്നുറങ്ങി. നേരം വെളുത്തപ്പോൾ ഒരു കുഴപ്പമില്ലാതെ കർത്താവ് കുഞ്ഞിനെ വിടുവിച്ചു. കർത്താവ് തക്ക സമയത്ത് പ്രാർത്ഥിക്കുവാൻ ആ വചനത്തിൽ ഉറപ്പും ദൈവം കൊടുത്തതിന് നന്ദി, യേശുവിൻ്റെ നാമത്തിൽ തന്നെ. ആമേൻ. ഒരു സാക്ഷ്യങ്ങളുണ്ട്. പറഞ്ഞു തീർച്ചയായും. ബിടെക്കിന് പഠിക്കുകയായിരുന്നു. അപ്പൊ അവന് ഈ സമയത്ത് പരീക്ഷയായിരുന്നു. അപ്പം ഞങ്ങൾ എന്നും പറഞ്ഞു കൊടുത്തു, എന്നെ ശക്തനാക്കി ഞാൻ മതിയാന്ന് പറഞ്ഞ് പ്രാർത്ഥിച്ചിട്ട് പരീക്ഷ എഴുതാൻ അവൻ ഈ പരീക്ഷ എല്ലാം നല്ല മാർക്കോടെ വിജയിക്കാനും പറ്റി. ദൈവം ആമേൻ. നന്ദി കർത്താവെ. കുഞ്ഞുങ്ങളോട് കർത്താവിന് കൃപയാൽ സഹോദരൻ പറഞ്ഞു കൊടുത്തു, എന്നെ ശക്തനാക്കുന്ന യേശു മുഖാന്തരം നിനക്ക് ജയിക്കാൻ പറ്റുമെന്ന് പറഞ്ഞു കൊടുത്തു. മകൻ ആ വചനം ഉപയോഗിച്ചു, ഉന്നതമായ ജയമെടുക്കുവാൻ കർത്താവ് സഹായിച്ചു. ആ വചനത്തിനും പ്രാർത്ഥനയ്ക്കും ബലത്തിനും നന്ദി, യേശുവിൻ്റെ നാമത്തിൽ തന്നെ. ആമേൻ. ബ്രദറെ, ഞാനൊരു ഇത് പറയാൻ, ഞാൻ സാക്ഷ്യം പറയാനായിരുന്നു. എൻ്റെ മോന് ജോലി ചെയ്തുകൊണ്ടിരുന്ന അവരുടെ കമ്പനിയിൽ നിന്ന് ലാപ്ടോപ്പ് കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഒരു ദിവസം അവനത് ജോലി ചെയ്യാൻ വേണ്ടി എടുത്തപ്പോൾ അത് വർക്ക് ആകുന്നില്ല. അന്നേരം മോൻ അത് കമ്പനിയിലോട് പറഞ്ഞു. അപ്പോൾ അവർ പറഞ്ഞു, നിന്റെ കൈ കൊണ്ടുള്ള മിസ്റ്റേക്കോ, മഴ നനയോ അല്ലെങ്കിൽ നിന്റെ കൈ കൊണ്ട് ആ മിസ്റ്റേക്ക് വന്നിട്ടുണ്ടെങ്കിൽ നീ ഇതിന്റെ പൈസ നീ തരേണ്ടി വരുമെന്ന് പറഞ്ഞു. അപ്പോൾ അവൻ എന്നെ വിളിച്ചു പറഞ്ഞു, അമ്മ ഇങ്ങനെ പറയുന്നത്, പ്രാർത്ഥിക്കണം. അപ്പോൾ ആ ലാപ്ടോപ്പിന് 2 ലക്ഷം രൂപയോളം വിലയുണ്ട്, അത് നീ തരേണ്ടി വരുമെന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ പ്രാർത്ഥിച്ചു, ദൈവമേ നീ എന്നെ ഇവിടെ ഈ ഗ്രൂപ്പിനകത്ത് എനിക്കൊരു സാക്ഷ്യം പറയാൻ നീ ഇടയാക്കണേ. അവന്റെ കൈ കൊണ്ടുള്ള മിസ്റ്റേക്ക് ഒന്നും ഒരിക്കലും ആവരുത്, ഒരു അനർത്ഥവും ഞങ്ങൾക്ക് സംഭവിക്കരുത്. കാരണം നമുക്ക് അത്രയും പൈസയൊന്നും കൊടുക്കാൻ പെട്ടെന്നൊന്നും പറ്റത്തില്ല. ഞാൻ കയറിയ അന്ന് തൊട്ട് ഞാൻ പ്രാർത്ഥിച്ചു. പക്ഷെ കഴിഞ്ഞ ദിവസം അവരത് ശരിയാക്കി കൊടുത്തു. അവന്റെ കൈ കൊണ്ട് ഒരു ഉള്ള മിസ്റ്റേക്ക് ഒന്നും അല്ല എന്ന് പറഞ്ഞു. അവനെ വിളിച്ചത് കൊടുത്തു. ദൈവത്തിന് നന്ദി പറയുന്നു. 1000 സ്തോത്രം പറയുന്നു. ആമേൻ. നന്ദി കർത്താവ്. ഇന്ന് കർത്താവിൻ്റെ കൃപയാൽ പ്രിയാൻ്റെ പറഞ്ഞുകൊണ്ട് തന്നെ നമുക്ക് നഷ്ടപ്പെട്ടു പോകേണ്ടതാണ് നന്മ, പണം എന്ന കർത്താവിൻ്റെ കൃപയാൽ പ്രാർത്ഥിച്ചു. കർത്താവ് അത് അത്ഭുതമാക്കി തന്നെ, സമാധാനമാക്കി തന്നെ കർത്താവ് മാറ്റാനിടയാക്കി തീർന്നു, യേശുവിൻ്റെ നാമത്തിൽ തന്നെ. ആമേൻ. നന്ദി കർത്താവേ. മറ്റാരെങ്കിലും ഉണ്ടോ? ഒരു സാക്ഷ്യമുണ്ട്. പറഞ്ഞു. ഞാൻ ബ്രദറിന്റെ ഈ മെസ്സേജുകൾ ചില ആഴ്ചകളായിട്ട് കേൾക്കുന്നുണ്ടായിരുന്നു. അപ്പൊ അന്ന് മുതൽ ഈ സൗഖ്യത്തെ കുറിച്ചുള്ളതായ മെസ്സേജുകൾ കേൾക്കുമ്പോൾ അപ്പോൾ ഞാൻ ഇങ്ങനെ എന്റെ ഹൃദയത്തിൽ ഇങ്ങനെ ആഗ്രഹമുണ്ട്, ഒരു രോഗിയെ കിട്ടിയിരുന്നെങ്കിൽ സൗഖ്യമാക്കാമായിരുന്നു എന്നുള്ളത്. അങ്ങനെ എന്റെ അയൽവക്കത്തൊരു ഒരാൾക്ക് ഇങ്ങനെ സുഖമില്ലാതെ വന്ന് ഹോസ്പിറ്റലായി. അദ്ദേഹം ലിറ്റിൽ ഫ്ലവർ ഹോസ്പിറ്റലിൽ അവിടെ ചെന്ന് ഞാൻ അദ്ദേഹത്തിന് വേണ്ടി പ്രാർത്ഥിച്ച് പോന്നു കഴിഞ്ഞപ്പോൾ ഞാൻ വീണ്ടും അന്വേഷിച്ചുകൊണ്ടിരുന്നപ്പോൾ 2 ദിവസം കഴിഞ്ഞ് പറഞ്ഞ അദ്ദേഹത്തെ അവിടെ നിന്ന് വാർഡിൽ നിന്ന് ICUലേക്ക് മാറ്റി. അപ്പോൾ എനിക്ക് വല്ലാത്തൊരു പ്രയാസമായി. ഞാൻ വീണ്ടും പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. അങ്ങനെ ഇരുന്നപ്പോൾ പിന്നീട് അല്പം സൗഖ്യമായെന്നും വാർഡിലേക്ക് വീണ്ടും മാറ്റിയെന്നൊക്കെ എനിക്കറിയാതെ. അങ്ങനെ കഴിഞ്ഞ ഇന്നലെ ഇതുപോലെ ബ്രദറെ മ്യൂട്ടായിപ്പോയി. സോറി, ഞാൻ ഇവിടെ നിന്ന് മ്യൂട്ടായിപ്പോയതാണേ. ഒന്ന് ഓപ്പൺ ചെയ്യാമോ? പറഞ്ഞു ഇവിടുന്ന് മ്യൂട്ടായിപ്പോയതാണ്. ഞാൻ 2 ദിവസം മുമ്പ് ഇങ്ങനെ എന്റെ വീട്ടിൽ നിന്ന് ഞാൻ അങ്കമാലില താമസിക്കുന്നത്. എന്റെ വീട്ടിൽ നിന്ന് എനിക്ക് ഇങ്ങനെ കോൾ വന്നു, അമ്മയ്ക്ക് സുഖമില്ല, വളരെ സീരിയസ് ആണ്, പെട്ടെന്ന് വരണമെന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ അവിടെ ചെന്നു. അവിടെ അമ്മയ്ക്ക് ഇങ്ങനെ ഫുഡ് ഇൻഫെക്ഷൻ ആയിട്ട് ഹോസ്പിറ്റൽ അഡ്മിറ്റ് ആയി. വളരെ ഡയറിയും ആയിട്ടും അതുപോലെ തന്നെ വോമിറ്റിംഗ് ഒക്കെ ആയിരുന്നു. എന്നാൽ ഞാൻ ഇവിടെ വെച്ച് ഇവിടുന്ന് തന്നെ പ്രാർത്ഥിച്ചുകൊണ്ടാണ് പോയത്. കർത്താവിന്റെ നാമത്തില് വചനങ്ങൾ തന്നെ പറഞ്ഞ് ഞാൻ സൗഖ്യമാകുവാൻ വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. അവിടെ ചെന്ന് അമ്മയുടെ ശരീരത്തിൽ കൈവച്ച് പ്രാർത്ഥിച്ചു. അമ്മയ്ക്ക് ഇപ്പോൾ പൂർണ്ണമായിട്ട് സൗഖ്യം വന്നു. ഇന്ന് ഞാൻ അവിടെ നിന്ന് തിരിച്ച് അങ്കമാലിയിലേക്ക് പോന്നു. കാരണം എനിക്ക് ഇതിന്റെ മേലെ ഒരു വിടുതലുണ്ടെന്നുള്ളതായ എനിക്ക് സാക്ഷ്യം പറയണം എനിക്കത്. കാരണം സാക്ഷ്യം എനിക്ക് അറിയണം, അതാണ് എനിക്ക്. കാരണം അതിന് ഉറപ്പും ധൈര്യവും എനിക്ക് കർത്താവ് തരണമെന്ന് ഞാൻ കർത്താവിനോട് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. കർത്താവ് എത്രത്തോളം സൗഖ്യം തന്നതോർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. സ്തോത്രത്തിന് തുടർന്നും എനിക്ക് അത് അനവരോട് സുവിശേഷം പറയുവാനൊക്കെ കർത്താവ് കൃപയിടയ്ക്കൊക്കെ തരാറുണ്ട്. പലരെയും കാണുവാനും അവരോട് സംസാരിക്കുവാനൊക്കെ. തുടർന്നുള്ള കാലങ്ങളിൽ ദൈവത്തിന്റെ വചനത്തിൽ ഉറച്ചു നിന്നുകൊണ്ട് എനിക്ക് ഇപ്പോൾ ബ്രദറിൽ നിന്നുള്ളതായ വചനങ്ങൾ കേട്ടപ്പോഴാണ് സത്യത്തില് വചനത്തിൻ്റെതായ സത്യം മനസ്സിലാക്കുവാനും അതിന്റെ ശക്തി മനസ്സിലാക്കുവാനും അതിൽ എങ്ങനെ പ്രയോഗിക്കണം എന്നുള്ളത് ഹല്ലേലൂയ
ഇങ്ങനെയുള്ളതായ കാര്യങ്ങൾ എനിക്ക് മനസ്സിലാക്കുവാൻ സാധിച്ചത്. തുടർന്നുള്ളതായ ജീവിതത്തിലെ വളരെ കഷ്ടപ്പെടുന്ന പ്രയാസങ്ങളൊക്കെ ജീവിതത്തിൽ കടന്നു വരുന്നുണ്ടെങ്കിലും ദൈവത്തിന്റെ വചനം സംസാരിക്കുകയും ദൈവത്തിന്റെ വചനം മറ്റുള്ളവർക്ക് സൗഖ്യം കൽപ്പിക്കുകയും ചെയ്യുമ്പോൾ എനിക്ക് ഒത്തിരി ആശ്വാസവും സമാധാനം വരാറുണ്ട്. ദൈവം ഈ കാര്യത്തിൽ ധാരാളം അവിടെ അനുഗ്രഹിക്കുവാൻ തക്കണം ബ്രദറിന്റെ പ്രാർത്ഥനയെ ചോദിച്ചുകൊണ്ട് ഞാൻ സാക്ഷ്യത്തിൽ നിന്ന് ആമേൻ. പ്രിയ ബ്രദർ പറഞ്ഞ വലിയൊരു സാക്ഷ്യം തന്നെയാണ്. നമ്മുടെ രോഗസൗഖ്യത്തെ പറ്റിയുള്ള വചനങ്ങൾ കേട്ടപ്പോൾ അദ്ദേഹത്തിൻ്റെ അകത്തൊരു ചിന്തയുണ്ടായി, എനിക്കും രോഗികളെ എന്ത് നല്ലൊരു ചിന്ത കേട്ടോ. എനിക്കും ആദ്യം ഉണ്ടായ ചിന്ത ഏതാ, എനിക്ക് ഈ വചനം വായിക്കാൻ തുടങ്ങിയപ്പം എങ്ങനെയാണ് ഒരു വ്യക്തിയിലേക്ക് രോഗസൗഖ്യങ്ങൾ ഉണ്ടാകേണ്ടത്, നമ്മുടെ കരത്തിലൂടെയും കർത്താവ് പ്രവർത്തിക്കും എന്നുള്ള വചനം കിട്ടിയപ്പോൾ എൻ്റെ ആഗ്രഹം, കർത്താവേ, അന്ന് ഞാൻ തിരഞ്ഞെടുത്തൊരു വഴി എന്ന് പറഞ്ഞാൽ കോട്ടയം മെഡിക്കൽ കോളേജ് ആയിരുന്നു. കോട്ടയം മെഡിക്കൽ കോളേജിലൊക്കെ പോയി ഇങ്ങനെ പ്രാർത്ഥിക്കുമായിരുന്നു, കിട്ടുന്ന രോഗികൾക്കെല്ലാം വേണ്ടി പ്രാർത്ഥിക്കുമായിരുന്നു. കാര്യം വചനം പറയുന്നതൊന്ന് കാണാൻ ഒരു ആഗ്രഹം. പ്രിയ സഹോദരൻ പറഞ്ഞതുപോലെ രോഗിക്ക് വേണ്ടി പ്രാർത്ഥിച്ചു, ഉടനെ റിപ്പോർട്ട് വന്ന് നേരെ ഐസിയിലോട്ട് മാറ്റി, ഭയം അകത്തു വന്നു, മനസ്സ് പറഞ്ഞു അയ്യോ തെറ്റായിപ്പോൾ. പക്ഷേ വീണ്ടും ആ മനുഷ്യൻ എന്ത് ചെയ്തു, തിരിച്ച് വാർഡിലോട്ട് മാറ്റി, കുഴപ്പമില്ലെന്ന് അറിയാൻ ഇടയാ തീർന്നു. അത് മാത്രമല്ല പ്രിയ മാതാവിന് ആ വിഷയം ഉണ്ടായ സമയത്തും കരം വെച്ച് അവിടെ പ്രാർത്ഥിച്ചു, വചനം പറഞ്ഞ് പ്രാർത്ഥിച്ചു, അത്ഭുതം കാണാൻ ഇടയായി തീർന്നു. അപ്പൊ ദൈവവചനം, ഞാൻ പറഞ്ഞില്ല, വചനം നമ്മളുമായിട്ട് ഇത്രയും ചേർന്ന കിടക്കുന്നത്, നമ്മൾ ഉപയോഗിക്കണം. പക്ഷെ എങ്ങനെ ഉപയോഗിക്കണം എന്ന് അറിയാത്തത് കൊണ്ടാണ് പലപ്പോഴും നമ്മുടെ പ്രാർത്ഥനകൾ കണ്ണുനീരും നിലവിളിയും ദുഃഖവും പ്രയാസവും ഒക്കെ ആയിട്ട് പോകുന്നത്. പക്ഷെ എങ്ങനെ ഉപയോഗിക്കണം നമ്മൾ മനസ്സിലാക്കിയാൽ നമ്മൾ ചിരിക്കാൻ തുടങ്ങും, നമ്മൾ അതിൽ സന്തോഷിക്കാൻ തുടങ്ങും, നമ്മൾ ആ വചനത്തെ ഉപയോഗിക്കുവാൻ തുടങ്ങും. ഒരു സഹോദരന്റെ സാക്ഷ്യം പോലെ ഇനിയും അനേകരെ വേണ്ടി പ്രാർത്ഥിക്കുവാനും അനേക രോഗികളെ സൗഖ്യമാക്കുവാനും വചനത്തിന്റെ വെളിപ്പാടുകൾ സാധിക്കട്ടെ. ആമേൻ. കർത്താവ് അനുഗ്രഹിക്കട്ടെ. മറ്റാരെങ്കിലും ഉണ്ടോ സാക്ഷ്യത്തിനായി? ലിങ്ക് കിട്ടിയില്ല പാസ്റ്ററെ. ലിങ്ക് ഞാൻ ഇപ്പൊ ലിങ്ക് കിട്ടിയില്ല പാസ്റ്ററെ. ഇപ്പം ഈ ഒരു മെസ്സേജിന്റെ അകത്ത് തന്നെ കിടപ്പുണ്ട്. ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്നും കൂടെ കോപ്പി ചെയ്ത് ആ സഹോദരിക്ക് ഒന്ന് അയച്ചു. സിസ്റ്റർ ഇപ്പൊ വന്നിട്ടുണ്ട്. നിങ്ങളുടെ ഈ ഇപ്പൊ സൂമിൽ പങ്കെടുക്കുന്ന ഒരു മിനിറ്റ്, സൂമിൽ തന്നെ നിങ്ങളുടെ മെസ്സേജ് ഓപ്പൺ ചെയ്യുക. അതിൻ്റെ അകത്ത് മെസ്സേജ് എന്നൊരു ഓപ്ഷൻ ഉണ്ട്. അതെങ്ങനെ കിടക്കുന്നത് എനിക്കറിയത്തില്ല. ഓക്കെ, ചാറ്റ് എന്ന് പറഞ്ഞ ഓപ്ഷൻ കിടപ്പുണ്ട്. അത് ഓപ്പൺ ചെയ്യുമ്പോൾ അതിൻ്റെ അകത്ത് ലിങ്ക് കിടപ്പുണ്ട്. ആ ലിങ്കിൽ ജസ്റ്റ് ക്ലിക്ക് ചെയ്താൽ നേരെ അത് വാട്സാപ്പിലെ ഗ്രൂപ്പിലോട്ടാണ് പോകുന്നത്. ഇപ്പോൾ വേണമെങ്കിൽ നിങ്ങൾക്ക് ജോയിൻ ചെയ്യാം. ആ ഗ്രൂപ്പിലോട്ട് നിങ്ങൾ പ്രവേശിക്കുക. ഇപ്പോഴും ആൾക്കാർ ലൈവായിട്ട് തന്നെ പ്രവേശിക്കുന്നുണ്ട്. ഓക്കെ, പറഞ്ഞു. ഹലോ ബ്രദർ, പറഞ്ഞു കേൾക്കുന്നുണ്ടോ? പറഞ്ഞു ബ്രദറെ. ബ്രദർ മുമ്പേ പറഞ്ഞു. ഹലോ, പറഞ്ഞു ബ്രദർ മുമ്പേ പറഞ്ഞല്ലോ, ഒരു അമ്മ വയ്യാതെ ഒരു മുറിക്കകത്ത് കിടക്കുന്നു എന്നും പറഞ്ഞു. അത് എന്റെ അമ്മയാണ്. പക്ഷെ അത് കലണ്ടർ ഇല്ല, ഈ പറയുന്ന പോലെ ഒരു വലിയൊരു ഷെൽഫുണ്ട്. അപ്പൊ ഇത് എന്റെ അമ്മ തന്നെയാണോ എന്ന് അറിയാത്തത് കൊണ്ടാണ്, കലണ്ടറിൽ അത് മറ്റാരും അത് ഏറ്റെടുക്കുമെന്ന് അറിയാത്തത് കൊണ്ടാണ് ഞാനത് ഉണ്ടാകുന്നത് ഇത്രയും നേരം. പക്ഷെ വേറെ ആരും ഏറ്റെടുത്തില്ല. ഒരു പക്ഷെ അതെന്റെ അമ്മയെ തന്നെ ആയിരിക്കാം ബ്രദർ കണ്ടതെന്ന് എനിക്ക് തോന്നുന്നു. കൈവച്ച് ബ്രദറെ പ്രാർത്ഥിച്ചോണം. ഒന്നാമത്തെ കാര്യം ഞാൻ പറഞ്ഞു, അടയാളം നമ്മൾ ശ്രദ്ധിച്ചോണം. അത് കുഴപ്പമില്ല. ഇപ്പോൾ ബ്രദർ കൈവച്ച് പ്രാർത്ഥിച്ചോണം. നമ്മൾ ഒരേ സമയം ഈ പ്രാർത്ഥന സൂമിലും ലൈവിലും പോകുന്നുണ്ട്. അപ്പോൾ പലപ്പോഴും ഞങ്ങൾ തുടക്കത്തിൽ ഞാനൊരു സാക്ഷ്യം കേൾപ്പിച്ചത് അതുകൊണ്ടാണ്. അത് യൂട്യൂബിൽ കാണുന്ന ആൾക്കാരുണ്ട്. അപ്പോൾ അവരാണ് കഴിഞ്ഞ ദിവസം പറഞ്ഞത്. അതുപോലെ ഇന്ന് ഞാൻ നോക്കിയപ്പോഴും 1-2 സാക്ഷ്യം കിടപ്പുണ്ട്. കഴിഞ്ഞ ദിവസം കേട്ട കുറേ സഹോദരങ്ങളും അവർക്ക് അവിടെ ഇടപെടുന്നവരുണ്ട്. അവിടെ ചിലപ്പോൾ അവർ ഈ ടൈമിൽ കയറുന്നവരായിരിക്കും, ലൈവിൽ കയറുന്നവരായിരിക്കും, അതിന് ശേഷം കാണുന്നവരായിരിക്കും. എങ്കിലും സഹോദരൻ അമ്മയ്ക്ക് വേണ്ടി പ്രാർത്ഥിച്ചോണം. ഈ ആലോചന ഞാൻ പറയില്ല, ആർക്കും ഏറ്റെടുക്കാം. ഇപ്പൊ ഇന്ന ആൾ ചിലപ്പോൾ അതൊരു സ്പെസിഫിക് ആയിട്ടുള്ള വ്യക്തി ഉണ്ടായിരിക്കാം, ആ വ്യക്തിക്ക് ഏറ്റെടുക്കാം. ഞാൻ പറഞ്ഞല്ലോ, യോശുവയോട് പറഞ്ഞ വചനമാണ് നമ്മൾ ഏറ്റെടുത്തുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് സഹോദരൻ കൈവച്ചോണം, അമ്മയ്ക്ക് വേണ്ടി പ്രാർത്ഥിച്ചോണം. അവിടെ നിന്ന് അത്ഭുതകരമായ വ്യത്യാസം അവിടെ ഉണ്ടാകും. ഇന്ന് പറഞ്ഞതുപോലെ യേശുവിന്റെ തിരുമുറിവിനാൽ ആരോഗ്യമുണ്ടെന്ന് പറഞ്ഞ് പ്രാർത്ഥിച്ചോണം. കർത്താവ് അത് ചെയ്യും കേട്ടോ. ധൈര്യമായിട്ട് കൈവച്ചോണം, പ്രാർത്ഥിച്ചോണം. ആമേൻ. മറ്റാരെങ്കിലും സാക്ഷ്യമുള്ളവരുണ്ടെങ്കിൽ, സാക്ഷ്യമുള്ളവരാണ്, സാക്ഷ്യമുള്ളവരും ആലോചന ഇടപെട്ടവരുണ്ടെങ്കിൽ പറഞ്ഞു. ഞാൻ ആ വിസ അടിക്കുന്ന കാര്യം പറഞ്ഞില്ലായിരുന്നോ കൊച്ചിന്റെ? അപ്പൊ ഫസ്റ്റ് ഡേ തന്നെ ഹസ്ബൻഡ് പറഞ്ഞായിരുന്നു ഇങ്ങനെ നാട്ടിൽ കിട്ടാറേ പറ്റുള്ളൂ, പ്രശ്നമാണ്, ആ ശനിയാഴ്ച തന്നെ കിട്ടേ പറ്റുള്ളൂ എന്നും പറഞ്ഞ് പ്രശ്നമായിരുന്നു. അന്നേരമാണ് ഞാൻ ആദ്യമേ തന്നെ ബ്രദറിനോട് പറഞ്ഞു. അന്നേരം ബ്രദർ പറഞ്ഞ വചനം, മനുഷ്യന്റെ ഹൃദയത്തിൽ പല വിചാരങ്ങളുണ്ട്, യഹോവയുടെ ആലോചനകൾ നിവൃത്തിയാവും, ആ വചനമായിരുന്നു പറഞ്ഞത്. അത് കണ്ടിന്യൂസ് ആയിട്ട് പറഞ്ഞുകൊണ്ടിരുന്നു കേട്ടോ. ആ പ്രശ്നം വലിയ മല പോലെ വന്നതാണ്, അതങ്ങ് ഇതായി പോയി. ഞാനിപ്പോ സന്തോഷത്തോടു കൂടിയാണ് പറയുന്നത്. എനിക്ക് ഒത്തിരി സമാധാനമുണ്ട്, സന്തോഷമുണ്ട് വചനങ്ങൾ പറയുന്നത് കൊണ്ട്. അതുപോലെ തന്നെ ബ്രദർ ഓരോ വചനങ്ങൾ പറയുന്നത് ചെറിയൊരു ക്യാപ്സൂള് നമ്മൾ കഴിക്കുന്ന പോലെയാണ് ബ്രദർ പറഞ്ഞു തരുന്നത്. ഓരോ പാസ്റ്റേഴ്സിനെ നമ്മൾ വിളിക്കാൻ നേരത്തുണ്ടല്ലോ,
അവര് ഭയങ്കര ഭീമാകാരമായ കാര്യങ്ങളിലൂടെയാണ് നിങ്ങൾ ഉപവസിക്കണം, പ്രാർത്ഥിക്കണം, അങ്ങനെ ചെയ്യണം, ഇങ്ങനെ ചെയ്യണം, നിങ്ങളുടെ ഒരുപാട് പ്രശ്നങ്ങളാണ് അവര് പറഞ്ഞു വരുന്നത്. ബ്രദറിന്റെ ഈ പ്രയറിനകത്ത് കയറിയതിൽ പിന്നെ ഡെയിലി ഒരു ദിവസം പോലും ഇത് കേൾക്കാതിരിക്കാനായിട്ട് പറ്റുന്നില്ല. ഒരുപാട് താങ്ക്സ്. ദൈവം ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ. ഒത്തിരി നന്ദി. നല്ല രീതിയിലെല്ലാം പറഞ്ഞ് പഠിപ്പിച്ച് തന്നതിന്. ആമേൻ. നന്ദി കർത്താവേ എന്ന് പ്രിയ സിസ്റ്റർ പറഞ്ഞ പോലെ തന്നെ വലിയ പ്രശ്നത്തിലായിരുന്നു സിസ്റ്റർ ആയിരുന്നത്. പ്രയർ റിക്വസ്റ്റ് ഞാൻ നോക്കിയായിരുന്നു. സിസ്റ്റർ കേട്ടതുപോലെ ആ വചനം കേട്ട് മനുഷ്യൻ്റെ ചിന്തയിൽ ഒത്തിരി ആകുലതയുണ്ട്, പക്ഷേ യഹോവയുടെ ആലോചനയെ നടക്കത്തുള്ളൂ. ഞാൻ പലപ്പോഴും പറഞ്ഞിട്ടുണ്ട്, പരിശുദ്ധാത്മാവ് നമുക്ക് ഈ വചനങ്ങളെ തുറന്നു തരുന്നത് കൊണ്ടാണ് നമുക്ക് എപ്പോഴും ഞാൻ പറഞ്ഞിട്ടുണ്ട്, ദൈവത്തിൻ്റെ ആഗ്രഹം നിങ്ങൾ ഉയരണമെന്ന്. അതുകൊണ്ടാണ് ബൈബിൾ പറഞ്ഞിരിക്കുന്നത്, ഞാൻ ഉയർച്ച തന്നെ പ്രാപിക്കും. ദൈവത്തിൻ്റെ ആഗ്രഹം നിങ്ങൾ അനുഗ്രഹിക്കപ്പെടണമെന്ന്. അതുകൊണ്ടാണ് ബൈബിൾ പറഞ്ഞിരിക്കുന്നത്, അനുഗ്രഹം അനുഭവിക്കാൻ വിളിക്കപ്പെട്ടവരെന്ന്. അപ്പോൾ ഇതിലേക്ക് എത്തിപ്പെടാനുള്ള മാർഗം ദൈവം ബൈബിളിൽ വെച്ചിട്ടുണ്ട്. പക്ഷെ ഒറ്റ നോട്ടത്തിൽ നോക്കിയാൽ അത് മനസ്സിലാകത്തില്ല. ദൈവം എന്തിനാണ് അങ്ങനെ നമ്മുടെ മുമ്പിൽ വലിയൊരു കുഴപ്പം പോലെ വെച്ചേക്കുമല്ല, നമുക്കത് കുഴഞ്ഞു കിടക്കുന്ന പോലെ തോന്നുന്നു ചോദിച്ചാൽ, പരിശുദ്ധാത്മാവ് എന്ന സഹായത്തിലൂടെ മാത്രമേ നമുക്ക് ആ വചനത്തെ വ്യാഖ്യാനിക്കാൻ കഴിയത്തുള്ളൂ. ദൈവം അങ്ങനെ അത് സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത്. അത് കുഴഞ്ഞു കിടക്കുമല്ല, ഞാൻ പലപ്പോഴും ഒരു പസില് പോലെ ചെതറിക്കിടക്കുക. അതിനെല്ലാം ചേർക്കണമെങ്കിൽ പരിശുദ്ധാത്മാവിന്റെ സഹായം വേണം. കർത്താവിൻ്റെ കൃപയാൽ പരിശുദ്ധാത്മാവ് നമ്മളെ സഹായിക്കുന്നത് കൊണ്ടാണ് നമുക്ക് ഈ വചനം കേൾക്കുമ്പോൾ സമാധാനവും സന്തോഷവും സാക്ഷിയൊക്കെ ഉണ്ടാകുന്നത്. അതുകൊണ്ട് മഹത്വം ദൈവത്തിനുള്ളതാണ്. ഇന്ന് നമുക്ക് ഓരോ ദിവസവും വചനം കേൾക്കാനും കൂട്ടായ്മ ആചരിക്കാനും ദൈവം നമ്മളെ കണ്ടതുകൊണ്ടാണ്. ദൈവം കണ്ടിരിക്കുന്നത് നിസ്സാര കാര്യത്തിനല്ല കേട്ടോ. ദൈവം കണ്ടിരിക്കുന്നത് അനേകർക്ക് നിങ്ങളെ സാക്ഷിയാക്കണം. പ്രിയ സിസ്റ്റർ പറഞ്ഞ പോലെ തന്നെ വലിയ മല പോലെയുള്ള പ്രശ്നമായിരുന്നു. അതൊക്കെയും ദൈവം എന്ത് ചെയ്തു? അത്ഭുതമാക്കി മാറ്റി. ഒറ്റ വചനം. മനുഷ്യന്റെ ചിന്തയിൽ ഒത്തിരി ഭാരങ്ങളുണ്ട്, പക്ഷെ ദൈവത്തിന്റെ ആലോചനയെ നടക്കത്തുള്ളൂ. അത് തന്നെ നടന്നു. സമാധാനം കൊടുത്തു, സ്വസ്ഥത കൊടുത്തു, ദൈവത്തിന്റെ കൃപയിൽ സാക്ഷ്യമായി തീർന്നു. നന്ദി കർത്താവേ, അങ്ങ് തൊട്ടതിന് നന്ദി. യേശുവിന്റെ നാമത്തിൽ തന്നെ ആമേൻ. മറ്റാരെങ്കിലും ഉണ്ടോ സാക്ഷ്യം? ഇതിന്റെ കൂട്ടത്തില് ഞാനൊന്ന് പറയാൻ ആഗ്രഹിക്കുന്നു. അതായത് ബ്രദർ നമ്മളോട് വചനം എപ്പോഴും പറഞ്ഞുകൊണ്ടിരിക്കണം. നമ്മൾ വചനം നമ്മൾ ഫലിക്കും എന്ന് പറയുന്നതിന് ഒരു അടിസ്ഥാനം കൂടി ഉണ്ട്. അതായത് യേശയ്യാവിന്റെ പുസ്തകം 57-ാം അധ്യായം 19-ാമത്തെ വാക്യത്തിൽ ഇപ്രകാരം അത് പറയുന്നത്, ഞാൻ അധരങ്ങളുടെ ഫലം സൃഷ്ടിക്കുമെന്ന്. ഇപ്പൊ നമ്മൾ ഈ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ നമ്മുടെ ഉള്ളിൽ അത് പ്രവർത്തിക്കുകയാണ് ചെയ്യുന്നത്. അപ്പൊ ഇത് ബ്രദർ നിങ്ങൾക്ക് ഇത്രമാത്രം ഓരോരുത്തർക്കും ഈ വചനത്തിന്റെ അർത്ഥവും അതിന്റെ ഫലവും ലഭിക്കുന്നതിന് ഓർത്ത് നന്ദി പറഞ്ഞു. ബ്രദർ അത് അത്രമാത്രം നന്നായിട്ടാണ് നിങ്ങളെ ഓരോരുത്തരെയും പഠിപ്പിക്കുകയും ചെയ്യുന്നത്. നിങ്ങളെന്നല്ല, എന്നെയും കർത്താവ് അനുഗ്രഹിച്ചതിനോർത്ത് നന്ദി പറയുന്നു. നന്ദി കർത്താവ് എന്ന് പ്രിയഭദ്ര പറഞ്ഞ പോലെ അധരങ്ങളുടെ ഫലം സൃഷ്ടിക്കുക. അപ്പോൾ നിങ്ങൾ പറയുമ്പം അത് ഉണ്ടായി വരും. അതുകൊണ്ട് തിരുവചനം പറയുന്നത് പോലെ നിങ്ങൾ ഈ ദിവസങ്ങളിൽ പറയുക. അപ്പോൾ ഈ സ്വസ്ഥത എന്ന ആ ഒരു അടയാളം നമ്മളിൽ കാണുന്നവരെ പറയണം, നിർത്തരുത്. പ്രശ്നങ്ങൾക്ക് മാറാൻ പറ്റത്തുള്ളൂ, ദൈവത്തിന് എപ്പോഴും ഓർത്തോണം, എൻ്റെ പ്രശ്നത്തിനെ മാറാൻ പറ്റത്തുള്ളൂ, ദൈവത്തിന് മാറാൻ പറ്റത്തില്ല. മലയ്ക്ക് നീങ്ങി കടലിൽ പോകാൻ പറ്റത്തുള്ളൂ, വചനത്തിന് മാറാൻ പറ്റത്തില്ല. അതിന്റെ അർത്ഥം ദൈവത്തിന് മാറാൻ പറ്റത്തില്ലേ, പിന്നെ ഞാനെതിരാണ് പേടിക്കുന്നത്. ധൈര്യത്തോടെ പറയണം, സംഭവിക്കും. കർത്താവ് അനുഗ്രഹിക്കട്ടെ. മറ്റാരെങ്കിലും ഉണ്ടോ സാക്ഷ്യം? പറഞ്ഞു ബ്രദറെ. പുലർച്ചെ എന്താ എനിക്ക് ഇടയ്ക്കിടയ്ക്ക് ടെൻഷൻ വരുന്നുണ്ട്. പെട്ടെന്ന് നമ്മൾ ഈ ഫീലിങ്സ് വീഡിയോസ് കാണുമ്പോൾ, വചനങ്ങളൊക്കെ കാണുമ്പോൾ എനിക്ക് പ്രശ്നം വരുന്നില്ല. ഫീലിങ്സ് വീഡിയോസ് കാണുമ്പോൾ ഭയങ്കര ടെൻഷൻ ഇടയ്ക്കിടയ്ക്ക് അങ്ങനെ വരലുണ്ട്. ചിലപ്പോ അങ്ങനെ മാറിപ്പോകും വിചാരിച്ചു. ഇന്നലെ എനിക്ക് തോന്നുന്നു തട്ടിപ്പോകുന്നൊക്കെ. എന്നോട് പറഞ്ഞാൽ എണീറ്റ് പ്രാർത്ഥിക്കാനേ. ഞാൻ എണീറ്റ് പ്രാർത്ഥിക്കുന്ന അത് ക്ലിയറായി. ഭയങ്കര ഉറച്ചിലായിരുന്നു. കാരണം ഒരു അരമണിക്കൂർ ഇരുന്ന് പ്രാർത്ഥിച്ചോ പിന്നെ ശരിയായി. ദൈവത്തിന് നന്ദി. ആമേൻ. നന്ദി കർത്താവ് എന്ന് പ്രിയ ബ്രദർ പറഞ്ഞ പോലെ ഭാരം ഉണ്ടായിരുന്നു. ദൈവം അതെല്ലാം എടുത്തു മാറ്റി. ദൈവം വലിയൊരു സമാധാനത്തെ കൊടുത്തതിന് നന്ദി പറയുന്നു. യേശുവിന്റെ നാമത്തിൽ തന്നെ ആമേൻ. തീർച്ചയായും പറഞ്ഞു വചനം ഞാൻ കേട്ടു. ഞാൻ വളരെ ഭാരത്തിലും പ്രയാസത്തിലും ആയിരുന്നു ഞാൻ. പക്ഷെ ഈ വചനം കേട്ട് എനിക്ക് വളരെ സമാധാനവും ആശ്വാസം കിട്ടി. ഞാൻ വല്ലാത്തൊരു അവസ്ഥയിലായിരുന്നു. എൻ്റെ കാലിലൊരു ആക്സിഡന്റ് പറ്റി ഞാൻ ഇങ്ങനെ കിടപ്പായിരുന്നു. അങ്ങനെ ഈ മീറ്റിംഗിൽ യൂട്യൂബിൽ ഞാനത് കാണുവാൻ കഴിഞ്ഞു. അങ്ങനെ ഞാൻ എപ്പോഴും ഇടയ്ക്ക് ഈ വചനം കേട്ടുകൊണ്ടേയിരുന്നു. അപ്പോൾ എനിക്ക്
കടഭാരം ഉണ്ടായിരുന്നു. എൻ്റെ മകൻ്റെ കുറച്ച് സ്വർണം പണയം വെച്ചിരുന്നു 1.25 ലക്ഷം രൂപയ്ക്ക്. അല്ലാതെ എനിക്കൊരാളിന് 50,000 രൂപ കൊടുക്കാനും ഉണ്ടായിരുന്നു. അതിലൊക്കെ ഞാൻ വളരെ ഭാരപ്പെട്ടു, വളരെ വിഷമിച്ച് ഞാൻ ഇങ്ങനെ ബ്രദർ പറഞ്ഞ ആ വചനം ഞാൻ ഇങ്ങനെ പറഞ്ഞുകൊണ്ടേയിരുന്നു. എൻ്റെ ദൈവമോ, എൻ്റെ 2 ലക്ഷം രൂപയുടെ ബാധ്യത മഹത്വത്തോടെ തൻ്റെ ധനത്തിനൊത്തവണ്ണം ക്രിസ്തുവേശുവിൽ എനിക്ക് പരിഹരിച്ച് തന്നിരിക്കുന്നുകൊണ്ട് ഞാൻ ഇങ്ങനെ പറഞ്ഞുകൊണ്ടേയിരുന്നു. 2-3 ദിവസം ഇങ്ങനെ വളരെ ഭാരത്തിലും പ്രയാസത്തിലും ഞാൻ ഇങ്ങനെ പറഞ്ഞുകൊണ്ടേയിരുന്നു. അങ്ങനെ പറഞ്ഞുകൊണ്ടിരുന്നപ്പോൾ എൻ്റെ ഭർത്താവ് ഈ ലോകത്തുനിന്ന് മാറ്റപ്പെട്ടു. 1.5 വർഷമായി. അപ്പോൾ പുള്ളി യൂണിയനിലായിരുന്നു ജോലി ചെയ്തിരുന്നത്. അപ്പോൾ ആ പുള്ളിയുടെ ജോലിക്ക് മറ്റൊരാൾ കയറാൻ വേണ്ടി ഒരു 2 ലക്ഷം രൂപ പറഞ്ഞു. 10,000 രൂപ അഡ്വാൻസ് തന്നിട്ട് 1 വർഷത്തിലധികമായി. പക്ഷെ ആ പൈസ കിട്ടുമെന്നുള്ള ഒരു ചിന്ത എനിക്കില്ലായിരുന്നു. പക്ഷെ ദൈവം ഒരു വഴി തുറക്കുമെന്നുള്ള വിശ്വാസത്തിൽ ഞാൻ ഇങ്ങനെ വചനം പറഞ്ഞുകൊണ്ടേയിരുന്നു. അപ്പം ഞാൻ ഇങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നപ്പോൾ ഒരു രാത്രി കഴിഞ്ഞ 2-3 ദിവസത്തിന് മുമ്പേ പൈസ അഡ്വാൻസ് തന്നവർ രാത്രി ഒരു 7:30 മണിയായപ്പോൾ ഇവിടെ ബാക്കി പൈസ 1,90,000 രൂപ എൻ്റെ ഭവനത്തിൽ കൊണ്ടുവന്നു എൻ്റെ കരങ്ങളിൽ തന്നു. ദൈവം എനിക്ക് വേണ്ടി അത് അത്ഭുതം ചെയ്തു. ആമേൻ. സ്തോത്രം. ഹല്ലേലൂയ. ആമേൻ. ആമേൻ. നന്ദി കർത്താവേ. പ്രിയ സിസ്റ്റർ ആദ്യമായിട്ടാണ് പ്രാർത്ഥനയെ പങ്കുചേരുന്നു പറഞ്ഞു. അപ്പോൾ സിസ്റ്റർ നമ്മുടെ യൂട്യൂബിലാണ് പ്രയർ കണ്ടത്. അപ്പോൾ എങ്ങനെയാണ് കടഭാരം മാറാൻ വേണ്ടിയുള്ള പ്രാർത്ഥന എന്നുള്ളത് കേട്ടു. അപ്പോൾ സിസ്റ്റർ പറഞ്ഞ് ശ്രദ്ധിച്ചായിരുന്നു. ആ വചനം വെച്ച് സിസ്റ്റർ പ്രാർത്ഥിച്ചു. എൻ്റെ ദൈവമോ ഇത്ര രൂപ 2 ലക്ഷം രൂപ മോട്ടത്തോടെ തൻ്റെ ധനത്തൊന്നും ക്രിസ്തുവേശു തീർത്തു തരും. അപ്പോൾ ഒരു സാധ്യതയില്ലാത്തപ്പോഴാണ് പലപ്പോഴും ഞാൻ പറയും നമ്മുടെ പ്രാർത്ഥന വിഷയമായിട്ട് മാറുന്നത് നമുക്ക് പരിഹരിക്കാൻ കഴിയാത്തപ്പോഴാണ്. പക്ഷെ കർത്താവ് നാളുകളായിട്ട് തടസ്സപ്പെട്ടു കിടന്ന ആ നന്മ തുറന്നു വരുവാൻ ഇടയായി തീർന്നു. കർത്താവിൻ്റെ കൃപയാൽ യേശുവിൻ്റെ നാമത്തിൽ ഇനിയും അനുഗ്രഹമാക്കി മാറ്റട്ടെ. ഇനിയും നന്മയാക്കി ദൈവം മാറ്റട്ടെ. പ്രാർത്ഥിച്ച് ബ്ലസ് ചെയ്യുന്നു യേശുവിൻ്റെ നാമത്തിൽ തന്നെ. ആമേൻ. എന്നോട് ആ കൂട്ടത്തിൽ തന്നെ കർത്താവ് ഇപ്പം ഈ സഹോദരി ഇപ്പം തന്നെ ദൈവാത്മനോട് ഒരു ആലോചന പറയാൻ കർത്താവിനോട് പറയുന്നു. ഇപ്പം പറഞ്ഞ സാക്ഷ്യം പറഞ്ഞ സഹോദരിയോട് രാജു എന്ന് പറയുന്ന ഒരു വ്യക്തിയെ കർത്താവിനെ എടുത്തു കാണിക്കുകയാണ്. അതുമായിട്ട് ബന്ധപ്പെട്ട് ദൈവം വേറൊരു വഴിയും കൂടെ ദൈവം തുറക്കാൻ പോവാണ്. ആ പേരുകാരനെ എഴുതി വെച്ചോണം. കേൾക്കുന്നുണ്ടോ? ആ പേരുകാരനെ എഴുതി വെച്ചോ. യേശു ക്രിസ്തു പറയുന്നു ആ വ്യക്തിയുമായിട്ട് കണക്ട് ചെയ്ത് വേറൊരു നന്മയും കൂടെ ദൈവം നിങ്ങളുടെ ജീവിതത്തിലോട്ട് അയക്കും. യേശുവിൻ്റെ നാമത്തിൽ അത് കുറിച്ച് വെച്ചോണം. ഗോഡ് ബ്ലസ് യു. ആമേൻ. ആമേൻ. മറ്റാരെങ്കിലും ഉണ്ടോ സാക്ഷ്യത്തിനായിട്ട്? പറഞ്ഞു. ഞാൻ മലപ്പുറം ജില്ലയിൽ നിന്ന് ശ്രീദേവിയാണ്, നിലമ്പൂരിൽ നിന്ന്. ഞാൻ കഴിഞ്ഞ ദിവസം പറഞ്ഞിരുന്ന മസ്കുലർ ഡിസ്ട്രോഫി ആയിട്ട് ഭാരപ്പെട്ടുകൊണ്ടിരുന്ന വ്യക്തിയായിരുന്നു എന്ന്. അപ്പോൾ ഞാൻ 17-ാം തീയതിയാണ് ഈ ലൈനിൽ കയറുന്നത്. ആ ലൈനിൽ അന്ന് പ്രാർത്ഥിച്ച പ്രാർത്ഥനയുടെ ഫലമായിട്ട് എനിക്ക് ഇപ്പോൾ ഒത്തിരി ഗ്യാസിൻ്റെ അസ്വസ്ഥത എൻ്റെ മസിലിനെ വല്ലാതെ ബന്ധിച്ചിട്ടിരുന്ന ഒരവസ്ഥ ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞ 2-3 ദിവസമായിട്ട് ഗ്യാസ് നല്ലപോലെ പോവുകയും ഞാൻ ശക്തമായി പ്രാർത്ഥിക്കുകയൊക്കെ ചെയ്തു. ഇപ്പോൾ ഗ്യാസിൻ്റെ പ്രയാസങ്ങളൊക്കെ മാറി വരുന്നുണ്ട്. നട്ടെല്ലിന് ഒരു പിടുത്തമാണ്, നട്ടെല്ലഴിയുന്നില്ല, നട്ടെല്ലും ടെമ്പറായി നിൽക്കുകയാണ്. നമുക്ക് കുനിയാനുള്ള ആ ബുദ്ധിമുട്ടുണ്ട്. പിന്നെ ഒരു വിഷയം കൂടെ, ഈ ലിങ്ക് എനിക്ക് കിട്ടുന്നില്ല. ഞങ്ങൾക്ക് യൂട്യൂബിൽ കൂടെ കാഴ്ചയില്ലാത്തവർക്ക് കൊടുക്കാൻ ആ ലിങ്ക് ഒന്ന് സെപ്പറേറ്റ് അയച്ചു തരുവാണെങ്കിൽ നല്ലതായിരുന്നു. കാഴ്ചയില്ലാത്തവർക്ക് ആ ലിങ്ക് നേരിട്ട് കയറാനായിട്ടുള്ള സൗകര്യം ഒരുക്കുവാണെങ്കിൽ. ഇപ്പം ഞാനിപ്പോൾ അയച്ചേക്കുന്ന ഗ്രൂപ്പിലോട്ട് വരുമ്പോൾ അതിൻ്റെ അകത്ത് ലിങ്ക് ഉണ്ട്. ആ ലിങ്കിൽ തന്നെ ആ സെയിം ലിങ്ക് തന്നെയാണ് നമ്മൾ ഉപയോഗിച്ചാൽ മതി. ആ ഗ്രൂപ്പിലോട്ട് ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ അവിടെ നിന്ന് ലിങ്കുകൾ കിട്ടും. നമ്മുടെ പ്രയറിലേക്കുള്ള എല്ലാം അവിടെ നിന്നാണ് ഇനി വരുന്നത്. അപ്പം ഇപ്പം തന്നെ നമ്മൾ ചാറ്റ് ബോക്സിൽ നോക്കിയാൽ മതി, ഈ സൂമിൻ്റെ അതിൽ ജോയിൻ ചെയ്യുക. അതിൽ ലിങ്ക് ഉണ്ട്. ഞാൻ ആ ലിങ്ക് അതിൽ ഇട്ടേക്കാം കേട്ടോ. പിന്നെ അവർക്ക് യൂട്യൂബിൽ നിന്ന് എടുക്കാൻ കഴിയുന്നില്ല, ഞാൻ കൊടുത്തിട്ടേ. കുഴപ്പമില്ല, ഈ ലിങ്ക് അയച്ചു കൊടുത്താൽ മതി. ഇത് ജോയിൻ ചെയ്യുക. അവിടെ ലിങ്ക് ഉണ്ട്. ആ ലിങ്ക് ഷെയർ ചെയ്താൽ മതി. അത് ജസ്റ്റ് പ്രസ് ചെയ്താൽ മതി. നേരെ നമ്മുടെ പ്രാർത്ഥനയിലേക്ക് 9 മണിയാകുമ്പോൾ അത് സ്റ്റാർട്ട് ചെയ്യത്തുള്ളൂ. അതിലേക്ക് നിങ്ങൾക്ക് പ്രവേശിക്കാൻ പറ്റും കേട്ടോ.
ഓക്കെ. കർത്താവ് അനുഗ്രഹിക്കട്ടെ. കർത്താവ് കൊടുത്ത വിടുതലിന് നന്ദി. അത് കർത്താവ് ആ ഡിസ്കിനെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. യേശുവിൻ്റെ നാമത്തിൽ ആ ഒരു കർത്താവ് ഇന്ന് ടൈറ്റായിട്ട് നിൽക്കുന്ന അനുഭവങ്ങൾ യേശുവിൻ്റെ നാമത്തിൽ ഇപ്പോൾ തന്നെ കർത്താവിൻ്റെ സൗഖ്യത്തെ കൽപ്പിക്കുന്നു. ഇപ്പോഴാണ് അത്ഭുതത്തിൻ്റെ സമയം. ഈ നിമിഷം കൽപ്പിക്കുന്നു. കർത്താവ് തൊടുന്നതിന് നന്ദി, സൗഖ്യമാക്കിയതിന് നന്ദി, യേശുവിൻ്റെ നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ. കർത്താവ് അനുഗ്രഹിക്കട്ടെ. മറ്റാരെങ്കിലും ഉണ്ടോ? മറ്റാരെങ്കിലും സാക്ഷ്യത്തിനായിട്ടുണ്ടോ? ബ്രദറെ, ഞാനൊരു സാക്ഷ്യം പറഞ്ഞോട്ടെ? തീർച്ചയായും. ഞാൻ 2-3 ദിവസം മുമ്പ് ഈ പ്രാർത്ഥനാ സമയം ഒരു മെസ്സേജ് അയച്ചു. ഞാൻ വൈക്കത്തുനിന്ന് ഒരു അഡ്വക്കേറ്റ് ആണ് സെബാസ്റ്റ്യൻ. എനിക്ക് ഒത്തിരി സാമ്പത്തിക ബുദ്ധിമുട്ടുണ്ട്. എന്നെ ഒത്തിരി കേസൊക്കെ ഉണ്ടെങ്കിലും എൻ്റെ ഓഫീസിൽ വരുന്നവരൊക്കെ എന്നെ പറ്റിച്ചിട്ട് പൈസ തരാതെ പോകുമെന്നൊക്കെ പറഞ്ഞ് ഞാനൊരു മെസ്സേജ് അയച്ച് ലിങ്ക് ഇട്ട് തരണമെന്ന് പറഞ്ഞു. 8 ദിവസം കാത്തിരുന്നിട്ടും ബ്രദറിൻ്റെ ലിങ്ക് വന്നില്ല. പക്ഷെ ഞാൻ ഇതിനിടയ്ക്ക് ഞാനൊരു 5-6-7 മാസം മുമ്പ് ഒരു സ്പൈസസ് ബോർഡ് ലീഗൽ കൺസൾട്ടൻസി ഒരു വേക്കൻസിക്ക് അപ്ലൈ ചെയ്തിരുന്നു. അപ്പം ഞാൻ ഇങ്ങനെ മെസ്സേജ് ഇട്ടതിന് ശേഷം എനിക്ക് ഓഫീസിൽ നിന്ന് എന്നെ വിളിച്ചു. എന്നിട്ട് പറഞ്ഞു ഞാനും വേറൊരാളും മാത്രമേ എലിജിബിൾ ഉള്ളൂ. അയാൾ വിളിച്ചപ്പോൾ അയാൾ വന്ന് ജോയിൻ ചെയ്യില്ല എന്ന് പറഞ്ഞു. മാഡം ജോയിൻ ചെയ്യില്ലെങ്കിൽ അവർ പുതിയ ആപ്ലിക്കേഷൻ വിളിക്കുമെന്ന് പറഞ്ഞു. അപ്പം ഞാൻ പറഞ്ഞു ഞാൻ ജോയിൻ ചെയ്യും. അപ്പം ഞാൻ അടുത്ത ദിവസം വരട്ടെ എന്ന് ചോദിച്ചപ്പോൾ അവർ പറഞ്ഞു ഇൻ്റർവ്യൂ ഉണ്ട്, ഇൻ്റർവ്യൂവിന് വരാണോ എന്ന് പറഞ്ഞു. അപ്പം ഞാൻ തീർച്ചയായിട്ടും വരുമെന്ന് പറഞ്ഞു. അതിനുശേഷമാണ് എനിക്ക് ലിങ്ക് ബ്രദറിൻ്റെ വന്നത്. പക്ഷെ ഞാൻ സങ്കടപ്പെട്ട് മെസ്സേജ് അയച്ചതിന് ശേഷമാണ് എനിക്ക് കുറേ നാളായിട്ട് ഞാൻ അയച്ചിരുന്ന ആ സാധനം പെട്ടെന്ന് തടസ്സം മാറി എന്നെ വിളിച്ചത്. ഞാനത് പോയി എന്ന് വിചാരിച്ചിരിക്കുമായിരുന്നു. അപ്പം അതിൻ്റെ ഇൻ്റർവ്യൂ അടുത്തെങ്ങാനും കാണുമായിരിക്കും. എനിക്ക് വേണ്ടി ഒന്ന് ബ്രദർ പ്രാർത്ഥിച്ചാൽ മതി. ഞാനിപ്പം എനിക്ക് വലിയ അത്ഭുതമായിപ്പോയി. ഞാൻ മെസ്സേജ് ഇട്ട് സങ്കടപ്പെട്ട ഉടനെ തന്നെ എന്നെ മറ്റൊരു വഴി തുറന്ന് തരത്തക്ക വിധത്തിൽ, അതിനൊരു പ്രത്യാശ എനിക്ക് തരത്തക്ക വിധത്തിൽ എനിക്ക് ഒരു കോള് വന്നതിൽ ഞാൻ വളരെ ഹാപ്പിയാണ്. താങ്ക് യു ബ്രദർ. നന്ദി കർത്താവേ. പ്രിയ സൗരി പറഞ്ഞ പോലെ തന്നെ യേശുവിൻ്റെ നാമത്തിൽ വലിയ ഭാരമായിട്ടിരുന്ന വിഷയമാണ്, ഒരിക്കലും ലഭിക്കത്തില്ലെന്ന് പറഞ്ഞു. പക്ഷേ ആ ഒരു കണക്ഷൻ കർത്താവ് കൊടുത്തു. ആ ഒരു പ്രാർത്ഥന കർത്താവിന് ഒരു വലിയ അനുഗ്രഹമായി തീരട്ടെ. ഇനിയും ഞങ്ങൾ കേൾക്കാൻ പോകുന്നത് ലഭിച്ചു എന്ന് പറയുന്ന സാക്ഷി ഞങ്ങൾ കേൾക്കും. ഇത്രയും നാളായിട്ട് ബ്ലോക്കായിട്ടും തുറക്കാൻ ദൈവത്തിന് കഴിഞ്ഞുവെങ്കിൽ അത് കൊടുക്കുവാനും കർത്താവിന് കഴിയുമല്ലോ. അങ്ങയുടെ നാമത്തിൽ ഞങ്ങൾ വിശ്വസിച്ച് അനുഗ്രഹിക്കുന്നു. കർത്താവ് അങ്ങനെ ചെയ്തു കഴിഞ്ഞതിനായി സ്തുതി. യേശുവിൻ്റെ നാമത്തിൽ തന്നെ. ആമേൻ. ബ്രദർ പറഞ്ഞു. ബ്രദർ ഇപ്പം രാജു എന്ന് പറയുന്ന ഒരാളെ തൊടുവെന്ന് പറഞ്ഞത് അത് എന്റെ ഹസ്ബൻഡിന്റെ പേരും രാജു എന്നാണ്. ബ്രദറിന് അങ്ങനെ അത് വേറൊരാളോട് പറഞ്ഞതാണോ എനിക്കറിയത്തില്ല. അത് ഞാൻ ആ സഹോദരിയോട് പറഞ്ഞതാണ്, ആ സഹോദരിയുമായിട്ട് ബന്ധപ്പെട്ട് പറഞ്ഞതാണ് സിസ്റ്ററെ. എങ്കിലും യേശുവിന്റെ നാമത്തിൽ ഏറ്റെടുത്തോണം. കർത്താവ് എന്റെ കുടുംബത്തിലേക്കും ആ ഒരു നന്മയുണ്ടാകട്ടെ എന്ന് പറഞ്ഞ് ഏറ്റെടുത്തോണം. അതിനെ സ്വീകരിക്കണം. സോറി ബ്രദർ, ഞാൻ ഒന്നുകൂടെ പറഞ്ഞോട്ടെ. ഞാനാണെങ്കിൽ യൂട്യൂബിലൂടെയാണ് ബ്രദറിന്റെ മെസ്സേജ് കേട്ടോണ്ടിരുന്നത്. ഇപ്പം ഒരു കേൾക്കാൻ തുടങ്ങിയ ഒരു രണ്ടാമത്തെ പ്രാവശ്യം റോണി എന്ന് പറയുന്ന, അത് യൂട്യൂബിലൂടെയാണ് കേട്ടത്. റോണി എന്ന് പറയുന്ന ഒരു മകനെ തൊടുന്നു. ആ മകനാണെങ്കിൽ റോഡ് സൈഡിലാണ് മകന്റെ വീട്. അവന്റെ ഒരു സാധനങ്ങളും വിൽക്കത്തില്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ബ്രദർ ഇങ്ങനെ പറഞ്ഞു. ഞാനത് ബ്രദർ പറഞ്ഞു, ഇത് ലൈവായിട്ടല്ലായിരുന്നു, 2 ദിവസം കഴിഞ്ഞാണ് യൂട്യൂബിലൂടെയാണ് കേട്ടത്. എന്റെ മകനും ആണെങ്കിൽ റോഡ് സൈഡിലാണ് എന്റെ വീട്. മകന്റെ പേര് റോണി എന്നാണ്. അവന്റെ ഒരു കമ്പ്യൂട്ടർ, അവന് ഗ്രാഫിക് ഡിസൈനർ ആണ്. അവനൊരു അതിൻ്റെ അകത്ത് ഗ്രാഫിക് ചെയ്യാൻ പറ്റാത്തത് കൊണ്ട് അതിന് നല്ല വില കൊടുത്ത് മേടിച്ചത് ഒരു 4 lakhs-ഓളം ഉണ്ട്. പക്ഷെ മോൻ അത് ചെയ്യാൻ പറ്റാതെ വന്നപ്പോ അത് വിൽക്കാനായിട്ട് അവനാകെ വിഷമിച്ച് ഇങ്ങനെ ഇരിക്കുകയായിരുന്നു. അപ്പൊ അത് വിൽക്കത്തില്ല എന്നും ഒക്കെ പറഞ്ഞ് ഇങ്ങനെ അതെന്ന് കമ്പ്യൂട്ടറിന്റെ പറഞ്ഞില്ല, പക്ഷെ റോണി ഒന്നും വിൽക്കത്തില്ല എന്നുള്ളത് ഇങ്ങനെ പറഞ്ഞു. അത് ഒരു 3-4 ആഴ്ചക്ക് മുമ്പുള്ള ഒരു പ്രയറിനാണ് അതിങ്ങനെ പറഞ്ഞ് ഞാൻ ബ്രദറിന് വാട്സപ്പിൽ ആ മെസ്സേജ് അയച്ചിട്ടുണ്ടായിരുന്നു, ഇങ്ങനെ വിളിച്ച് പറഞ്ഞത്. പക്ഷെ ദൈവത്തിന്റെ കൃപയാൽ അവൻ അത് വിൽക്കാൻ ഇട വന്നില്ല. ദൈവത്തിന്റെ വലിയൊരു മഹാത്ഭുതം ദൈവം പ്രവർത്തിച്ചു. ആമേൻ. തീർച്ചയായിട്ടും സിസ്റ്റർ പറഞ്ഞ പോലെ തന്നെ സിസ്റ്റർ യൂട്യൂബിൽ വെച്ചാണ് ഇത് കേട്ടത്. റോണി എന്ന് പറഞ്ഞൊരു മകനോട് കർത്താവ് ഇങ്ങനെ പറയുന്നു, റോഡ് സൈഡിലോട്ട് ചേർന്ന് നിൽക്കുന്ന ഗേറ്റിലൊരു ഭവനമാണ്, അവൻ ഒന്നും വിൽക്കാനിട വരത്തില്ല.
അപ്പോൾ സിസ്റ്റർ പറഞ്ഞു വേറൊന്നുമല്ല, അവനത് കമ്പ്യൂട്ടർ വിൽക്കാനിരിക്കാൻ നോക്കുമായിരുന്നു, ലാപ്ടോപ്പ് വലിയൊരു വിഷയമായിട്ട്. പക്ഷേ ആ സമയത്താണ് സിസ്റ്റർ ആലോചന കേൾക്കുന്നത്. ദൈവാത്മാ ഒന്നും നമ്മളെപ്പോഴും നമ്മുടെ ഒരു നന്മയും നഷ്ടപ്പെടാൻ ദൈവത്തിൻ്റെ പ്ലാൻ ഇല്ല. അത് ഇപ്പോൾ സിസ്റ്റർ പറഞ്ഞത് അത് വിറ്റില്ല, പക്ഷെ അത് അനുഗ്രഹമാക്കി മാറ്റി. അപ്പോൾ കർത്താവ് ആ ഒരു മകൻ്റെ പേര് വെളിപ്പെടുത്തി, ആലോചന കർത്താവ് തൊട്ടതിന് നന്ദി. കർത്താവ് ഇനിയും ആ കുടുംബത്തെ അനുഗ്രഹിക്കട്ടെ, ഇനിയും നന്മകൾ നിറയട്ടെ. ആ കുടുംബത്തിൻ്റെ അകത്ത് വലിയൊരു സമാധാന അന്തരീക്ഷം ഉണ്ടായി വരട്ടെ, യേശുവിൻ്റെ അധികാരമുള്ള നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ. സ്തോത്രം. ഹല്ലേലൂയ. ആമേൻ. കർത്താവ് അനുഗ്രഹിക്കട്ടെ. മറ്റാരെങ്കിലും ഉണ്ടോ സാക്ഷ്യത്തിനായിട്ട്? മറ്റാരുമില്ലാന്ന് ഞാൻ വിശ്വസിക്കുന്നു. നമുക്ക് ഒരുമിച്ച് കർത്താവിന്റെ സന്നിധിയിൽ ഞാനൊരു സാക്ഷ്യം പറഞ്ഞോട്ടെ? തീർച്ചയായും. ബ്രദറെ, ഞാൻ ബ്രദറിന്റെ ഈ മെസ്സേജുകൾ യൂട്യൂബിലൂടെയായിരുന്നു കേട്ടോണ്ടിരുന്നത്. എനിക്ക് തത്സമയം ഒന്നും കേൾക്കാനുള്ള സൗകര്യമൊന്നും ഇല്ലായിരുന്നു. എൻ്റെ ഒരു ജീവിത സാഹചര്യം അങ്ങനെയാണ്. എങ്കിലും കഴിഞ്ഞ ആഴ്ചയിൽ ഞാൻ ഇങ്ങനെ യൂട്യൂബിലൂടെ ഈ വചനം കേട്ടുകൊണ്ടിരുന്ന സമയത്ത് നട്ടെല്ലിന് അകൽച്ചയുള്ള വ്യക്തിയാണ് ഞാൻ. വർഷങ്ങളായിട്ട് നട്ടെല്ലിന് അകൽച്ചയുള്ള ആളാണ്. അപ്പോൾ ഞാൻ വേദനയുള്ള സ്ഥലത്ത് കൈവച്ച് പ്രാർത്ഥിക്കാൻ ബ്രദർ പറഞ്ഞപ്പോൾ ഞാൻ എൻ്റെ നടുവിന് കൈവച്ച് ഞാൻ പ്രാർത്ഥിച്ചു. അത്ഭുതം എന്ന് പറയട്ടെ, എനിക്ക് മറ്റേത് ബെഡിലൊക്കെ കിടക്കാൻ വലിയ പാടാണ്, കുഞ്ഞു നിവർന്ന് ജോലി ചെയ്യാൻ പാടാണ്, അങ്ങനെ ഒത്തിരി കഷ്ടത അനുഭവിച്ചൊരു വ്യക്തിയാണ്. പക്ഷെ അത്ഭുതം എന്ന് പറയട്ടെ, പ്രാർത്ഥന കഴിഞ്ഞപ്പോൾ എനിക്ക് നല്ല സ്വസ്ഥമായിട്ടൊന്ന് കിടക്കാൻ പറ്റുന്നുണ്ട്. കുനിഞ്ഞു നിവർന്ന് ജോലി ചെയ്യാൻ, സ്റ്റെയറൊക്കെ കയറാനൊക്കെ വലിയ ബുദ്ധിമുട്ടായിരുന്നു. അതിൽ നിന്നെല്ലാം ദൈവം എന്നെ വിടുവിച്ചു. ഒരു അത്ഭുത വിടുതൽ തന്നെ ദൈവം എനിക്ക് നൽകി. ആമേൻ. എത്ര നാളായിട്ട് സിസ്റ്റർ അനുഭവിക്കുന്നായിരുന്നു? ഞാൻ ഇപ്പോ ഒരു 15-16 വർഷത്തോളമായി കാണും. ഓ സ്വോത്രം. 15 വർഷമായിട്ട് സിസ്റ്റർ ആ ഒരു ബുദ്ധിമുട്ടായിട്ട് നിൽക്കുന്ന നട്ടലിന് അകൽച്ചയായിരുന്നു. ഞാനൊന്ന് വീണതാ. ഓ സ്വോത്രം. 15 വർഷമായിട്ട് സിസ്റ്റർക്ക് ഈ വേദനയും ബുദ്ധിമുട്ടും ഉണ്ടായിരുന്നു അല്ലേ? ഈ മരുന്നുകൾ കഴിക്കാൻ, ആയുർവേദം, ഹോമിയോ, പിന്നെ തിരുമല്, എല്ലാ ട്രീറ്റ്മെന്റും എടുത്ത് ഹസ്ബൻഡ് ജോലി ചെയ്തതിന്റെ 3/4 ഭാഗവും എനിക്ക് വേണ്ടി ചെലവഴിച്ചതാണ്. ഹസ്ബൻഡും ഇപ്പൊ ഇല്ല, പുള്ളി ലോകത്തുനിന്ന് മാറ്റപ്പെട്ടു. അതിനുശേഷം ഒരുപാട് കഷ്ടതയിലൂടെയൊക്കെയാണ് ഞാൻ കടന്നു പോകുന്നത്. മക്കളെയൊക്കെ പഠിപ്പിക്കാനൊക്കെ ഉണ്ട്. ഈ നട്ടലിന് അകൽച്ചയാന്ന് പറഞ്ഞാലും ജോലി ചെയ്യാതിരിക്കാൻ പറ്റത്തില്ലല്ലോ. എങ്കിലും ഒക്കെ ദൈവം നടത്തി. പക്ഷെ ഈ വേദന എനിക്ക് വളരെ അതികഠിനമായ വേദനയായിരുന്നു. പക്ഷെ അത്ഭുതം എന്ന് പറയട്ടെ, ഞാൻ ഈ യൂട്യൂബിലൂടെ ഇങ്ങനെ ആ കേട്ട സമയത്ത് ഞാൻ ഇങ്ങനെ കൈവച്ച് പ്രാർത്ഥിച്ചു, ഒരു വിടുതൽ ദൈവം തന്നു. ആമേൻ. സ്വോത്രം. അത് വലിയ സാക്ഷ്യമാണ് നിങ്ങൾ കേട്ടായിരുന്ന. 15 വർഷമായിട്ട് ഒരു വീഴ്ചയോട് ബന്ധപ്പെട്ട് പ്രിയമകള് ഹസ്ബൻഡ് ഉണ്ടായിരുന്ന കാലഘട്ടത്തിൽ പറഞ്ഞതുപോലെ കിട്ടിയ സമ്പാദ്യത്തിൻ്റെ ഒരു നല്ലൊരു പങ്ക് ചികിത്സയ്ക്ക് തന്നെ പോയി. പക്ഷേ ഹസ്ബൻഡ് ലോകത്ത് നിന്ന് മാറ്റപ്പെട്ടു പോയി. വളരെ ഭാരപ്പെട്ട ഹസ്ബൻഡ് പൊക്കോണ്ടിരുന്നത്. ആ സമയത്താണ് യൂട്യൂബിൽ, അതാ ഞാൻ പറഞ്ഞു, നിങ്ങൾ ചിലപ്പോൾ ഒരാൾ ഷെയർ ചെയ്യുന്നതായിരിക്കാം, ഒരു ലിങ്ക് അയച്ചു കൊടുക്കുന്നതായിരിക്കാം, യൂട്യൂബിലായിക്കോട്ടെ ഏതായിരിക്കാം, നിങ്ങൾ കൊടുക്കുന്ന ഒരു ലിങ്ക് ഇതേപോലെയുള്ള വേദനയിൽ അനുഭവിക്കുന്ന ആളുകളിലേക്ക് എത്തിപ്പെട്ടാൽ യേശു അവരെ തൊടുമ്പോൾ നിങ്ങൾക്കും അതിൻ്റെ പ്രതിഫലമുണ്ട്. പ്രിയമളെ പറഞ്ഞു കേട്ടില്ലേ, 15 വർഷമായിട്ട് സഹിക്കുന്ന വേദന, 15 വർഷമായിട്ട് അനുഭവിക്കുന്ന രോഗത്തെ സെക്കൻഡുകൾക്കകത്ത് യേശു തൊട്ടു. ആ പ്രാർത്ഥനയിൽ യേശു സൗഖ്യമാക്കി. പ്രിയങ്ങൾ ഇന്ന് സന്തോഷത്തോടെ ആ സാക്ഷ്യം പറയുമ്പോൾ എത്ര പേര് കർത്താവിനെ മഹത്വപ്പെടുക്കും. ഒരുമിച്ചൊരു ഹല്ലേലൂയ പറഞ്ഞാട്ടെ. വർഷങ്ങളായി. അപ്പൊ ഇനി നിങ്ങൾ ഈ പ്രയർ ലിങ്കുകളൊന്നും അയക്കാൻ നിങ്ങൾ ഒരു മടിയും കാണിക്കുക. കാര്യം ഇതേപോലെ ഭാരപ്പെടുന്ന അനേകരുണ്ട്. അവരെ ഇനി വർഷങ്ങൾ രോഗിയാക്കാൻ സമ്മതിക്കരുത്. നിങ്ങൾ കൊടുക്കുന്ന ഒരു പ്രാർത്ഥന, ഒരു ലിങ്ക് ആയിക്കോട്ടെ, പ്രാർത്ഥന ആയിക്കോട്ടെ, അവരെ വിടുവിക്കുവാൻ ഇടയായിത്തീരുന്ന 15 വർഷത്തിന് ശേഷമാണ് സഹോദരി ഇത് കേട്ട് ആലോചിച്ച് നോക്കി, ഇത്രയും നാൾ അനുഭവിച്ച് എന്ന് കിട്ടേണ്ട സൗഖ്യമാണ്. അപ്പം നമ്മളാണ് പലപ്പോഴും ഒരു വ്യക്തിയുടെ അനുഗ്രഹം തടസ്സപ്പെടുത്തുന്നത്. നമ്മൾ സുവിശേഷം കൊടുക്കുമ്പം സുവിശേഷത്താൽ അവർ സൗഖ്യമാകും, അത്ഭുതം നടക്കും. അതുകൊണ്ട് കർത്താവിന്റെ കൃപയാൽ നിങ്ങളത് വളരെ ശ്രദ്ധയോടെ കർത്താവിൻ്റെ നാമത്തിലെല്ലാം ചെയ്യുക. കർത്താവ് അനുഗ്രഹിക്കട്ടെ. ഗോഡ് ബ്ലസ് യു. മറ്റാരെങ്കിലും സാക്ഷ്യം പറയാനുണ്ടോ? സാക്ഷ്യം പറയാൻ ആരെങ്കിലും ഉണ്ടെങ്കിൽ പറഞ്ഞാട്ടെ. മറ്റാരുമില്ല എന്ന് ഞാൻ വിശ്വസിക്കുന്നു. നമുക്ക് ഒരുമിച്ച് കർത്താവിൻ്റെ തിരുസന്നിധിയിൽ വിശ്വാസ പ്രഖ്യാപനങ്ങളെ ഏറ്റുപറഞ്ഞ് പ്രാർത്ഥിക്കാം. ഈ സമയത്ത് നിങ്ങൾ മൈക്കുകൾ എല്ലാവരും മ്യൂട്ട് ചെയ്യണം. നമ്മൾ ലൈവിൽ ഉള്ളവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ വേണ്ടി പോവാണ്. ഇപ്പോൾ നിങ്ങൾക്ക് അറിയാമല്ലോ, നമ്മൾ സൂമിൽ മാത്രമല്ല ആളുകൾ കാണുന്നത്, യൂട്യൂബിലും ഫേസ്ബുക്കിലും ഒക്കെ പ്രാർത്ഥനകൾ നടക്കുന്നുണ്ട്. ഒരേ സമയത്ത് തന്നെ പല ടൈമുകളിലായിരിക്കും പലരും കാണുന്നത്. പക്ഷേ എങ്കിലും ഇന്ന് കേട്ട സാക്ഷ്യം പോലെ പലരും പ്രാർത്ഥനയിലേക്ക് ജോയിൻ ചെയ്യുന്നതും ദൈവപ്രവർത്തി നടക്കുന്നതും നമ്മളിൽ ഇടയിൽ മാത്രമല്ല
പിന്നീട് നടക്കുന്നുണ്ട്. അപ്പോൾ അവരെയൊക്കെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. അത്ഭുതം നടക്കും. ഒരുമിച്ച് പ്രാർത്ഥിച്ചാട്ടെ. യേശുവേ, രോഗസൗഖ്യങ്ങൾ നടക്കും. യേശുവിൻ്റെ തിരുമുറിവിനാൽ അത്ഭുതമുണ്ട്. കർത്താവിൻ്റെ നാമമഹത്വം ഞങ്ങൾ ഇപ്പോൾ തന്നെ യേശുവേ എന്ന് ഏറ്റെടുക്കുന്നു. കർത്താവിൻ്റെ അത്ഭുതകരമായ സൗഖ്യത്തെ കൽപ്പിക്കുന്നു. അങ്ങ് ഏവരെയും തൊടുന്നല്ലോ. ഞങ്ങൾ ഇനിയും അത്ഭുത സാക്ഷ്യങ്ങൾ കേൾക്കും. ഇനിയും അസാധാരണമായ പ്രവർത്തികളെ ഇന്ന് കേൾക്കും. യേശുവിൻ്റെ നാമത്തിൽ റിലീസ് ചെയ്യുന്നു. സൗഖ്യത്തെ റിലീസ് ചെയ്യുന്നു. ഞെരുക്കത്തിലിരിക്കുന്നവർ, സാമ്പത്തിക തകർച്ചയിലൂടെ കടന്നു പോകുന്നവർ, എന്ന സഹോദരി പറഞ്ഞതുപോലെ എൻ്റെ ദൈവമോ നിങ്ങളുടെ ആവശ്യങ്ങളൊക്കെയും മഹത്വത്തോടെ ആ വചനം ഏറ്റുപറഞ്ഞ് പ്രാർത്ഥിച്ചപ്പോൾ ബ്ലോക്കായി കിടന്ന സാമ്പത്തിക ഉറവുകൾ തുറന്നു വന്നതുപോലെ ഞെരുക്കങ്ങൾ മാറട്ടെ. കുടുംബത്തിൽ സമാധാനം ഉണ്ടാകട്ടെ. ജോലി സ്ഥലങ്ങളിൽ സമാധാനം ഉണ്ടാകട്ടെ. ബിസിനസ് മേഖലകളിൽ വർധനമുണ്ടാകട്ടെ. രാജ്യങ്ങളിൽ നിയമങ്ങൾ അനുകൂലമായി വെളിപ്പെടട്ടെ. യേശുവിൻ്റെ നാമത്തിൽ വിരോധവും പ്രതികൂലവുമായി നിൽക്കുന്ന എല്ലാ വിഷയത്തെയും നോക്കി ഞങ്ങൾ ഇപ്പോൾ യോശുവയുടെ പുസ്തകത്തിൽ പറഞ്ഞിരിക്കുന്നു, എൻ്റെ ആയുസ്സിൽ ഒരുത്തനും നിനക്കെതിരെ നിൽക്കത്തില്ല. അത് പിശാചായിക്കോട്ടെ, മനുഷ്യനായിക്കോട്ടെ, വിഷയമായിക്കോട്ടെ, രോഗമായിക്കോട്ടെ, യേശുവിൻ്റെ നാമത്തിൽ കൽപ്പിക്കുന്നു, നിന്റെ ആയുസ്സിൽ ദീർഘായുസോടെ ഞങ്ങൾ ഇരിക്കും. ദിവ്യ ആരോഗ്യത്തിലിരിക്കും. ആരോഗ്യം ഞങ്ങളുടെ അവകാശമാണ്. ആരോഗ്യം ഞങ്ങളുടെ അവകാശമാണ്. ഷുഗറിനോ പ്രഷറിനോ വേദനയ്ക്കോ ഒന്നിനും, ഒരു രോഗത്തിനോ ക്യാൻസറിനോ ട്യൂമറിനോ ഒന്നിനും ഞങ്ങളുടെ മേൽ അവകാശമില്ല. യേശു മുറിവേറ്റത് ഞങ്ങളുടെ അത്ഭുതത്തിന് വേണ്ടിയാ, ഞങ്ങളുടെ ആരോഗ്യത്തിന് വേണ്ടിയാ, ഞങ്ങളുടെ സൗഖ്യത്തിന് വേണ്ടിയാ കർത്താവ്. ഞങ്ങളത് സ്വീകരിക്കുന്നു. ആമേൻ, ആമേൻ, ആമേൻ പറഞ്ഞ് ഞങ്ങൾ അതിനെ ക്ലെയിം ചെയ്യുന്ന കർത്താവേ, അതിനെ ഏറ്റെടുക്കുന്നു യേശുവിൻ്റെ അധികാരമുള്ള നാമത്തിൽ തന്നെ. ആമേൻ, ഹല്ലേലൂയ. കർത്താവ് ഏവരെയും അനുഗ്രഹിക്കട്ടെ. ഗോഡ് ബ്ലസ് യു. നമുക്ക് ഒരുമിച്ച് വിശ്വാസ പ്രഖ്യാപനങ്ങളെ കർത്താവിൻ്റെ തിരുസന്നിധിയിൽ ഏറ്റുപറഞ്ഞ്